പ്രാർത്ഥിക്കുന്നു. ആമേൻ. സന്നിധിയിൽ ഹല്ലേലൂയ. സകല മഹത്വത്തിനായി സ്തോത്രം. ആമേൻ. ദൈവ തിരുഹിതമില്ലാത്ത ഒരു വ്യക്തി പോലും ഇതിനകത്ത് കടന്നു വരുന്ന ദൈവം സമ്മതിക്കല്. ഇതിനകത്ത് ഹല്ലേലൂയ പങ്കാളിത്തമാകാൻ ദൈവം സമ്മതിക്കല്. പരിശുദ്ധാത്മ അങ്ങനെ തന്നെ ചെയ്തതിനായി സ്തോത്രം കർത്താവേ. സകലം അങ്ങയുടെ നാമമഹത്വത്തിനായി സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേൾക്കണം, യാചന കേൾക്കണം. യേശു ക്രിസ്തുവിന്റെ അധികാര നാമത്തിൽ തന്നെ ചോദിക്കുന്നു. ആമേൻ, 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 ആമേൻ. പ്രൈസ് ദി ലോർഡ്. കടന്ന ഏവർക്കും ആമേൻ. ആമേൻ. സോറി, റഹബോത്ത് ഇന്റർനാഷണൽ മിനിസ്ട്രിയോട് ആമേൻ ഖല്ലിലെ നന്ദി ആമേൻ സ്വാഗതം ചെയ്യുന്നു. കടന്ന എല്ലാവർക്കും ഒരു അനുഗ്രഹമാകുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കർത്താവ് തന്റെ ജനത്തെ ഹല്ലേലൂയ ആമേൻ ദൈവകരത്തിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം, നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കാം. ഹല്ലേലൂയ ആമേൻ. കടന്ന എല്ലാവരും അവരുടെ വീഡിയോസ് ഓൺ ആക്കാം. ഹല്ലേലൂയ. നിങ്ങൾ എല്ലാവരും വീഡിയോസ് ഓൺ ആക്കുമെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. കർത്താവിന്റെ ദാസി നമ്മളോട് കൂടെ ലൈനിൽ കടന്നു വന്നിട്ടുണ്ട്. ഹല്ലേലൂയ ആമേൻ. എല്ലാവരും ഹല്ലേലൂയ നിങ്ങളുടെയൊക്കെ മുഖം കണ്ട് ആമേൻ ആരാധിക്കാൻ വലിയ സന്തോഷമാണ്. നിങ്ങളെല്ലാം കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിക്കാൻ നമുക്ക് ഒരുമിച്ച് എല്ലാ ദൈവദാസന്മാർക്കും ദൈവദാസിമാർക്കും ആമേൻ പ്രിയ ആമേൻ മാതാപിതാക്കൾ സഹോദരങ്ങൾ എല്ലാവർക്കും ആമേൻ ഹല്ലേലൂയ ആമേൻ സ്വാഗതം ചെയ്യുന്ന ഈ ക്ഷണത്തിൽ കർത്താവിന്റെ ദാസി സിസ്റ്റർ സീംലൂസ് അജോ ആമേൻ കർത്താവിന്റെ ദാസിക്ക് ആമേൻ റഹബത്ത് ഇന്റർനാഷണൽ മിനിസ്ട്രിയിൽ 7ാമത്തെ ദിവസം ഉപവാസ പ്രാർത്ഥനയിൽ വർഷിപ്പ് ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും കരങ്ങളെ അടിച്ച് കർത്താവിന്റെ ദാസിയെ വേദിയിലോട്ട് ക്ഷണിക്കാം. ഓക്കെ, താങ്ക് യു സിസ്റ്റർ. ഓവർ ടു യു. Praise the Lord. Hallelujah. Thank you, Lord Jesus. Hallelujah. Praise the Lord. ഹാലലൂയ. താങ്ക് യു ലോർഡ് ജീസസ്. ഹാലലൂയ. പ്രിയ ദേവദാസൻ കുടുംബം അതുപോലെ സുലി സിസ്റ്റർ എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ആമേൻ. സ്തോത്രം. ഹാലലൂയ. കൂടി വന്ന എല്ലാവരെയും ഹാലലൂയ കർത്താവിൻ്റെ ആ സാന്നിധ്യം കൊണ്ട് കർത്താവ് നിറയ്ക്കട്ടെ. ഹാലലൂയ. സ്തോത്രം. ഹാലലൂയ. നാം നമ്മുടെ കർത്താവിൻ്റെ പാദപീഠെ കടന്നു വന്ന് ഒന്നിച്ച് ആത്മനിറവിൽ നമ്മുടെ ദൈവത്തിന് സ്തുതി സ്തോത്രയാഗങ്ങളെ അർപ്പിക്കുവാൻ ഈ ഒരു സമയം കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഹാലലൂയ. നമ്മളെ തന്നെ താഴ്ത്തി ഹാലലൂയ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഹാലേലൂയ. ദൈവത്തിന് വേണ്ടി ഹാലേലൂയ ഏറെ പ്രയോജനമുള്ള നല്ല ഫലം കായ്ക്കുന്ന ഹാലേലൂയ മാനപാത്രങ്ങളായി തീരുവാൻ കർത്താവ് നമ്മളെ ഈ ദിവസങ്ങളിൽ സഹായിക്കട്ടെ. ആമേൻ. സ്തോത്രം. ഹാലേലൂയ. ഉപവാസ ദിവസങ്ങളിലെല്ലാം നമ്മളെ ദൈവം അനുഗ്രഹിച്ചല്ലോ. ഹാലേലൂയ. ഈ 7ാമത്തെ ദിവസവും ഹാലേലൂയ രാത്രി സമയം വരെയും ദൈവം നമ്മളെ നടത്തിയല്ലോ. ആമേൻ. സ്തോത്രം. ഹാലേലൂയ. ആ കർത്താവിൻ്റെ ഹാലേലൂയ കരുതലിനായി കാവലിനായി ഹാലേലൂയ ഈ ആണ്ടിൻ്റെ അവസാന സമയങ്ങളിലേക്ക് നമ്മളെ നടത്തിയ നമ്മുടെ ദൈവത്തിൻ്റെ സ്നേഹത്തിനായി ആമേൻ എല്ലാം ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്ക് നമ്മുടെ കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഹാലേലൂയ. നമുക്ക് പാട്ടുകളെ പാടി നമ്മുടെ കർത്താവിനെ മഹത്വം കൊടുക്കാം. ആമേൻ. സ്തോത്രം. ഹാലേലൂയ. നന്ദി നന്ദി എൻ ദൈവമേ
ശൂന്യതയിൻ നടുവിൽ നിറവായി അനുഗ്രഹം ചൊരിഞ്ഞുവല്ലോ. ജീവിത ശൂന്യതയിൻ നടുവിൽ നിറവായി അനുഗ്രഹം ചൊരിഞ്ഞുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. കൂരിരുൾ താഴ്വര അതിലുമെന്നെ പാതയിൽ ദീപമായി വന്നുവല്ലോ. കൂരിരുൾ താഴ്വര അതിലുമെന്നെ പാതയിൽ ദീപമായി വന്നുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. 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 ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ആമേൻ. ഹല്ലേലൂയാ. നമ്മുടെ കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിൽ കടന്നു വന്നിട്ടുണ്ട്. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. യേശു ആമേൻ. സ്തുതികളിൽ മേൽ വസിക്കുന്ന ആ ദൈവ സാന്നിധ്യം. ഹല്ലേലൂയ. ആ കർത്താവിന്റെ കൃപ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. എത്ര നന്ദി പറഞ്ഞാലും എണ്ണമില്ലാത്ത ആമേൻ നമുക്ക് എണ്ണുവാൻ കഴിയത്തില്ല. നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയ നന്മകളെ ഓർക്കുവാൻ ആമേൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. എത്രയോ നന്മകൾ, അനുഗ്രഹങ്ങൾ നാം പോലും നിனைക്കാത്ത, ചിന്തിക്കാത്ത ആമേൻ എത്രയോ ഹല്ലേലൂയ അനുഗ്രഹങ്ങളാൽ നമ്മളെ നിറച്ചു. ആമേൻ. സ്തോത്രം. നമുക്ക് വേണ്ടതെല്ലാം നൽകി തന്ന ദൈവ സ്നേഹം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിന്റെ ശൂന്യാവസ്ഥകളെ മാറ്റി കൂരിരുൾ താഴ്വരയിൽ കൂടി നാം നടന്നപ്പോൾ ആമേൻ നമ്മുടെ കരം പിടിച്ച് നമ്മളെ മുന്നോട്ട് നടത്തിയ ആ ദൈവത്തിന്റെ സ്നേഹം. ഹല്ലേലൂയ. നമ്മുടെ പാപഭാരത്തെ എടുത്തു മാറ്റിയ നമ്മുടെ കർത്താവിന്റെ ആ സ്നേഹം. ഹല്ലേലൂയ. എത്രയോ നന്മകൾ, ആമേൻ ഉപകാരങ്ങൾ ആമേൻ നൽകി തന്നു. ആമേൻ ആ ദൈവത്തിന്റെ സ്നേഹത്തിനായി നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്ക് പിന്നെ സ്തുതിക്കാം. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യാം. ഒരു പാട്ട് കൂടെ പാടി കരങ്ങളെ അടിച്ച് നമ്മുടെ കർത്താവിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. എന്റെ യേശു എനിക്കു നല്ലവൻ, അവൻ എന്നും മതിയായവൻ. ഓ എന്റെ യേശു എനിക്കു നല്ലവൻ, അവൻ എന്നും മതിയായവൻ. ആപത്തിൽ
ആമീൻ നാം ലജ്ജിച്ചു പോകുവാൻ അനുവദിക്കാത്ത നമ്മുടെ കർത്താവ് നാം നിലവിളിക്കുമ്പോൾ ഓടി വരുമ്പോൾ നമ്മുടെ പ്രാർത്ഥനാ ശബ്ദത്തെ കേട്ട് തക്ക സമയത്ത് നമുക്ക് വേണ്ടി ഉത്തരമരുളുന്ന നമ്മുടെ ദൈവം. ഹല്ലേലൂയ. പകൽ മേഘസ്തംഭമായി രാത്രി അഗ്നിത്തൂണായി ആ സാന്നിധ്യം നമ്മളെ വഴി നടത്തിക്കൊണ്ടിരിക്കുകയാ. നമുക്ക് പലപ്പോഴും അത് കാണാൻ കഴിയുന്നില്ലെങ്കിലും പ്രിയരെ, നാം ഓരോ ദിവസം ഇങ്ങനെ ഇരിക്കുന്നത് ആ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുള്ളത് കൊണ്ടാ, ദൈവത്തിന്റെ കരുതലുള്ളത് കൊണ്ടാ. ഹല്ലേലൂയ. ഓ റിക്കബല ഹദിര രഹസ്യ വൈഡം ശിഗേദിഗാര ഗഡഗശംതുര രഹസ്യ. ഹല്ലേലൂയ. ആദിനും അന്ത്യനുമായവൻ, ആമീൻ, ആൽഫയായവൻ ഒമേഗയായവൻ, ആമീൻ. ദൈവം തുറന്നാൽ ആമീൻ അത് അടയ്ക്കുവാൻ ആർക്കും കഴിയത്തില്ല. നമുക്ക് വേണ്ടി വഴികളെ തുറക്കുന്ന നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഏതെല്ലാം വിഷയങ്ങളുടെ പ്രാർത്ഥനകളുടെ മധ്യത്തിൽ നാം ആയിരിക്കുന്നവോ, ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ദൈവം പറയുന്ന പ്രാർത്ഥനാ ശബ്ദത്തെ ഞാൻ കേട്ടിരിക്കുന്നു. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ ഓരോ ദിനരാത്രങ്ങൾ രാവും പകലും നീ എന്നോട് നിലവിളിച്ച ഒരു പ്രാർത്ഥനാ വിഷയമുണ്ട്. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. യെസ്, ആമീൻ. പലപ്പോഴും ആ പ്രാർത്ഥന വിഷയം നോക്കുമ്പോൾ അസാധ്യമായിട്ടാണ് ആമീൻ കാണുന്നതെങ്കിലും ദൈവത്തിന്റെ പൈതലേ, ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിനക്ക് അസാധ്യമെന്ന് തോന്നിയാലും എനിക്ക് ആ പ്രാർത്ഥന വിഷയത്തെ മറുപടി തരുവാൻ ആമീൻ ഒരു നിമിഷം മതി. ആമീൻ ഞാനൊരു വാക്ക് കൽപ്പിച്ചാൽ മതി. ആമീൻ, സ്തോത്രം. ഹല്ലേലൂയ. മാനുഷിക ബുദ്ധിയിൽ നിനക്കത് അസാധ്യമെന്ന് നീ പറഞ്ഞാലും അതിനെ മാറ്റി വെക്കുവാനല്ല. യെസ്, ആമീൻ. മടുത്തുകൂടാതെ പ്രാർത്ഥിക്കുവാൻ യെസ് ദൈവത്തിന്റെ ആത്മാവ് പ്രബോധിപ്പിക്കുകയാ. യെസ്, ഉത്തരമരുളുന്നവൻ കടന്നു വന്നിട്ടുണ്ട്. നിശ്ചയമായും യെസ് ആ വിഷയത്തിന്മേൽ നീ ഉത്തരം ലഭിച്ച് സാക്ഷ്യം പറയുന്ന നാളുകൾ നിന്റെ മുന്നിലുണ്ടെന്ന് ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് ശക്തമായി ഇടപെടുകയാ. ഉടരാ ജനാന്തര യെസ് റിക്കബല ഹംദല വൈഡക ജൂഡകരകരഗച്ഛസിയ. അത് നിന്റെ വിഷയമാണെങ്കിലും നിന്റെ ഭവനത്തിലുള്ള വിഷയമാണെങ്കിലും നീ ദിവസങ്ങൾ പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്ന വിഷയത്തെ ഞാൻ നിശ്ചയമായും നിനക്ക് വേണ്ടി ഉത്തരമരുളുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. യെസ് റീമനഹംദല ഉടരാജനാന്തര. അതിന്മേൽ വിടുതൽ തരാതെ പിടിച്ചു വെക്കുന്ന ചില പാരമ്പര്യത്തിന്റെ യെസ് പോരുകൾ. ഹല്ലേലൂയ. ഉടരാജനാന്തര വൈഡക രാജകരകരഗച്ഛസിയ. അതിനെ ഉടച്ചു മാറ്റുകയാ യേശുവിന്റെ നാമത്തിൽ. വിടുതൽ തരത്തിലെന്ന് വിധിക്കുന്ന വാദഗതി ഈ ആരാധനകൾ അഴിഞ്ഞു മാറുകയാ. ഹല്ലേലൂയ. ഓ ഉറപ്പും ധൈര്യമുള്ളവരായിരിപ്പിൻ, കുലുങ്ങാത്തവരായിരിപ്പിൻ. കർത്താവ് അതാണ് നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ഓ റീമനഹംദല ഉടരാജനാന്തര. യെസ് റിക്കബൽ അടഞ്ഞ വാതിലുകളെ യെസ് ഹല്ലേലൂയ തുറക്കുന്നവൻ. ആമേൻ, സ്തോത്രം. ആ ദൈവം തുറന്നാൽ അതാർക്കും അടയ്ക്കാൻ കഴിയത്തില്ല. ആമേൻ, സ്തോത്രം. ഒരു വഴിയായി വരുന്ന ശക്തികൾ ഏഴ് വഴി ഓടിപ്പോകാനിടയായി തീരും. യെസ് റീമനഹംദല ജനാന്തര. ദൈവം എഴുന്നേൽക്കുമ്പോൾ ശത്രുക്കൾ ചിതറിപ്പോകുന്നു. ദൈവം നമ്മുടെ വിഷയത്തിന് വേണ്ടി എഴുന്നേറ്റാൽ എത്ര വലിയ ശത്രുക്കൾ നമുക്ക് ചുറ്റുമുണ്ടെന്ന് പറഞ്ഞാലും അത് ചിതറിപ്പോകുവാനിടയായി തീരും. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥന ഈ ദിവസങ്ങളിൽ ദൈവത്തെ എഴുന്നേൽപ്പിക്കുന്നതായി തീരട്ടെ. ദൈവത്തെ ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകൾ ദൈവത്തിന്റെ ഭുജബലത്താൽ ആമീൻ ഹല്ലേലൂയ ദൈവ മക്കളെ നടത്തിയതുപോലെ നമ്മളെ നടത്തുവാൻ നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ഓ റീബനഹംദല ഉടരാജനാന്തര. എത്രയോ നന്മകൾ നമ്മുടെ ജീവിതത്തിൽ നൽകി തന്ന നമ്മുടെ കർത്താവിന്റെ സാന്നിധ്യം. ഹല്ലേലൂയ. ഓ റീബനഹംദല ഉടരാജനാന്തര വൈഡക യെസ് റിക്കബല ഹദിര രഹസ്യ. ഓ റിബാബാബ ശിഖേദിഗാര ഗഡഗശാന്തുര ഉടരാജനാന്തര വൈഡക രാജകരകരഗച്ഛസ്യ. താങ്ക് യു ലോർഡ് ജീസസ്. നടത്തിയ വിധങ്ങളോർത്താ നന്ദിയേകിടാതിരു നീടുമോ. നാഥൻ നടത്തിയ വിധങ്ങളോർത്താ നന്ദിയേകിടാതിരു നീടുമോ. കഷ്ടതയിലും കാരം പിടിച്ചേ
നീടുമോ ജീവിതത്തിൻ മേടുകളിൽ ഏകനെന്ന് തോന്നിയപ്പോൾ ജീവിതത്തിൻ മേടുകളിൽ ഏകനെന്ന് തോന്നിയപ്പോൾ ധൈര്യം നൽകി വചനം നൽകി ധൈര്യം നൽകി വചനം നൽകി നാഥൻ നടത്തിയ വിധങ്ങളോർത്താൽ നന്ദിയേകിടാതിരു നീടുമോ നാഥൻ നടത്തിയ വിധങ്ങളോർത്താൽ നന്ദിയേകിടാതിരു നീടുമോ ഭാരം ദുഃഖം ഏറിയപ്പോൾ മനം നൊന്ത് കാലങ്ങിയപ്പോൾ ഭാരം ദുഃഖം ഏറിയപ്പോൾ മനം നൊന്ത് കാലങ്ങിയപ്പോൾ ചാരയണച്ചു ആശ്വാസം നൽകി ചാരയണച്ചു ആശ്വാസം നൽകി നാഥൻ നടത്തിയ വിധങ്ങളോർത്താൽ നന്ദിയേകിടാതിരു നീടുമോ നാഥൻ നടത്തിയ വിധങ്ങളോർത്താൽ നന്ദിയേകിടാതിരു നീടുമോ കൂട്ടുകാരിൽ പരമായെന്നിൽ ആനന്ദ തൈലം പകർന്നു കൂട്ടുകാരിൽ പരമായെന്നിൽ ആനന്ദ തൈലം പകർന്നു ശത്രുമധ്യേയൻ തലമുയർത്തി ശത്രുമധ്യേയൻ തലമുയർത്തി നാഥൻ നടത്തിയ വിധങ്ങളോർത്താൽ നന്ദിയേകിടാതിരു നീടുമോ 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 കഷ്ടതയിലും കാരം പിടിച്ചേ കഷ്ടതയിലും കാരം പിടിച്ചേ നാഥൻ നടത്തിയ വിധങ്ങളോർത്താൽ നന്ദിയേകിടാതിരു നീടുമോ നാഥൻ നടത്തിയ വിധങ്ങളോർത്താൽ നന്ദിയേകിടാതിരു നീടുമോ ഹല്ലേലൂയ നമ്മുടെ കർത്താവ് നമ്മളെ നടത്തിയ വിധങ്ങളെ ഓർത്താൽ നമുക്ക് നന്ദി പറയാതിരിക്കാൻ കഴിയത്തില്ല ആമേൻ എത്രയോ നന്മകൾ അനുഗ്രഹങ്ങൾ ആമേൻ നടത്തിയ വഴികൾ നമ്മൾ ഓർത്ത് കഴിഞ്ഞാൽ നാം പോലും ചിന്തിക്കാത്ത തരത്തിലാണ് ദൈവം നമ്മളെ നടത്തിയത്
ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ആ വഴികൾ ആമേൻ പിൻപിൽ നാം കടന്നു വന്ന വഴികളെ ഒന്ന് ഓർത്താൽ മതി. ആമേൻ പലപ്പോഴും നമുക്ക് മനസ്സിലായില്ല ദൈവം എന്തിനാ ഈ വഴിയിൽ കൂടി എന്നെ കടത്തി വിടുന്നതെന്ന്. പക്ഷേ ആ വഴികൾ കൂടി കടത്തി വിടുമ്പോഴും ദൈവത്തിന് നമ്മെ പറ്റി ഒരു ഉദ്ദേശമുണ്ടായിരുന്നു. ആമേൻ സ്തോത്രം. ദൈവത്തിന് ഹല്ലേലൂയ നമ്മെ പറ്റി ചിലത് നമ്മെ ഏൽപ്പിക്കുവാൻ, ചിലതിനായി നമ്മളെ ഒരുക്കുവാൻ, ആമേൻ നമ്മളെ ഒന്ന് പണിയുവാൻ ആമേൻ ദൈവം നടത്തിയ വഴികൾ ആമേൻ അതിലൊക്കെ ദൈവം നമ്മുടെ കരം പിടിച്ചു. ആമേൻ കഷ്ടതയുടെ വഴികൾ ഉണ്ടായിരുന്നു, ഒറ്റപ്പെടത്തിലുണ്ടായിരുന്നു, ആമേൻ നിന്ദകളുടെ, പരിഹാസങ്ങളുടെ, അസാധ്യങ്ങളുടെ എല്ലാ വഴികളിൽ കൂടിയും നാം കടന്നുപോയി. പക്ഷേ അവിടെയെല്ലാം നമ്മുടെ കരം പിടിച്ച ഒരു ദൈവം ഹല്ലേലൂയ അവിടെയെല്ലാം നമ്മളെ നടത്തിയ നമ്മുടെ കർത്താവിന്റെ വിധങ്ങളെയും വഴികളെ ഓർത്തു കഴിഞ്ഞാൽ ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ കർത്താവിന്റെ വഴികളും വിചാരങ്ങളും ഉയർന്നിരിക്കുന്നു. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. അതുകൊണ്ട് തുടർന്നും നാം കടന്നു പോകുന്ന അവസ്ഥയിൽ ദൈവം നമ്മളെ കൈവിട്ടു എന്ന് പറയുവാനല്ല, നമ്മളെ ഉപേക്ഷിച്ചു എന്ന് പറയുവാനല്ല, ദൈവം ഹല്ലേലൂയ നടത്തുന്ന വഴികൾ ദൈവത്തിന് വ്യക്തമായ ഉദ്ദേശമുണ്ട്. ഓരോ ദൈവ പൈതലിനെ പറ്റിയും ഹല്ലേലൂയ നാം എത്തിച്ചേരേണ്ട മണ്ഡലങ്ങളിൽ നാം എത്തിച്ചേരുവാൻ, നാം പ്രാപിക്കേണ്ട ഉയർച്ചകളെ പ്രാപിക്കുവാൻ, ശുശ്രൂഷകളെ പ്രാപിക്കുവാൻ, നന്മകളെ പ്രാപിക്കുവാൻ ദൈവം നമ്മളെ നടത്തിവിടുന്ന ആ വഴികളിലും നമ്മുടെ കരം പിടിക്കുന്ന ഒരു ദൈവത്തെയാ ആമേൻ സ്തോത്രം. ആ കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് നമ്മളെ അഭിഷേകം ചെയ്യുന്ന, നാം ഒറ്റപ്പെട്ടു എന്ന് തോന്നുമ്പോൾ നമുക്ക് വേണ്ടതായി ആശ്വാസം നൽകുന്ന, ധൈര്യം നൽകുന്ന, വചനം നൽകുന്ന ആമേൻ ആ കർത്താവിൻ്റെ സ്നേഹം ഹല്ലേലൂയ എന്ന് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തുതിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഇത്രയും സമയം ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും ദൈവം നമ്മളെ സഹായിച്ചുള്ള തുടർന്നുള്ള വചന ശുശ്രൂഷ നമ്മളോട് ദൈവം സംസാരിച്ച് പിന്നെയും നമ്മളെ ബലപ്പെടുത്തി ഉറപ്പിച്ച് നമ്മളെ ആശ്വസിപ്പിക്കും. ആമേൻ ഹല്ലേലൂയ. കർത്താവ് അതിനായി എല്ലാവരെയും സഹായിക്കട്ടെ. അവസരം നൽകിയ ദേവദാസനോടുള്ള നന്ദിയെയും സ്നേഹത്തെ അറിയിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കരങ്ങളെ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. കർത്താവിന്റെ പരിശുദ്ധമേറിയ നാമം ഇന്ന് രാത്രി കലവും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആത്മനിയോഗത്തോടെ ഇന്ന് രാത്രി ശക്തമായി ഞങ്ങളുടെ നടുവിൽ ശുശ്രൂഷ ചെയ്ത കർത്താവിന്റെ ദാസിയോടുള്ള പ്രത്യേകമാകുന്ന നന്ദിയും വന്ദനത്തെയും കർത്താവിന്റെ നാമത്തിൽ അറിയിക്കുന്നു. കർത്താവ് ഒത്തിരി മാനിക്കട്ടെ. കർത്താവിന്റെ ദാസി വളരെ തിരക്കുകൾക്ക് നടുവിലും രഗബോത്ത് മിനിസ്ട്രിയോടും ഞങ്ങളോടും കാണിക്കുന്ന എല്ലാ കൂട്ടായ്മയ്ക്കും ദൈവം പ്രതിഫലം നൽകി തന്ന സ്വർഗത്തിന്റെ ദൈവം ആദരിക്കട്ടെ. ഇന്ന് രാത്രികാലം വീഡിയോകൾ ഓണാക്കുവാൻ പറ്റുന്നവരെല്ലാം തങ്ങളുടെ വീഡിയോകൾ ഓണാക്കിയാട്ടെ. നാം ഒരുമിച്ച് ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിയോഗിക്കപ്പെട്ട ഉപവാസ പ്രാർത്ഥനയുടെ 21 ദിനത്തിന്റെ 7ാം ദിനക്കാലം നമ്മൾ അടുത്ത് വന്നിരിക്കുന്നു. എല്ലാ മാസവും ക്രമീകരിക്കുന്ന ഉപവാസ പ്രാർത്ഥനയുടെ അനുഗ്രഹിക്കപ്പെട്ട 7ാമത്തെ രാത്രി സർവശക്തനാകുന്ന ദൈവത്തിന്റെ ബലമുള്ള സന്നിധാനത്തെങ്കിലേക്ക് നമ്മളെ തന്നെ ഒരു നിമിഷവും കൂടി ഏൽപ്പിച്ചു കൊടുത്ത്, നാളെ വൈകിട്ട് നമുക്ക് മീറ്റിംഗ് ഇല്ലല്ലോ. ഇനി വരുന്ന ദിവസങ്ങളിൽ ചൊവ്വാഴ്ചകളിലാണല്ലോ നമുക്ക് മീറ്റിംഗ് ഉള്ളത്. എന്നാൽ ഇന്ന് രാത്രി 7ാമത്തെ രാത്രി നാം പ്രാപിച്ചെടുക്കേണ്ട ദൈവീയമാകുന്ന വാഗ്ദത്തങ്ങളും ദൈവീയമാകുന്ന ബ്ലെസ്സിങ്ങുകളൊക്കെയും ഇന്ന് രാത്രികാലം പ്രാപിച്ചെടുക്കുവാൻ ഞാൻ ഇങ്ങനെ പറയുന്നു. യാക്കോബിനെ പോലെ ഇന്ന് രാത്രി ഒരു അകത്തളത്തിൽ പ്രതീക്ഷയുള്ള, അല്ലെങ്കിൽ മറുപടി കണ്ടിട്ട് എഴുന്നേൽക്കൂ എന്നുള്ള ഒരു വിചാരത്തോടെ ദൈവസന്നിധിയിൽ ഇന്ന് രാത്രികാലം എത്ര പേരായിരിക്കും? നീണ്ട 20 വർഷത്തിന് ശേഷമായി താൻ എതിർപ്പെടുന്ന വലിയ വെല്ലുവിളി, 400 പേരുമായി കടന്നു വരുന്ന ആമേൻ ഏശാവ്, അതോടൊപ്പം തന്നെ തൻ്റെ സഹോദരൻ തനിക്കുള്ളതിനെയെല്ലാം അക്കരെ കടത്തി താൻ ഒറ്റയ്ക്കിരിക്കുകയാണ്. എവിടെ? ദൈവത്തിൻ്റെ സന്നിധാനത്തിങ്കൽ. അന്ന് രാത്രി അവൻ പറഞ്ഞത് എങ്ങനെയാണ്, പ്രാർത്ഥിച്ചത് എങ്ങനെയാണ്? നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല. ഇന്ന് രാത്രിക്കാലം നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ കർത്താവിൻ്റെ അസാധാരണമാകുന്ന പ്രവൃത്തി ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമ്മുടെ നടുവിൽ വെളിപ്പെടുത്തും. ആമേൻ. ഇന്ന് രാത്രികാലം കർത്താവിൻ്റെ സന്നിധിയിൽ എത്ര പേര് പറയും, കർത്താവേ നീ എന്നെ ഒന്ന് അനുഗ്രഹിക്കണം. നിങ്ങളായിരിക്കുന്ന വിഷയങ്ങൾ ചെറുതോ വലുതോ ആകട്ടെ, ആമേൻ, ഹനമേറിയതോ ഹനം കുറഞ്ഞതോ ആകട്ടെ, ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ ഒരു സാധ്യതയില്ലാത്തതായിക്കട്ടെ, അവിടെയെല്ലാം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുന്ന ഒരു അസാധാരണമാകുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. ഇന്ന് രാത്രികാലം വിശ്വാസത്തോടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് ഈ മീറ്റിംഗ് തീരുന്നതിൻ്റെ ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെടും. ഇന്ന് രാത്രികാലം നമുക്ക് ആമേൻ സ്തോത്രം ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഈ ചെറിയ കൂട്ടത്തെ ഓർത്ത് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവ് ഇതിനെ വലിയ വിശാലതയിലേക്ക് കൊണ്ടുപോകട്ടെ. ഇന്ന് രാത്രികാല രോഗികളായി ഭാരപ്പെടുന്നവരെ ദൈവ സൗഖ്യമാകട്ടെ. വിശേഷാൽ ജോർജ് ആൻറ്റി ശാരീരികമായി അല്പ ക്ഷീണത്താലായിരിക്കുന്നു. തൻ്റെ കാലിനുണ്ടാകുന്ന പ്രയാസം ചൊവ്വാഴ്ച ആമേൻ ഒരു ഓപ്പറേഷൻ പറഞ്ഞിരിക്കുകയാണ്. ഇന്ന് രാത്രി തൻ്റെ പൂർണ്ണമാകുന്ന വിടുതലിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ ഗ്രൂപ്പിൽ വിവിധമാകുന്ന നിലയിൽ ആവശ്യങ്ങൾക്ക് നടുവിൽ ഭാരത്തോടുകൂടി ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കേണ്ടതിന് വേണ്ടി ഇന്ന് രാത്രികാലം
നമ്മുടെ നടുവിൽ ഐശ്വര്യമായ ശുശ്രൂഷ കർത്താവിൻ്റെ ദാസി സിംബ്ലു അജോ, കർത്താവിൻ്റെ ദാസിയെയും ദാസനെയും കുടുംബത്തെയും കർത്താവ് മാനിക്കുവാൻ ഇന്ന് രാത്രികാലം നമ്മുടെ നടുവിൽ അയക്കപ്പെടുന്ന കർത്താവിൻ്റെ ദാസിയെ അതിശക്തമായി പരിശുദ്ധാത്മാവ് കരങ്ങളിലെടുത്ത് ഉപയോഗിക്കുവാൻ നാം എല്ലാവരും വളരെ പ്രതീക്ഷയോടെ തികഞ്ഞ പ്രാർത്ഥനയോടെ ദൈവാശ്രയ ബോധത്തോടു കൂടി ആയിരിക്കുമ്പോൾ ഇന്ന് രാത്രി ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് വേണ്ടി ആമേൻ 2 പേർ പ്രാർത്ഥനയിൽ നമ്മളെ സഹായിച്ചാലും കർത്താവിൻ്റെ ദാസി സാറാമ്മ ഡേവിഡും അതോടൊപ്പം തന്നെ ആമേൻ സ്വതന്ത്രം ഷൈനി രവി ജോൺ കർത്താവിൻ്റെ ദാസിയും പ്രാർത്ഥനയിൽ സഹായിച്ചാട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുകയും കരുതുകയും ചെയ്യും ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, കർത്താവെ ഒരു രാത്രി വേളയിലൂടെ കർത്താവിടെ അവിടെ ഇന്ത്യയിലായിരിക്കുമ്പോൾ ഇവിടെ ഒരു പകൽക്കാലം കൂടെ കർത്താവെ അങ്ങയുടെ സന്നിധാനത്തിൽ കടന്നു വന്ന് അങ്ങയെ സ്തുതിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ തന്ന അവസരങ്ങൾക്കായി സ്തോത്രം. പ്രത്യേകിച്ച് കർത്താവെ രഹബോത്ത് മിനിസ്ട്രിയുടെ കർത്താവെ ആളിലും നടക്കുന്ന ഈ മീറ്റിങ്ങില് കർത്താവെ ഇത് 7ാമത്തെ ദിനമാണല്ലോ കർത്താവെ സ്തുതിക്കുന്നു. അവിടുത്തെ സാന്നിധ്യം കർത്താവെ, അവിടുത്തെ സാന്നിധ്യം ഞങ്ങൾ ചോദിക്കുകയാണ്. അവിടുത്തെ കൃപ പകരണമേ കർത്താവെ. യാതൊരു ഇന്റർനെറ്റ് പ്രോബ്ലം ഇല്ലാതെ, ഒരു കർത്താവെ ഒരു പ്രോബ്ലവും ആരിൽ കൂടെ ഉണ്ടാകാതെ, ഏതിൽ കൂടെ ഉണ്ടാവാതെ അവിടുന്ന് കാത്തുകൊണ്ട് കർത്താവ് പരിപാലിക്കണമേ. ഹല്ലേലൂയ. ഇതിനായി സ്തോത്രം. അവിടുത്തെ സാന്നിധ്യം ഉള്ളിടത്ത് കർത്താവെ ശത്രുവിന് നിൽക്കാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. കർത്താവെ നന്ദി പറയുന്നു, സ്തുതിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. കർത്താവെ ഉപസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന കർത്താവെ അനുഭവിപ്പാസനായ കർത്താവെ കർത്താശ്മനെ മോൾക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം. അതുപോലെ കർത്താവെ സ്തോത്രം. കുഞ്ഞുങ്ങളെല്ലാവർക്കുമായി സ്തോത്രം. സഭയ്ക്കായി സ്തോത്രം കർത്താവെ. 4 ശത്രുവാവൻ കർത്താവെ നോട്ടമിട്ടുകൊണ്ട് കർത്താവെ ഹല്ലേലൂയ വളരെയധികം പോരാടുന്നുണ്ട്, എന്നാൽ ജയിക്കയില്ല കർത്താവെ. ഹല്ലേലൂയ. എത്ര തന്നെ അവർ പൊരുതിയാലും ജയിക്കയില്ല. അത് അവർ പൊരുതിയാൽ അവരുടെ നാശത്തിനായിരിക്കുമെന്ന് കർത്താവെ അവിടുത്തെ വചനം പറയുന്നല്ലോ കർത്താവെ. ആയതിനാൽ കർത്താവ് ആർക്കും ദോഷത്തിനായിട്ടുള്ള പിന്നെയോ ഞങ്ങൾ നന്മയ്ക്കായി പ്രതീക്ഷിച്ചുകൊണ്ട് അവരെയും അനുഗ്രഹിക്കുന്ന ശത്രുക്കൾ കാണുക വിരുന്നൊരുക്കുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് കർത്താവെ ഈ മീറ്റിംഗിൽ ഉണ്ടാവട്ടെ കർത്താവെ. സ്തോത്രം. ഹല്ലേലൂയ. എന്റെ ദാസൻ പറഞ്ഞതുപോലെ ജോയി സിസ്റ്ററിനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിന്റെ മകൾക്ക് കാലിന് സൗഖ്യം വേണം കർത്താവ്, പരിപൂർണമായൊരു സൗഖ്യം കർത്താവ്. ഓപ്പറേഷന് മുന്നേ ഉണ്ടാകട്ടെ കർത്താവെ. സ്തോത്രം. ഹല്ലേലൂയ. ഓപ്പറേഷനിൽ കൂടെ അല്ല, അതല്ലാതെയും കർത്താവിന് സൗഖ്യം കൊടുക്കുവാൻ കഴിയുമല്ലോ. നിന്റെ മകളെ പരിപൂർണമായി കർത്താവെ അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ കർത്താവെ. അതുപോലെ കടന്നു വന്ന ഓരോരുത്തർക്കും വിവിധ ആവശ്യങ്ങളുണ്ടല്ലോ. എല്ലാവരും ഭാരങ്ങളോടെ, പ്രയാസങ്ങളോടെ, വിവിധ വിഷയങ്ങളോടെ കടന്നു വന്നിട്ടുള്ളവർക്കെല്ലാം കർത്താവെ അത് ഉത്തരവുമായി, മറുപടിയായി, ആശ്വാസമായി കടന്നു പോകുവാൻ തക്കവണ്ണം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ പാടിയ ആളിൽ നിന്റെ മകൾക്കായി പ്രാർത്ഥിക്കുന്നു. ഹാലയിലെ കർത്താവെ സ്തോത്രം. സിംപിള് കർത്താവെ കർത്താവരുടെ കർത്താവ് ജോമോൻ കർത്താവെ പ്രൈസ് ദി ലോർഡ്. ഒരു കർത്താവെ ആളിലെ കർത്താവ് ആപ്പാസിന് കർത്താവ് കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്ന ദൈവമേ അനുഗ്രഹിക്കണം. ഒരു ശുശ്രൂഷയെ മാനിക്കണമേ. അധികമായി ദൈവത്തിനെ ആളിലെ അവരെ അനുഗ്രഹിച്ച് അവരുടെ ശുശ്രൂഷ അനുഗ്രഹമാക്കി തീർക്കണം. ഭവനത്തെ അനുഗ്രഹമാക്കി തീർക്കണം. ഒരു വിശാലത പിന്നെയും പകരണമേ. അനുഗ്രഹിച്ചാട്ട് കർത്താവെ സ്തോത്രം. കടന്നു ഓരോരുത്തരും വലിയ കർത്താവെ നിധികളാണ്, വിലയേറിയ മുത്തുകളാണ്. അവരെ അനുഗ്രഹിക്കണമേ കർത്താവെ. ഹാലയിൽ ആരും അത് വെക്കാറില്ല. ഹല്ലേലൂയ കർത്താവെ സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് കർത്താവെ മിനിസ്ട്രി ശ്രീമോൾക്കാർ പ്രാർത്ഥിക്കുന്നു. നമ്മളെ അനുഗ്രഹിച്ചാട്ട് കർത്താവെ സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് യാതൊരു തടസ്സവും കൂടാതെ കർത്താവിന്റെ വചനം കർത്താവെ അതിൽ നിന്റെ മകളിൽ കൊടുത്തിരിക്കുന്ന ദൂതുകള് കർത്താവെ അത് ഹല്ലേലൂയ കർത്താവെ അത് പുറപ്പെടുവാൻ തക്കണം. അത് കർത്താവെ പ്രസംഗിക്കാൻ, പ്രീച്ച് ചെയ്യാൻ, ടീച്ച് ചെയ്യാൻ തക്കണം. അത് കർത്താവെ അനുഗ്രഹമായി തീരുവാൻ തക്കണം. അനുഗ്രഹിക്കുന്ന നിന്മാർക്ക് ആശ്വാസം കൊടുക്കണമേ. എല്ലാ ക്ഷീണതയും കർത്താവെ മാറ്റി കർത്താവിന്റെ സന്നിധാനത്തിൽ കർത്താവെ അല്ലെങ്കിൽ ഉത്സാഹത്തോടെ ഉന്മേഷത്തോടെ നിൽപ്പാൻ കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മിനിസ്ട്രിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവ്. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതൊരു നന്മയാക്കി തീർക്കണം. ഇനിയുള്ള ദിവസങ്ങളിൽ കർത്താവ് മീറ്റിംഗ് നടന്നില്ലെങ്കിലും കർത്താവ് മീറ്റിംഗ് ഉണ്ട് കർത്താവ്. എന്നാൽ കർത്താവ് ഈ ഓൺലൈൻ വാട്സാപ്പിലായിട്ടൊരു മീറ്റിംഗ് കണ്ടിന്യൂസ് ആയി നടന്നില്ലെങ്കിലും കർത്താവിന്റെ കരം കൂടിയിരിക്കും. നടത്തുന്ന എല്ലാ മീറ്റിങ്ങുകളും അനുഗ്രഹിക്കപ്പെടും. വരുന്ന കാലങ്ങൾ ഇതിലധികം പ്രോസ്പറായി തീരും. കർത്താവെ അല്ലല്ലേ ഞാൻ ഈ സമയത്ത് അനിൽ പാസ്റ്ററിനായി പ്രാർത്ഥിക്കുന്നു. നിന്റെ മകനായിരിക്കുന്നിടത്ത്, ശുശ്രൂഷയിലായിരിക്കുന്നിടത്ത് അവിടെ കൂടിയിരിക്കണമേ, സഹായിക്കണമേ. അതുപോലെ വ്യത്യസ്ത തലങ്ങളിൽ കർത്താവ് മീറ്റിങ്ങുകൾ നടക്കുമ്പോൾ അവിടെ എല്ലാം കർത്താവിന്റെ അനുഗ്രഹ സാന്നിധ്യം ഓരോ ദൈവദാസന്മാരിലും ഉണ്ടായിരിക്കട്ടെ. കർത്താവിന്റെ സാന്നിധ്യം പകരണമേ.
ചോദിച്ചാലും പരമായ കൃപയെ ഞങ്ങളെ ഓരോരുത്തരും നിറയ്ക്കണം. എല്ലാവർക്കും അനുഗ്രഹമാക്കി തീർക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. 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 ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഞങ്ങളെ അളവിടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല രക്ഷിതാവേ കർത്താവെ സ്തോത്രം ചെയ്യുന്നു. ഈ സന്ധ്യയെങ്കിൽ കർത്താവെ അങ്ങയുടെ പാദപീഠത്തിൽ ഞങ്ങൾക്ക് ചെറിയൊരു കൂട്ടമായിട്ട് വരുവാൻ അങ്ങടിയാക്കിയല്ലോ. നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ലോർഡ്, we thank you, Lord Father, for this blessed hallelujah meeting and this prayer that is going on. കർത്താവെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ പാസ്റ്ററിനായിട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, കുടുംബമായിട്ട് അനുഗ്രഹിക്കണമേ കർത്താവെ. ഉപവാസത്തോടെ ഇരിക്കുമ്പോൾ കർത്താവെ ശക്തി പകരണമേ എന്ന് അപേക്ഷിക്കുന്നു. സ്തോത്രം ചെയ്യുന്ന കർത്താവെ, തന്റെ മേലുള്ള ദൗത്യം ദൈവം ഇട്ടിട്ടുള്ളത് കർത്താവെ അത് നിറവേറ്റപ്പെടുവാൻ തക്കവണ്ണം കർത്താവ് ഇടിയാക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. സ്തോത്രം ചെയ്യുന്ന കർത്താവെ, whatever comes against it, Lord Father, hallelujah കർത്താവെ, അങ്ങുള്ളത് കൊണ്ട് കർത്താവെ ഭയം ലേശമെന്നെ ഇല്ലാതെ മുന്നേറുവാൻ തക്കവണ്ണം അങ്ങിടയാക്കണമേ എന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. സ്തോത്രം ചെയ്യുന്ന കർത്താവെ, അടിനെ ഇവിടെ കൂട്ടിയതിനാൽ നന്ദി പറയുന്ന കർത്താവെ. അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ നടക്കുമ്പോൾ കർത്താവെ അതിന്റെ ഒരു പകർച്ച കർത്താവെ, ഒരു അനുഗ്രഹം കർത്താവെ ലഭിക്കുവാൻ തക്കവണ്ണം കർത്താവെ അങ്ങയുടെ ഇമ്പമേറിയ ശബ്ദം കേൾക്കുവാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. ജോയിൻ ചെയ്ത് ഓരോരുത്തരെയും കർത്താവെ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ ലോർഡ് ഫാദർ, lay your hands on each one of us and bless us, Lord Father, hallelujah. ഞങ്ങളോട് എല്ലാവരോടും കർത്താവെ കരുണ കാണിക്കണമേ. അങ്ങയുടെ ശബ്ദം കർത്താവെ സ്തോത്രം ചെയ്യുന്ന സംസാരിക്കുന്നതായിട്ടുള്ള ദേവദാസിയെ അനുഗ്രഹിക്കണമേ എന്ന് അപേക്ഷിക്കുന്ന അങ്ങയിൽ നിന്ന് ലഭിച്ചിട്ടല്ല. Let us hear what you have given her, Lord Father, to speak to us, Lord Father. Hallelujah. Thank you, Lord Father. Hallelujah. പ്രാർത്ഥനയെ ആചരണയും കേട്ടുകൊണ്ട് സ്തുതിക്കുന്ന സകലതും പുത്രനിലൂടെ പിതാവിനോട് അപേക്ഷിച്ചു കൊള്ളുന്നു. ആമേൻ ആമേൻ ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സന്തോഷമുള്ളവർ കരങ്ങളെ ഉയർത്തുന്ന ഹല്ലേലൂയ പറയാമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവ് യേശുവിന്റെ അധികാരമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് കർത്താവിന്റെ സന്നിധാനത്തെങ്കിലും ഉപവാസ പ്രാർത്ഥനയുടെ 7-ാം ദിനക്കാലം പ്രിയപ്പെട്ടവരോട് ഒരുമിച്ച് ആയിരിക്കാൻ തക്കവണ്ണം ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന നല്ല അവസരം നന്ദി. നിങ്ങളെല്ലാവരും ദൈവസന്നിധിയിൽ 7 ദിനക്കാലം ഉപവാസവും പ്രാർത്ഥനയുമായിട്ടിരിക്കുമ്പോൾ നിങ്ങൾ ദൈവസന്നിധാനത്തെങ്കിൽ 21 ദിനക്കാലം ദൈവസന്നിധിയിൽ ഉപവാസവും പ്രാർത്ഥനയുമായിട്ടിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അതിനാൽ നിങ്ങളുടെ പ്രാർത്ഥനയെ ഞാൻ ദൈവനാമത്തിൽ ചോദിക്കുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹവും വിടുതലുമാണ്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. എന്ന് രാത്രികാലം മീറ്റിംഗ് ലീഡ് ചെയ്ത കർത്താവിന്റെ ദാസി സുലു ആന്റിയോടും അതുപോലെ തന്നെ കർത്താവിന്റെ ദാസി ആന്റി ബേബ് പാസ്റ്ററിനോടും ദൈവനാമത്തിന്റെ സ്നേഹവന്ദനത്തെ എന്ന് അറിയിക്കുന്നു. അതുപോലെ തന്നെ ഐശ്വര്യമായി ദൈവസന്നിധിയിൽ നമുക്ക് വർഷിപ്പ് ചെയ്താണ് കർത്താവിന്റെ ദാസി സീംബ്ലൂ സിസ്റ്ററിനായ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസി ഓർത്തും ഞാൻ ദൈവത്തെ സ്തുതിക്കുക മാത്രമല്ല ഇന്നത്തെ കർത്താവിന്റെ സന്നിധിയിൽ എന്റെ വന്ദനത്തെ അറിയിക്കുകയും ചെയ്യുന്ന രാത്രികാലം പ്രാർത്ഥിച്ച് സഹായിച്ച പ്രിയപ്പെട്ടവർക്കും ദൈവനാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവം നമ്മളെ ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. എത്ര പേർക്ക് ഒരിക്കൽ കൂടി ദൈവത്തെ സ്തുതിക്കാം? എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഹല്ലേലൂയ. ഇന്ന് അവസാന ദിവസമാണ് കർത്താവ്. ഹല്ലേലൂയ. അവസാന ദിവസത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ഹല്ലേലൂയ വലിയ അത്ഭുതങ്ങളെ, വലിയ സ്തോത്രം, ഹല്ലേലൂയ വലിയ വിടുതലുകളെ എക്സ്പെക്ട് ചെയ്ത് വന്നിരിക്കുന്ന ദൈവമക്കൾ. സ്തോത്രം. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളെ ആരെയും നിരാശനാക്കുന്ന ദൈവമല്ല നമ്മുടേത്. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. അവൻ നമ്മളെ വഴി നടത്തുന്ന ദൈവമാണ്. നമ്മളെ ഐശ്വര്യമായി അനുഗ്രഹിക്കുന്ന ദൈവമാണ്. നമ്മുടെ കണ്ണുകളെ ഒരു നിമിഷം ദൈവസന്നിധിയിൽ അടയ്ക്കാമല്ല. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മളോട് ശക്തമായി സംസാരിക്കണം. നമുക്ക് ദൈവത്തിന്റെ ശബ്ദം ഹല്ലേലൂയ ശക്തമായി ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ ശബ്ദം തന്നെ നമുക്ക് കേൾക്കണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് പ്രാരംഭത്തിൽ എന്നോട് അറിയിച്ചത് ഇപ്രകാരമാണ്: ഭയപ്പെടേണ്ട. എനിക്കറിയത്തില്ല, ചില ഹൃദയങ്ങളുടെ അകത്തു നിന്ന് ആഴത്തിൽ വേരൂന്നിയ ചില ഭയത്തിന്റെ സ്തോത്രം മണ്ഡലങ്ങളെ പരിശുദ്ധാത്മാവ് വേരോടെ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ പിഴുതെറിയുന്നത് പോലെ ഒരു മേഖല പരിശുദ്ധാത്മാവ് കാണിച്ചു. ഈ രാത്രികാലം പ്രാർത്ഥിക്കണമേ, ഭയപ്പെടേണ്ടെന്ന് പറഞ്ഞവൻ ഹല്ലേലൂയ നമ്മോട് കൂടെയുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. വളരെ നാളായിട്ട് സൂര്യനെയോ ചന്ദ്രനെയോ കാണാൻ കഴിയാതെ സ്തോത്രം ഹല്ലേലൂയ ആഴക്കടലിന്റെ സ്തോത്രം മധ്യേ സ്തോത്രം കപ്പൽ തകർന്ന് തങ്ങളുടെ ജീവന് പോലും ഭീഷണി വരുത്തത്തക്ക നിലവാരത്തിൽ പൗലോസ് എന്നൊരു ദൈവ മനുഷ്യൻ എഴുന്നേറ്റ് നിന്ന് പറയുകയാണ്: ഭയപ്പെടേണ്ട. ഈ രാത്രികാലം ചില ദൈവജനത്തോടായി വിളിച്ചു പറയുന്നു: ഭയപ്പെടേണ്ട. നിന്റെ പ്രാണന് ഹാനി വരുത്തുവാൻ ദൈവം സമ്മതിക്കത്തില്ല.
പ്രൈസ് ലോർഡ്. നിന്റെ തലമുറയുടെ ഹല്ലേലൂയ ലൈഫിന്റെ അകത്ത് സ്തോത്രം, നീ ഭയപ്പെടുന്ന യാതൊരു മേഖല കടന്നു വരുവാൻ എന്റെ ദൈവം സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ. ചില കുടുംബ ജീവിതത്തിനകത്ത് തകർച്ച നേരിടാൻ പോകുന്ന ചില കുടുംബ ജീവിതത്തിലേക്ക് സ്തോത്രം തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്ന പ്രിയപ്പെട്ടവരുടെ പരിശുദ്ധാത്മ വിളിച്ചു പറയുന്നു, ഭയപ്പെടേണ്ട. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ രാത്രികാലം എത്ര പേർക്ക് സന്തോഷമുണ്ട്? നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഭയപ്പെടേണ്ടെന്ന് പറഞ്ഞവൻ സ്തോത്രം അതിനുള്ള കാര്യാദികളെ ക്രമീകരിച്ചിട്ട് ഇന്ന് രാത്രികാലം നമ്മുടെ മധ്യയുണ്ട്. വിശ്വസിക്കുക, ദൈവം നമ്മുടെ ഇടയിൽ അത്ഭുതങ്ങളെ ചെയ്യും. സ്തോത്രം. കർത്താവെ, ഞങ്ങളുടെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ദൈവം ഞങ്ങളോട് പറഞ്ഞ വാക്കുകൾ ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവെ, അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യണം. ഈ രാത്രികാലം ദൈവം ഞങ്ങളോട് സംസാരിക്കണം. കടന്നു ഞങ്ങളുടെ ജനത്തെ നിറയ്ക്കണം. ഹല്ലേലൂയ. കർത്താവെ, അടിയനും വചനവും അങ്ങടേതാണ്. ദൈവം ഞങ്ങളോട് സംസാരിക്കണം. മഹത്വമല്ല അങ്ങേക്ക് സമർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിന്റെ അതിപരിശുദ്ധമാകുന്ന നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്തോത്രം. നമ്മള് സ്തോത്രം മാസങ്ങളായി നടത്തി വരുന്ന നമ്മുടെ 7 ദിനക്കാല ഉപവാസ പ്രാർത്ഥന, ഈ സ്തോത്ര ഉപവാസ പ്രാർത്ഥനയ്ക്ക് വളരെ ഹല്ലേലൂയ വെല്ലുവിളികളാണ് നാം ഓരോരുത്തരും നേരിട്ടുകൊണ്ടിരുന്നത്. എനിക്കറിയത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. എവിടെയൊക്കെയോ നമ്മുടെ മീറ്റിങ്ങും സ്തോത്രം നമ്മുടെ പ്രാർത്ഥനയും സാധാന്യ മണ്ഡലത്തിന് ഭയഹേതുവായി ഭവിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് സ്തോത്രം. ഹല്ലേലൂയ. വിവിധ തരത്തിലുള്ള സ്തോത്ര ആക്രമണങ്ങൾ നമുക്ക് വിരോധമായി സംഭവിച്ചു. എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മളെ സൂക്ഷിച്ചു. എത്ര പേർക്ക് ഇന്ന് രാത്രികാലം ഉറപ്പോടെ പറയാം, ദൈവം എന്റെ കൂടെയുണ്ട്? സ്തോത്രം. യഹോവ കൂടെയുള്ള പർവ്വതം കുലുങ്ങി പോകുവാൻ ദൈവം സമ്മതിക്കത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഇങ്ങനെയാണ് പറഞ്ഞത്, സമുദ്രത്തിന്റെ ഹല്ലേലൂയ ഇരമ്പല് ഹേതുവായി അതിനകത്ത് സ്തോത്രം ഹല്ലേലൂയ വലിയ വിഷയങ്ങൾ സംഭവിക്കാം, പക്ഷെ അത് കുലുങ്ങി പോകുവാൻ ദൈവം സമ്മതിക്കത്തില്ല. അതിന്റെ അർത്ഥം നിങ്ങൾ നിലംപരിച്ചാകുവാൻ ദൈവം സമ്മതിക്കത്തില്ല. ഈ രാത്രികാലം വിശ്വസിച്ചോണം, ഞാൻ നിലംപരിച്ചാകുവാൻ, ഞാൻ വീണു പോകുവാൻ എന്റെ ദൈവം അനുവദിച്ചു കൊടുക്കത്തില്ല. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. സന്തോഷമുള്ളവർ ഒരിക്കൽ കൂടി കരങ്ങളെ ഉയർത്തി ദൈവസന്നിധി സ്തോത്രം ചെയ്താട്ടെ. രാത്രികാലം ഞങ്ങളുടെ ഉപവാസ പ്രാർത്ഥനയുടെ 7-ാം ദിനകാലമാണല്ലോ. സ്തോത്രം. ഹല്ലേലൂയ. പകൽക്കാലം ദൈവസന്നിധി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് സംസാരിച്ച ഇപ്രകാരമാണ്, കർത്താവിന് വേറിട്ട ചില വ്യക്തികളെ ആവശ്യമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. വേറിട്ട് ചില വ്യക്തികളെ എന്റെ ദൈവത്തിന് ആവശ്യമുണ്ട്. ഈ രാത്രികാലം നിങ്ങളോടായി എന്നെ കേൾക്കുന്ന സൂം ഡിവേഴ്സിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെയും പരിശുദ്ധാത്മാവ് പ്രാരംഭത്തിൽ തന്നെ ദൂതറിയിക്കുന്ന ഇപ്രകാരമാണ്, കർത്താവിന് വേറിട്ട ചില വ്യക്തികളെ ആവശ്യമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ ശ്രദ്ധിച്ചോണം. ഞാനപ്പം ദൈവസന്നിധി ഹല്ലേലൂയ കൂടുതൽ തിരുവചനത്തിൽ നിന്ന് ശ്രദ്ധിക്കുവാൻ തുടങ്ങി. ഞാൻ ശ്രദ്ധിച്ച ഇപ്രകാരമാണ് കണ്ടത്. സ്തോത്രം. ഹല്ലേലൂയ. ഗിദെയോൻ എന്ന് പറയുന്ന സ്തോത്രം ഒരു മനുഷ്യനെ കുറിച്ച് കാണുവാനിടയിൽ തീർന്നു. നമ്മൾ വചനത്തിലോട്ട് കിടന്നില്ല, നമ്മുടെ ചിന്താ വിഷയത്തിലേക്ക് എത്തി. എന്നാൽ കർത്താവ് അറിയിച്ച ചില വാക്യങ്ങൾ, ചില വചനങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം. ഗിദെയോന്റെ പ്രത്യേകത, സ്തോത്രം ഹല്ലേലൂയ, മിദ്യാൻ ഇസ്രായേലിനെ ആക്രമിച്ച കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ മിദ്യാൻ ഇസ്രായേലിനെ സ്തോത്രം നശിപ്പിക്കുവാൻ സ്തോത്രം തുടങ്ങിയ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വ്യക്തിയാണ്. ഇസ്രായേലിന്റെ സ്തോത്രം ഹല്ലേലൂയ വിളവെടുപ്പിന്റെ സമയത്ത് അവന്റെ കൃഷിയെ നശിപ്പിക്കുവാൻ കടന്നു വരുന്ന മിദ്യാനെ ശക്തിക്കരുതേ ഹല്ലേലൂയ ഒരുവൻ എന്ന വണ്ണം എഴുന്നേറ്റ് പോരാടിയ ഒരു മനുഷ്യൻ. ഈ രാത്രികാലം വിശ്വസിച്ചോണം, നിന്നെ തകർത്ത് കളയുവാൻ, നിന്റെ കുടുംബത്തെ ഇല്ലായ്മയാക്കുവാൻ, നിന്റെ സഭയെ നാനാവിധമാക്കുവാൻ, നിനക്ക് വിരോധമായി ശത്രു ഒരുക്കുന്ന പലവിധ മേഖലകളുടെ അകത്തു നിന്ന് വിളിച്ചു പറയണം, ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ, ഞാൻ എന്റെ ഹല്ലേലൂയ സ്തോത്രം എനിക്കുള്ളതിനെ വിട്ടുകൊടുക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. എന്റെ കുടുംബത്തെ വിട്ടുകൊടുക്കത്തില്ല, എന്റെ കുഞ്ഞുങ്ങളെ വിട്ടുകൊടുക്കത്തില്ല, എനിക്കുള്ള യാതൊന്നിനെയും ഞാൻ വിട്ടുകൊടുക്കത്തില്ല. രാത്രികാലം വിശ്വസിക്കണം, വേറിട്ട് നിൽക്കുന്ന സ്വഭാവം. പ്രൈസ് ദി ലോർഡ്. എത്ര പേർ ഹല്ലേലൂയ ഈ ദൂതിന്റെ ആഴത്തിലേക്ക് കടന്നു വരും? ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന ചില മാതാപിതാക്കളോടായി പരിശുദ്ധാത്മാവ് പ്രാരംഭത്തിൽ തന്നെ ആലോചന അറിയിക്കുന്നു, നിന്റെ കുഞ്ഞുങ്ങളെ തൊടുവാൻ സ്തോത്രം, നിന്റെ കുടുംബത്തിനകത്ത് സ്വരച്ചേർച്ച ഇല്ലാതെ നിന്റെ കുടുംബത്തെ നാനാവിധമാക്കി കളയുവാൻ ശ്രമിക്കുന്ന ചില മിഥ്യാന ശക്തികൾക്കെതിരെ ഹല്ലേലൂയ ആത്മാവിൽ പോരെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് പറയണം, ഞാൻ വിട്ടുകൊടുക്കത്തില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. എന്റെ നന്മയെ നശിപ്പിക്കുവാൻ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കത്തില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ ആമേൻ പറഞ്ഞുകൊണ്ട് ദൈവത്തിന്, എനിക്കറിയത്തില്ല ഇന്ന് രാത്രികാലം കയറി ആരും നിരാശരായി ഇറങ്ങുവാൻ ദൈവം അനുവദിക്കുന്ന ആളുകളായി നിങ്ങളെ ഭാരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, നിങ്ങളെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങളുടെ അകത്ത് ഇന്ന് രാത്രികാലം വിടുതൽ സംഭവിച്ച് ഹല്ലേലൂയ സന്തോഷത്തോടെ ഹല്ലേലൂയ നിങ്ങൾ ഈ മീറ്റിംഗ് വൈൻഡപ്പ് ചെയ്യത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞുവല്ലോ, സ്തോത്രം, ഇസ്രായേലിലെ ഒറ്റൊരെണ്ണം സ്തോത്രം ഹല്ലേലൂയ മിദ്യാനെ ഭയപ്പെട്ട് ഇസ്രായേലിലെ ഹല്ലേലൂയ സ്തോത്രം ഒറ്റൊരെണ്ണം വെളിയിലിറങ്ങാതിരിക്കുന്ന സമയത്ത് തനിക്ക് സ്തോത്രം താൻ അധ്വാനിച്ചതിനെ, തന്റെ അധ്വാന ഫലത്തെ ശത്രു കൊണ്ടുപോകാതെ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ സൂക്ഷിച്ച ഒരുവന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്നു. ഈ രാത്രികാലം വിശ്വസിച്ചോണം, ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളെ, ഹല്ലേലൂയ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരം ദൈവസന്നിധാനത്തിൽ എത്തിക്കൊണ്ടിരിക്കുക. സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം. നിന്റെ വിഷയത്തിനോ നിന്റെ വിളവിന്റെ വിഷയത്തിനോ മാത്രമല്ല, ഹല്ലേലൂയ മുഴുവൻ ഇസ്രായേലിന്റെ വിഷയത്തിന് മറുപടി കൊടുക്കുവാൻ സർവശക്തൻ ചിലരെ ഉപയോഗിക്കാൻ പോകുക. ഹല്ലേലൂയ.
ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ലോർഡ്. യെബേസ് എന്നൊരു ദൈവ മനുഷ്യനെ കുറിച്ച് ഞാൻ ദൈവസന്നിധിയിൽ വായിക്കുവാനിടയായിത്തീർന്നു. യെബേസിന്റെ പ്രത്യേകത തന്റെ സഹോദരന്മാരെ പോലെ അല്ലായിരുന്നു അവൻ സഹോദരന്മാരെക്കാൾ മാന്യനായിരുന്നു. ഈ രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവജനത്തോടായി വിളിച്ചു പറയാം, നിങ്ങളെക്കാൾ വ്യത്യസ്തനാക്കുന്ന, നിങ്ങളുടെ സഹോദര വർഗത്തിൽ നിന്ന് നിങ്ങളെ വ്യത്യസ്തമാക്കുന്ന ഒരു ദൈവ സാന്നിധ്യം. പ്രൈസ് ലോർഡ്. വിശ്വസിച്ചോണം. ആ മനുഷ്യന്റെ പ്രാർത്ഥന വളരെ ശ്രദ്ധേയമാണ്. നീ നിശ്ചയമായി എന്നോട് കൂടി ഇരിക്കണം, നീ നിശ്ചയമായി എന്നെ അനുഗ്രഹിക്കണം. എനിക്കറിയത്തില്ല അങ്ങനെ പ്രാർത്ഥിക്കുന്ന, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, രാവ് വെളുക്കുന്നോടം വരെ അങ്ങനെ ദൈവത്തിൽ നിലവിളിക്കുന്ന ചില കുടുംബങ്ങളെ നോക്കി പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, അവൻ യാചിച്ചതിന്, അവൻ ചോദിച്ചതിന് യഹോവയായ ദൈവം കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ സഹോദരങ്ങളിൽ നിന്നെ വ്യത്യസ്തമാക്കുന്ന ദൈവ സാന്നിധ്യം ഇന്ന് രാത്രികാലം വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. നിന്റെ പ്രാർത്ഥനയ്ക്കുള്ള ചില മറുപടികൾ നിന്റെ കുടുംബത്തിനകത്തേക്ക് വെളിപ്പെടട്ടെ. നിന്റെ കണ്ണുനീരിനെ കണ്ടിട്ട് മറികടന്നു പോകുന്ന ദൈവത്തെയല്ല നാം വിളിക്കുന്നത്, നിന്റെ കണ്ണുനീരിന്റെ ആഴത്തെ അറിയുന്ന ദൈവത്തെ നാം വിളിക്കുന്നത്. ഒരു പക്ഷെ നമ്മുടെ ഭർത്താവിന് നാം കരയുന്ന വിഷയം അറിയായിരിക്കാം, പക്ഷെ നമ്മുടെ ഹൃദയത്തിന്റെ അകത്തിരിക്കുന്ന വേദനയുടെ ആഴം തിരിച്ചറിയുവാൻ മനുഷ്യരെ സൃഷ്ടികൾക്ക് ഒന്നും കഴിയാതിരിക്കുമ്പോൾ, സ്തോത്രം, ഉലകത്തിലെ ദൈവം, സ്തോത്രം, നമ്മുടെ ചെറുവിരൽ അണങ്ങണമെങ്കിൽ പോലും, ഹല്ലേലൂയ, ദൈവിക സാന്നിധ്യം മനസ്സിലാക്കിയെങ്കിൽ രാത്രികാലം വിശ്വസിക്കണമേ, എന്റെ കണ്ണിൽ നിന്ന് വീഴുന്ന ഓരോ കണ്ണുനീരിനും, പ്രൈസ് ദി ലോർഡ്, അതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കുവാൻ. ഗ്രേസി മിറാണ്ട, പ്രിയ മാതാവേ, പരിശുദ്ധാത്മാവ് ആലോചന അറിയിക്കുന്നത് ഇങ്ങനെയാണ്. നാളുകളായി, സ്തോത്രം, തലമുറയ്ക്ക് വേണ്ടി കരഞ്ഞുകൊണ്ടിരിക്കുക, തലമുറയ്ക്ക് വേണ്ടി ദൈവസന്നിധാനത്തിൽ നിലവിളിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, ശത്രു കൊണ്ടുപോകുവാൻ പലവരും ശ്രമിച്ചു. ഈ രാത്രികാലം വിശ്വസിച്ചോണം, ഹല്ലേലൂയ, അവനെ സ്തോത്രം നശിപ്പിച്ചു കളയുവാൻ, സ്തോത്ര, ദേശശക്തികൾ ഒരുപോലെ എഴുന്നേറ്റ് വന്നു. എന്നാൽ കരയുന്ന മാതാവിന്റെ പ്രാർത്ഥനയുടെ, ഹല്ലേലൂയ, മറുപടിയായി ഹല്ലേലൂയ, നിന്റെ പ്രാർത്ഥനയുടെ മറുപടിയായി ചിലതിനെയൊക്കെ ചുറ്റി പരിപാലിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം ഈ രാത്രികാലം മാതാവേ, ഹല്ലേലൂയ, കൂടാരത്തിനകത്തേക്ക് വെളിപ്പെട്ട് വരികയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആലോചനകൾ പലത് കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. കണ്ണുനീരിനുള്ള ചില മറുപടികൾ ദൈവസന്നിധാനത്തിൽ എത്തിയിട്ടുണ്ട്. എന്നാൽ ഈ രാത്രികാലം വിശ്വസിച്ചോണം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, തലമുറ എത്തിക്കാതെ വണ്ണം എവിടെയൊക്കെയോ അവനെ സ്തോത്രം, ആ മേഖലകളെ ഒതുക്കിയിടുന്ന ചില വ്യാപാരങ്ങളെ ഈ രാത്രികാലം പൊട്ടിക്കുന്ന ഒരു അഭിഷേകം പ്രിയ മാതാവിന്റെ ലൈഫിനകത്തേക്ക് വെളിപ്പെടട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൊണ്ടുപോകാൻ തുനിഞ്ഞിറങ്ങിയതാ മാതാവേ. ദൈവത്തിന്റെ ആത്മാവ് അങ്ങനെ തന്നെ പറയുന്നു, ലോകത്തുനിന്ന് നീക്കിക്കളയുവാൻ തുനിഞ്ഞിറങ്ങിയ, ഹല്ലേലൂയ, മേഖലകളുണ്ട്. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ്, സ്തോത്രം, ഒരു തീ ബദലായി ഒരു പ്രൊട്ടക്ഷൻ, അതെ, പ്രാർത്ഥനയുടെ കവചമായി വെളിപ്പെട്ട് നിന്നതുകൊണ്ട്, സ്തോത്രം, തൊടുവാൻ അവന് കഴിഞ്ഞില്ല. രാത്രികാലം വിശ്വസിച്ചോണം, ഹല്ലേലൂയ, ചില വാറ്റത്തങ്ങളൊക്കെ അതിന്റെ ഫുൾ പില്ലിലേക്ക് വരുന്ന, ഹല്ലേലൂയ, ചില ദിനരാത്രങ്ങൾ മുന്നിലുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ആലോചന അറിയിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. യെബേസ് തന്റെ, ഹല്ലേലൂയ, സഹോദരങ്ങളെക്കാൾ മാന്യനായിരുന്നു. ഹല്ലേലൂയ. പ്രത്യേകത ഇപ്രകാരമാണ്, നീ നിശ്ചയമായി എന്നോട് കൂടി ഇരുന്ന് എന്നെ അനുഗ്രഹിക്കുക മാത്രമല്ല എന്റെ അതിരെ വിസ്താരമാക്കണം. ഈ രാത്രികാലം അങ്ങനെ പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്റെ അതിരെ വിസ്താരമാക്കണം. ഞാൻ ഞെരുങ്ങിയിരിക്കുന്ന അവസ്ഥകൾക്കൊന്നും എനിക്കൊരു മാറ്റം തരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ ഒതുങ്ങിയിരിക്കുവാൻ, സ്തോത്രം, ഞാൻ ഇല്ലായ്മയായി തീരുവാൻ കാത്തിരിക്കുന്നവരുടെ മധ്യയിൽ നിന്ന് കർത്താവ് എനിക്കൊരു മാറ്റം തരണമെന്ന് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? അത് റിജോ തോമസ് ദിവസത്തിലായിരിക്കുന്ന കർത്താവിന്റെ ദാസനെ ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കുള്ള ചില മറുപടികൾ, ചില അതിരിനെ വിസ്താരമാക്കുവാൻ, അല്ലെങ്കിൽ ചില ഡേറ്റിനെ വിസ്താരമാക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് ആ കുടുംബത്തിനകത്തേക്ക് ഇറങ്ങി വരാൻ പോകുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. മുന്നോട്ട് നോക്കുമ്പോൾ ശൂന്യത വെളിപ്പെട്ട് നിൽക്കുന്നെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് ആലോചന അറിയിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. യെബേസ് പ്രാർത്ഥിച്ചതുപോലുള്ള ചില പ്രാർത്ഥനകൾ, പ്രൈസ് ദി ലോർഡ്, ദൈവത്തോട് ചോദിച്ച ചില അടയാളങ്ങൾ, ഹല്ലേലൂയ, ദൈവത്തോട് ചോദിച്ച ചില പ്രാർത്ഥനകൾ, ഹല്ലേലൂയ, രാത്രികാലം വിശ്വസിച്ചോണം, അതിനുള്ള ഉത്തരം, ഹല്ലേലൂയ, നീ എന്നോട് കൂടി ഇരിക്കുക മാത്രമല്ല നീ എന്റെ അതിരിനെ ഒന്ന് വിസ്താരമാക്കണം. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസൻ ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ പറയുന്നു, സ്തോത്രം, ഇറങ്ങിയപ്പോൾ വിശാലത ഉണ്ടായിരുന്നു, എന്നാൽ സ്തോത്രം, മുന്നോട്ട് നടക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഞെരുക്കം കടന്നു വരാൻ തുടങ്ങി. ഈ രാത്രികാലം വിശ്വസിക്കണമേ, ഹല്ലേലൂയ, ഞെരുക്കത്തിന്റെ അവസ്ഥയിൽ നിന്റെ കാലിനെ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, വിശാല സ്ഥലത്ത് കൊണ്ടെത്തുവാൻ, പ്രൈസ് ദി ലോർഡ്, ഞെരുക്കത്തിൽ നിന്ന് വിശാല സ്ഥലത്ത് കൊണ്ടെത്തിക്കുവാൻ എന്റെ ദൈവത്തിന്റെ പദ്ധതിയുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ആലോചന അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. റീഭാരക ശന്തരാധന ഘടകരധന റീബലവൈഡനാഥന ഘടകരധന ശന്തരാധന ഘടകരധന. ഹല്ലേലൂയ,
ഹല്ലേലൂയ. മറുപടി പറയേണ്ട പല സാഹചര്യത്തിലും ദൈവത്തിന്റെ ആത്മാവ് ഹല്ലേലൂയ അറിയിക്കുന്നത് ഇങ്ങനെയാണ്. സ്തോത്രം. ഹല്ലേലൂയ. തല കുനിക്കുവാൻ, സ്തോത്രം, തല താഴ്ത്തുവാൻ ശ്രമിച്ച പല വിഷയങ്ങളുടെ മധ്യേ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നാളും നാഴികയും തെറ്റാതെ, സ്തോത്രം, ഹല്ലേലൂയ, ദൈവം ചില മറുപടികളെ അയക്കാൻ പോകുക. സ്തോത്രം. വീടടക്കം ആനന്ദിക്കത്തക്ക നിലവാരത്തിൽ എന്തോ ഒരു വലിയ ലൈഫ് ചേഞ്ചിങ് ദൈവത്തിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആ കുടുംബത്തിനകത്തേക്ക് വെളിപ്പെടുന്നതിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഒരാൾക്കല്ല കർത്താവിന്റെ ദാസനെ, ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ പറയുന്നു, വീടടക്കം ആനന്ദിക്കത്തക്ക നിലവാരത്തിൽ എന്തോ ഒരു ദൈവികമാകുന്ന പദ്ധതി അതിനകത്ത് വെളിപ്പെടാൻ പോകുക. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നീ നിശ്ചയമായി എന്നോട് കൂടി ഇരുന്ന് എന്നെ അനുഗ്രഹിക്കുക മാത്രമല്ല എന്റെ അതിർ വിസ്താരമാക്കണം. അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരരുത്. അതെ, ഹല്ലേലൂയ. അനർത്ഥം കടന്നു വരുന്ന ചില മേഖലകൾക്കകത്ത്, സ്തോത്രം, വേദന കടന്നു വരുന്ന വേദനയ്ക്കകത്ത്, അതെ, ഹല്ലേലൂയ, സ്തോത്രം, ചില ഹല്ലേലൂയ പഴമക്കാർ പറയുന്നത് പോലെ, സ്തോത്രം, കണ്ണി കൊള്ളേണ്ടത് പിരികത്തിൽ കൊണ്ടുപോയെന്ന് പറയുന്നത് പോലെ, സ്തോത്രം, ചില വിഷയങ്ങളുടെ അകത്ത് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് നിന്നെ തൊടാതെ വെള്ളം കടന്നു പോകുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ചില ആക്സിഡന്റ് സ്പിരിറ്റുകളൊക്കെ ഇതിനകത്തുനിന്ന് ദൈവത്തിന്റെ ആത്മാവ് എടുത്തു നീക്കാൻ പോവുക. സ്തോത്രം. വിശ്വസിക്കണമേ, ചില ആക്സിഡന്റ് സ്പിരിറ്റുകൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ഹല്ലേലൂയ, സ്തോത്രം, കുടുംബങ്ങളെ വിട്ട് പരിശുദ്ധാത്മാവ് എടുത്തു നീക്കാൻ പോകുക. രാത്രികാലം വിശ്വസിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. അങ്ങനെ ആക്സിഡന്റിലൂടെ ഹല്ലേലൂയ അപകടം വരുത്തുവാൻ നോക്കുന്ന, സ്തോത്രം, അനർത്ഥം വരുത്തുവാൻ നോക്കുന്ന ചില മേഖലകൾ, ഹല്ലേലൂയ, പ്രാർത്ഥിക്കുന്നവരാണ്, ആരാധിക്കുന്നവരാണ്, എന്നാൽ സ്തോത്രം ഒരു പരിധി വരെ നമ്മളെ ഹല്ലേലൂയ വിട്ടുമാറാതെ പിന്തുടർന്ന് നിൽക്കുന്ന ചില അപകടത്തിന്റെ ശക്തികൾ ചില കുടുംബങ്ങളെ വിട്ട് പരിശുദ്ധാത്മാവ് നീക്കം ചെയ്യാൻ പോവാണെന്ന് ദൈവത്തിന്റെ ആത്മാവ് ആലോചന അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കാമോ? പ്രൈസ് ദി ലോർഡ്. എബേസ് പ്രാർത്ഥിച്ചതിന് ദൈവം കൊടുത്തു. അതുപോലെ തന്നെ ഹല്ലേലൂയ മോശയുടെ കൂടെ, സ്തോത്രം, ഹല്ലേലൂയ, 60 ലക്ഷം ആൾക്കാർ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെയാ പറയുന്നത്, ഹല്ലേലൂയ, സ്തോത്രം, മോശ പർവ്വതത്തിൽ കയറിയ യോശുവയും പർവ്വതത്തിൽ കയറും. സ്തോത്രം. ഹല്ലേലൂയ. എനിക്ക് സന്തോഷമുണ്ട് ദൈവമക്കളെ. ഞങ്ങൾ ദൈവസന്നിധാനത്തിൽ 7 ദിനക്കാലം ഉപവാസവും പ്രാർത്ഥനയും ഇരിക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ, സ്തോത്രം, ഞങ്ങളുമായിട്ട് സഹകരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ മുഖം കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. സ്തോത്രം. ഓരോ സമയങ്ങളും വിളിച്ച് സുഖവിവരങ്ങൾ അന്വേഷിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. രാവും പകലുമില്ലാതെ ദൈവരാജ്യത്തിന് വേണ്ടി, അതിന്റെ വ്യാപ്തിക്ക് വേണ്ടി ഓടുമ്പോൾ, സ്തോത്രം, യാത്രാമധ്യയും രാത്രിയും ഹല്ലേലൂയ പകലുമെന്ന് സമയമില്ലാതെ വിളിച്ച് ദൈവസന്നിധിയിൽ സുഖവിവരങ്ങൾ അന്വേഷിക്കുന്ന പ്രിയപ്പെട്ടവർ ഇതിനകത്തുണ്ട്. ഹല്ലേലൂയ. ആത്മീയ ഗൈഡൻസ് തരുന്ന നല്ല, സ്തോത്രം, മാതാപിതാക്കൾ ഇതിനകത്തുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് ആലോചന പറയുന്നു, ഹല്ലേലൂയ, യോശുവേ, നീ പർവ്വതത്തിൽ കയറിയത് വൃഥാവല്ല. പ്രൈസ് ദി ലോർഡ്. നീ ഉപവാസം ഇരുന്നത് വൃഥാവല്ല. ഹല്ലേലൂയ. നീ ആരാധിച്ചത് വൃഥാവല്ല. ഹല്ലേലൂയ. ഒരു കാലഘട്ടം കഴിയുമ്പോൾ, മോശയുടെ ശുശ്രൂഷ അവസാനിക്കുമ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, അവനെ എത്തിക്കുമെന്ന് പറഞ്ഞ വാഗ്ദത്തം അവർക്ക് വിഭാഗിച്ചു കൊടുക്കേണ്ടതിന് നിന്റെ മേൽ പകർന്നിരിക്കുന്ന അനോയിന്റ്മെന്റ് അത് മറ്റൊരു ലെവലാണെന്ന് ദൈവത്തിന്റെ ആത്മാവ് ആലോചന അറിയിക്കുന്നു. സ്തോത്രം. താഴ്വരയുടെ, സ്തോത്രം, മലയുടെ കീഴിൽ താഴ്വരയിൽ അസംഖ്യമാകുന്ന പാപത്തിന്റെ ഹല്ലേലൂയ മേഖലകൾ വെളിപ്പെട്ട് നിൽക്കുമ്പോൾ ഒരു മാത്രം വേറിട്ട് മലയുടെ മുകളിൽ കയറിയിരിക്കുക. സ്തോത്രം. മോശയോട് കൂടെ ഹല്ലേലൂയ പർവ്വതത്തിന്റെ ഹല്ലേലൂയ, സ്തോത്രം, മധ്യ ദൈവസന്നിധാനത്തിൽ സാന്നിധ്യത്തിൽ ഇരിക്കുക. ഈ രാത്രികാലം അങ്ങനെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ചില കുടുംബത്തോടായി പരിശുദ്ധാത്മാവ് ആലോചന അറിയിക്കുന്നു. നീ കയറിയതും ദൈവസന്നിധിയിൽ ഇരുന്നതും ഹല്ലേലൂയ ദൈവസന്നിധിയിലുള്ള കൂട്ടായ്മയും വെറുതെ ആകത്തില്ലെന്ന് ഈ രാത്രികാലം ചില കുടുംബങ്ങളെ നോക്കി പരിശുദ്ധാത്മാവ് ആലോചന അറിയിക്കുന്നു. സ്തോത്രം. സന്തോഷമുള്ളവരൊന്ന് കർത്താവിനെ ഹല്ലേലൂയ പറയാമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. എത്ര പേർക്ക് ഇന്ന് രാത്രികാലം പ്രാപിക്കണമെന്ന് ആഗ്രഹമുണ്ട്? എനിക്കറിയത്തില്ല. ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ ഒരു ഹല്ലേലൂയ, സ്തോത്രം, നിങ്ങളെ കൊണ്ടൊന്ന് വല്ലാതെ ഞെരുക്കത്തിനകത്തേക്ക്, സ്തോത്രം, ഹല്ലേലൂയ, എവിടെയൊക്കെയോ, സ്തോത്രം, വരിഞ്ഞു മുറുക്കി ഞെരുക്കത്തിന്റെ ഒരു മേഖല ഘടകത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നതായ ഒരു മേഖല പരിശുദ്ധാത്മാവ് ഈ രാത്രികാലം അതിനെ പൊട്ടിച്ചോണം. അതെ, ഹല്ലേലൂയ. തിരുവചനം ഇങ്ങനെയാ പറയുന്നത്, ചിലതിനെ പൊട്ടിച്ച് നാം തന്നെ എറിയണം. ഹല്ലേലൂയ. ചിലത് സ്വതവേ അഴിഞ്ഞു മാറും, ചിലത് പൊട്ടിച്ച് ഹല്ലേലൂയ നാം തന്നെ പൊട്ടിച്ചു കളയും. ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറഞ്ഞു, ആര് കെട്ടിയോ അവനെ കൊണ്ട് തന്നെ ദൈവം അഴിപ്പിക്കും. ഈ രാത്രികാലം വിശ്വസിച്ചോണം, നിന്നെ കെട്ടുവാൻ ആര് മുൻകൈ എടുത്തോ അവനെ കൊണ്ട് തന്നെ അഴിപ്പിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം ഇതിനകത്ത് വെളിപ്പെടാൻ പോകുക. സ്തോത്രം. ഹല്ലേലൂയ. ഇതുവരെ നാം ദൈവസന്നിധാനത്തിൽ ഇരുന്നത് പോലല്ല, ഇതുവരെ നാം ദൈവസന്നിധിയിൽ ഹല്ലേലൂയ നിലവിളിച്ചതുപോലല്ല, ഈ രാത്രികാലം അസാധാരണമാകുന്ന ഒരു ദൈവിക പർപ്പസിലേക്ക്, മറ്റു ചില സ്തോത്രം ശുശ്രൂഷയുടെ പുതിയ ലെവലിലേക്ക് ഈ രാത്രികാലം ദൈവത്തിന്റെ ആത്മാവ് ചിലതിനെ മാറ്റാൻ പോവുക. നമുക്ക് വേഗം വായിക്കാം. സ്തോത്രം. 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം ഇപ്രകാരമാണ്, അവൻ, സ്തോത്രം, ഹല്ലേലൂയ, ഞങ്ങളെ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷക്കാരാകുവാൻ പ്രാപ്തരാക്കി. ശ്രദ്ധിക്കണമേ, അവൻ ഞങ്ങളെ പുതു നിയമത്തിന്റെ ശുശ്രൂഷക്കാരാക്കുവാൻ പ്രാപ്തരാക്കി. ഹല്ലേലൂയ. സ്തോത്രം.
ആ ശുശ്രൂഷയുടെ പ്രത്യേകത ഇപ്രകാരമാണ്. അത് സ്തോത്രം അക്ഷരത്തിന്റെ ശുശ്രൂഷയല്ല, സ്തോത്രം അത് ആത്മാവിന്റെ ശുശ്രൂഷയാ. ഇത് വിളിച്ചു പറയുന്നത് പൗലോസാണ്. ഈ വാക്യം വളരെ ശ്രദ്ധേയമാണ്. സ്തോത്രം പുതുനിയമത്തിനൊരു ശുശ്രൂഷ ഉണ്ടെങ്കിൽ സ്തോത്രം പഴയ കാലഘട്ടത്തിൽ കഴിഞ്ഞു പോയൊരു ശുശ്രൂഷയുടെ ലെവലുണ്ട്. ഈ രാത്രികാലം വിശ്വസിക്കണം, പഴയ കാലഘട്ടത്തിൽ വെളിപ്പെട്ട് നിന്നൊരു ശുശ്രൂഷയുടെ നേതാവുണ്ടായിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു അടിമ ചെറുക്കനായിട്ടാണ്, അല്ലെങ്കിൽ സ്തോത്രം ഒരു അടിമ സ്തോത്രം ബാലനായിട്ട് ജനിച്ചവൻ, സ്തോത്രം രാജകുമാരനായിട്ട് ബാല്യം കഴിച്ചു കൂട്ടിയ വ്യക്തി, ഹല്ലേലൂയ ഇടയനായിട്ട് യൗവനം തീർത്തു കൊടുത്ത വ്യക്തി, സ്തോത്രം തന്റെ വാർദ്ധക്യ ദശയിലേക്ക് എത്തിയപ്പോൾ ഒരു നേതാവായി ഉയർത്തപ്പെട്ടു. ഈ രാത്രികാലം വിശ്വസിച്ചോണം, നീ ജനിച്ചതൊരു അടിമയായിക്കോട്ടെ, ഹല്ലേലൂയ നിന്റെ ബാല്യം മറ്റൊരു തലത്തിലും ആയിക്കോട്ടെ, സ്തോത്രം, എന്നാൽ ഹല്ലേലൂയ നിന്റെ സമയം തീർന്നു എന്ന് പറയുന്നിടത്ത് ദൈവം എവിടെയൊക്കെയോ എന്തൊക്കെയോ ചെയ്യാൻ പോകുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, നിന്റെ സമയം തീർന്നു എന്ന് പറയുന്നിടത്ത് പരിശുദ്ധാത്മാവ് എന്തൊക്കെയോ റീസ്റ്റാർട്ട് ചെയ്യാൻ പോകുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഇതിന് മുൻതൂക്കം കൊടുക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ തന്നെ പറയുന്നു, എവിടെയൊക്കെയാണ് നിന്നെ അസ്തമിപ്പിക്കാൻ തുടങ്ങുന്നത്, എവിടെയൊക്കെയാണ് നിനക്ക് ബൈ പറയുവാനുള്ള നേരം വന്നത്, ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ പറയുന്നു, നിന്റെ സമയം തുടങ്ങാൻ പോകുക. ചിലരെ നോക്കി ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു, നിന്റെ ശുശ്രൂഷ ആരംഭിക്കാൻ പോകുക. അതെ, നിന്റെ സമയം തുടങ്ങാൻ പോവുക. ദൈവസന്നിധാനത്തിൽ നിന്റെ സമയത്തിന് ഹല്ലേലൂയ സ്തോത്രം നോ പറഞ്ഞെടുത്ത് ദൈവം പറയുന്നു, ഹല്ലേലൂയ നിന്റെ സമയം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷമുള്ളവർ കരങ്ങളെ ഉയർത്തി കർത്താവിനെ ഹല്ലേലൂയ പറഞ്ഞേ. നിങ്ങളുടെ കുടുംബത്തിനകത്ത് വിളിച്ചു പറ, ഇതുവരെ ശത്രു എന്നെ ഞെരുക്കി, അതെ ഇതുവരെ ശത്രു എന്നെ ഒടുക്കുവാൻ നോക്കി, എന്നാൽ ഈ രാത്രികാലം ഞാൻ വിശ്വസിക്കുന്നു എന്റെ ദൈവം എന്നെ ഉയർത്താൻ പോവുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ഞെരുങ്ങിയെടുത്ത് ഹല്ലേലൂയ ഞാൻ ഇല്ലായ്മയായി തീരുമെന്ന് അവൻ പറഞ്ഞെടുത്ത് ഞാൻ എഴുന്നേൽക്കാൻ പോവുക. നിങ്ങൾക്ക് ആ വാക്യം ശ്രദ്ധിച്ചോണം. ഹല്ലേലൂയ അവനൊരു സ്തോത്രം അടിമ ബാലനായിട്ടാണ് ജനിച്ചത് മോശ. സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ കാലം ഇങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ അവനെ ഒളിപ്പിച്ചു വെക്കാൻ കഴിയാത്തൊരു സീസൺ വെളിപ്പെട്ടപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു, അടിമയുടെ ഭവനത്തിൽ നിന്ന് രാജകൊട്ടാരത്തിലേക്ക് അവനൊരു എൻട്രി കൊടുക്കുക. ദൈവത്തിന്റെ ആത്മാവ്, അതെ ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു, ചിലരുടെ ഭാവിക്കകത്ത് ദൈവം ഹല്ലേലൂയ ഒരു പ്രൊമോഷനെ വെളിപ്പെടുത്തുന്ന നിമിഷങ്ങളാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. സ്വന്തം ചില നിമിഷങ്ങളാണ് നിങ്ങളുടെ മുന്നിലുള്ളത്, അതെ ചില ദിവസങ്ങളാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. വിശ്വസിച്ചോണം. ഹല്ലേലൂയ. അജോമൻ കർത്താവിന്റെ നിങ്ങൾ വിശ്വസിക്കണം. ഹല്ലേലൂയ ഇതുവരെ ഒഴുകിയതുപോലല്ല, ഇതുവരെ നിങ്ങൾ ഹല്ലേലൂയ സ്തോത്രം നടന്നതുപോലല്ല, ഇതുവരെ നിങ്ങൾ ചലിച്ചതുപോലല്ല. ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, ഒരു ഡയറക്റ്റ് എൻട്രി, ഹല്ലേലൂയ ഒരു പ്രൊമോഷൻ, സ്തോത്രം, ഹല്ലേലൂയ നിങ്ങളുടെ ലൈഫിനകത്ത് തന്നെ പരിശുദ്ധാത്മാവ് നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ആലോചന അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷമുള്ളവർ കരങ്ങളെ ഉയർത്തി കർത്താവിനെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, സ്തോത്രം ഒരു അടിമയായിട്ട് ജനിച്ച് ഊഴിയവേലയ്ക്ക് സ്തോത്രം അടിമ ജോലി ചെയ്യണമെന്ന് സ്തോത്രം ഹല്ലേലൂയ മുൻകൂട്ടി ജനിച്ചവൻ ജനിച്ചപ്പോഴേ കൊല്ലണമെന്ന് ഹല്ലേലൂയ പദ്ധതിയിട്ട് ഒരു രാജ്യം തന്നെ തനിക്ക് വിരോധമായി വെളിപ്പെട്ട് നിന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു, എവിടെ തന്നെ ഒടുക്കുവാൻ നോക്കിയോ, എവിടെ തന്നെ തളർത്തുവാൻ നോക്കിയോ, എവിടെ അവനെ ഹല്ലേലൂയ ഇല്ലായ്മയാകാൻ നോക്കിയോ, അവിടെ ഹല്ലേലൂയ അതെ നൈലിന്റെ ആഴത്തിന്റെ സ്തോത്രം ആഴയുടെ അടിത്തട്ടിലേക്ക് ഇറങ്ങിപ്പോകേണ്ടുന്നവനെ സ്തോത്രം നൈലിലെ ഒരു തുള്ളി വെള്ളം തൊടാതെ പെട്ടകത്തിനകത്ത് കാത്തു പരിപാലിച്ചെങ്കിൽ ദൈവത്തിന്റെ ആലോചന ഇപ്രകാരം വിളിച്ചു പറയുന്നു, നിനക്ക് വിരോധമായുള്ള ചില കൈയെഴുത്തുകളെ നീക്കിക്കളഞ്ഞ് ദൈവം നിന്നെ ചില പദവിയിലേക്ക് കൊണ്ടെത്തിക്കുന്ന ദിവസങ്ങൾ മുന്നിലുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഇവിടെ വചനം പറയുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ ലൈഫുമായിട്ട് നാം ഒന്ന് താരതമ്യപ്പെടുത്തി നോക്കിക്കേ. പലപ്പോഴും ഒരു കാലഘട്ടം നമുക്ക് സന്തോഷത്തിൻ്റെതായിരിക്കാം, എന്നാൽ സ്തോത്രം തുടരെ കടന്നു വരുന്ന ചില വേദനയുടെ അവസ്ഥകൾ. ഹല്ലേലൂയ. വിശ്വസിക്കണം ദൈവമക്കളെ, ഈ രാത്രികാലം വലിയൊരു ചേഞ്ച് ഹല്ലേലൂയ ചിലരുടെ ലൈഫിനകത്തേക്ക് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്താൻ പോകുക. സ്തോത്രം. ഇതുവരെ അനുഭവിക്കുന്നതിനേക്കാൾ ഉപരി ദൈവികമാകുന്ന ഒരു വലിയൊരു ചേഞ്ച് ചില കുടുംബത്തിനകത്തേക്ക് ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്താൻ പോകുക. ഈ രാത്രികാലം നിങ്ങൾ വിശ്വസിക്കണം. ഹല്ലേലൂയ. നമ്മുടെ സൂമിനകത്ത് അല്പമല്ലാത്ത പ്രയാസങ്ങൾ നേരിട്ടു. നമുക്ക് സ്തോത്രം ഹല്ലേലൂയ വരുന്ന എല്ലാവരെയും പ്രൊമോട്ട് സ്തോത്രം അക്സെപ്റ്റ് ചെയ്ത് വിടുന്ന ഒരു സ്തോത്രം ഒരു മേഖല ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ ഇപ്പൊ നമുക്ക് വളരെ സ്തോത്രം പരിമിതമാണ്. എന്നാൽ ഈ പരിമിതിക്ക് അകത്ത് നിന്നുകൊണ്ടും ദൈവത്തിന്റെ ആത്മാവ് ദൈവശബ്ദം കേൾക്കുവാൻ അച്ഛിച്ചിരിക്കുന്നവരോടായി ദൈവത്തിന്റെ ആലോചന വിളിച്ചു പറയുന്നു, 2024 നീ കണ്ട വേദനകൾ, 2024 നീ അനുഭവിച്ച കണ്ണുനീരുകൾ, 2024 നീ അനുഭവിച്ച സ്തോത്രം ചില സ്തോത്രം ഹല്ലേലൂയ തുടരെയുള്ള ചില പ്രത്യാഘാതങ്ങൾ 2025 നീ കാണത്തില്ല. ഇത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. വിശ്വസിച്ചോണം. 2025 നിങ്ങളെ അങ്ങനെ റിസീവ് ചെയ്യണം. ഹല്ലേലൂയ ഒരു സ്തോത്രം ഒരു അനുഗ്രഹത്തിന്റെ വർഷമായി അത് മാറുവാൻ ഈ രാത്രികാലം സ്തോത്രം ചില കുടുംബത്തിനകത്തേക്ക് ഒരു ദൈവിക സാന്നിധ്യം വെളിപ്പെട്ടു വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
സന്തോഷമുള്ള ഒരു കർത്താവിനെ സ്തുതിച്ചാട്ടെ. രാത്രികാലം വിശ്വസിക്കണമേ, സ്തോത്രം, ഒരു ശുശ്രൂഷ തുടങ്ങുന്ന, സ്തോത്രം, ഒരു വ്യക്തി ജനിച്ചത് അങ്ങനെയാണ് സംഭവിച്ചത്. എന്നാൽ നമുക്ക് വേഗം പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം കടന്നു വരുമ്പോൾ ഇപ്രകാരമാണ് കാണുന്നത്. ഹല്ലേലൂയ. ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരു അനോയിന്റ്മെന്റ്, ഒരു സ്തോത്രം, ഒരു ദൗത്യം മറ്റൊരു വ്യക്തിയിലേക്ക് വെളിപ്പെടുകയാണ്. എവിടെയാണ്? പഴയ നിയമത്തിന്റെ ശുശ്രൂഷ അവിടെ ആരംഭിക്കുക. എങ്ങനെയാണ്? മോശെ എന്ന് പറയുന്ന ദൈവമനുഷ്യൻ ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബോളം, സ്തോത്രം, മരുഭൂമിക്കപ്പുറം ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബോളം ഹല്ലേലൂയ തനിക്ക് നൽകപ്പെട്ട ആടുകളുമായി എത്തിയ സമയത്ത്, സ്തോത്രം, ആ സമയത്ത് അവിടെ മുൾപ്പടർപ്പ് നിന്ന് കത്തുന്നത് കണ്ടു. എന്നാൽ മുൾപ്പടർപ്പ് വെന്തു പോകാത്തൊരു നിലവാരം, സ്തോത്രം, അതിനകത്ത് വെളിപ്പെട്ടു. ഈ രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവജനമേ, സ്തോത്രം, ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബോളം ചെന്നപ്പോൾ മുൾപ്പടർപ്പ് നിന്ന് കത്തുന്ന ഒരു ദൈവിക കാഴ്ച അവിടെ കാണുക. ഈ രാത്രികാലം വിശ്വസിച്ചോണം, നീ കണ്ട ദർശനങ്ങൾ ഹല്ലേലൂയ അതിന്റെ സമാപ്തിയിലേക്ക് എത്തിപ്പെടുകയാണ്. ഷീനായസ് ദൈവത്തിന്റെ ആത്മാവ് ആലോചന അറിയിക്കുന്നു. വിശ്വസിക്കണം കർത്താവിന്റെ ദാസി, നീ കണ്ട് മറന്നുപോയ ചില ദർശനങ്ങൾ, അതെ ഹല്ലേലൂയ, സ്തോത്രം, നാളും നാഴികയും തെറ്റാതെ വണ്ണം ദൈവികമാകുന്ന ചില ദർശനങ്ങൾ, ദൈവത്തിൻ്റെതാകുന്ന ചില പദ്ധതികൾ, ഹല്ലേലൂയ, സ്തോത്രം, അതിന്റെ ഫുൾഫില്ലിലേക്ക് എത്താൻ പോവാണെന്ന് പരിശുദ്ധാത്മാവ് ആലോചന അറിയിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. വിശ്വസിക്കാമോ? ഹല്ലേലൂയ, സ്തോത്രം, കർത്താവിന്റെ ദാസി, ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ചില വേദനകൾ, ഹല്ലേലൂയ, കണ്ണുനീരിന്റെ ചില അവസ്ഥകൾ ലൈഫിനകത്ത് കടന്നു വന്നു. സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, അവിടെയൊക്കെ പല സമയവും ദൈവസന്നിധാനത്തിൽ പ്രാർത്ഥിച്ചു. സ്തോത്രം, അർദ്ധരാത്രിയെ പകലുപോലെ ദൈവത്തിന്റെ സന്നിധി നിലവിളിച്ചു. സ്തോത്രം, അറിയാവുന്നവരോട് പലരോടും പ്രാർത്ഥനാ വിഷയങ്ങൾ പങ്കുവെച്ചു. സ്തോത്രം, ആശ്വാസം കിട്ടുവാൻ പല, സ്തോത്രം, മേഖലകൾ തേടി. എന്നാൽ ദൈവത്തിന്റെ ആലോചന അറിയിക്കുന്നു, ഹാഗാറിന് വേണ്ടി സ്തോത്രം, മരുഭൂമിക്കകത്തൊരു നീറുറവ തുറന്നു കൊടുത്തതുപോലെ കർത്താവിന്റെ ദാസി, ഒരിക്കലും പറ്റാത്തൊരു നീറുറവ നിനക്ക് വേണ്ടി ദൈവത്തിന്റെ ആത്മാവ് തുറക്കാൻ പോകുക. ഈ രാത്രികാലം വിശ്വസിച്ചോണം, നിന്റെ പ്രാർത്ഥനയ്ക്ക്, ചില പ്രാർത്ഥനയ്ക്ക് മറുപടി തന്ന്, സ്തോത്രം, ഹല്ലേലൂയ, കണ്ണുനീരോടെ ദൈവസന്നിധാനത്തെങ്കിൽ അപേക്ഷിക്കുന്ന ചില വിഷയങ്ങളുടെ അകത്ത്, എനിക്കറിയത്തില്ല ദൈവത്തിന്റെ ദാസി, 2025 നിങ്ങൾക്ക് ഒരു ഷിഫ്റ്റിംഗ് ഉണ്ടെന്ന് പരിശുദ്ധാത്മാവ് ആലോചന അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മറ്റൊരു സ്ഥലത്തേക്ക്, മറ്റൊരു മേഖലയിലേക്ക് നിന്നെ കൊണ്ട് എത്തിക്കുമെന്ന്, അതെ, ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബിലോളം, സ്തോത്രം, അങ്ങനെ ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ കാണിക്കുന്ന ഇത്രോവിന്റെ വീടും പരിസരവും വിട്ട്, ഹല്ലേലൂയ, ദൈവത്തിന്റെ പർവ്വതമാകുന്ന ഹോരേബ് വരെ നിന്നെ കൊണ്ട് എത്തിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം വെളിപ്പെടാൻ പോകുക. സ്തോത്രം, നീ അനുഭവിച്ചു വന്നതും, ഹല്ലേലൂയ, നീ പരിചയിച്ചു വന്നതുമായ ചില സാഹചര്യങ്ങൾ നിന്റെ പിറകിൽ എറിഞ്ഞുകൊണ്ട്, സ്തോത്രം, മുന്നിൽ വെച്ചിരിക്കുന്ന പുതിയൊരു ചില, സ്തോത്രം, എന്താ പറയുന്നത്, പുതിയൊരു ദൗത്യത്തിലേക്ക് നീ നടന്നെടുക്കുന്ന ദിനരാത്രങ്ങൾ നിന്റെ മുമ്പിലുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ആലോചന അറിയിക്കുന്നു. വിശ്വസിച്ചോണം, ഹല്ലേലൂയ, ദൈവം ഒരു വാതിൽ തുറന്ന് അതിലൂടെ പ്രവേശിച്ചോണം. സംശയം ഒട്ടുമില്ലാതെ ദൈവം ചില വാതിലുകൾ തുറക്കും, അതിലൂടെ മുന്നോട്ട് പോകണമെന്ന് പരിശുദ്ധാത്മാവ് ആലോചന അറിയിക്കുന്നു. ഹല്ലേലൂയ. സന്തോഷമുള്ളവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. നിങ്ങൾ വിശ്വാസത്തോടെ ഇരിക്കണം. എനിക്കറിയത്തില്ല, സ്തോത്രം, വിടുതല വെളിപ്പെടുമ്പോൾ ശത്രു അവിടുന്ന് ഇവിടുന്നൊക്കെ പൊങ്ങും. അതെ, നിങ്ങൾ, സ്തോത്രം, ദൈവികമാകുന്ന വാറ്റത്വത്തെ മുറുകെ പിടിച്ചോണം. ദീപ്തി അഹിൽ ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു, ഹല്ലേലൂയ, സ്തോത്രം, നിങ്ങൾക്ക് ഒരു വിടുതല വരുന്ന സമയത്ത് ശത്രു അവിടുന്ന് ഇവിടുന്നൊക്കെ പൊങ്ങും. ഹല്ലേലൂയ. വിശ്വസിക്കണം കർത്താവിന്റെ ദാസി, എന്തൊക്കെയോ വലിയ മാറ്റം ആ കുടുംബത്തിനകത്തേക്ക് വെളിപ്പെടാൻ പോകുക. അതെ, സ്വന്തമായി മറ്റെന്തോ നിങ്ങൾക്ക് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ കരത്തിൽ നിന്ന് നിങ്ങളെ മാനിക്കുന്ന, സ്തോത്രം, ഹല്ലേലൂയ, ഒരു മേഖല ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു, സ്തോത്രം, കാണിക്കുമ്പോൾ വിശ്വസിക്കുക. ഹല്ലേലൂയ, നിങ്ങളെ ഞെരുക്കുന്ന, നിങ്ങളെ ഭയപ്പെടുത്തുന്ന, നിങ്ങളെ ഭീതിപ്പെടുത്തുന്ന ഹല്ലേലൂയ, എവിടെയൊക്കെയോ മനസ്സിന്റെ അകത്ത് ഉള്ളറകളിൽ, ഹല്ലേലൂയ, സ്തോത്രം, വെളിപ്പെട്ട് നിൽക്കുന്ന ചില ഭയത്തിന്റെ അന്തരീക്ഷങ്ങൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആ സിസ്റ്ററെ വിട്ട് വഴിമാറട്ടെ. ഹല്ലേലൂയ. കർത്താവേ, നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചോണം. നിങ്ങൾ കേട്ട വാഗ്ദത്തങ്ങൾ, സ്തോത്രം, നിങ്ങൾ കേട്ട, ഹല്ലേലൂയ, ദൈവശബ്ദങ്ങൾ അതിന്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നെന്ന്, സ്തോത്രം, ദൈവത്തിന്റെ ആത്മാവ് ആലോചന അറിയിക്കുമ്പോൾ, സ്തോത്രം, എവിടെയോ എന്തൊക്കെയോ വിട്ടുപോയതുപോലെ, അതെ, പൂരിപ്പിക്കാൻ വിട്ടുപോയതുപോലെ, സ്തോത്രം, ഹല്ലേലൂയ, ഫില്ലാക്കി വെക്കുവാൻ വിട്ടുപോയതുപോലെ ചില മേഖലകൾ കാണിക്കുന്നുണ്ട്. എന്നാൽ വിശ്വസിക്കുക, അതെല്ലാം ദൈവത്തിന്റെ ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി പരിശുദ്ധാത്മ പൂരിപ്പിക്കാൻ പോവുക. സ്തോത്രം, കർത്താദാസി, നിങ്ങൾക്ക് ചില മേഖലകളെ, ഹല്ലേലൂയ, ദൈവത്തിന്റെ ആത്മാവ് വേർതിരിക്കാൻ പോവുകയാണെന്ന് പരിശുദ്ധാത്മാവ് ആലോചന അറിയിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം, ഈ സ്തോത്രം വചനമൊന്ന് ഞാൻ ക്ലിയർ ചെയ്തോട്ടെ. ഇപ്രകാരമാണ്, അബ്രഹാമിന്റെ ഭവനത്തിൽ നിനക്ക് ഓഹരിയുണ്ട്, പക്ഷേ ഓഹരി നിനക്ക് കിട്ടത്തില്ല. സ്തോത്രം, നിന്നെ, ഹല്ലേലൂയ, സ്തോത്രം, ഓഹരിക്കകത്തൊന്ന് പറഞ്ഞു വിട്ടെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു, സ്തോത്രം, അബ്രഹാമിന്റെ ഓഹരി അല്ല നിന്റെ ഓഹരി. സ്തോത്രം, മരുഭൂമിക്കകത്ത് നിനക്ക് വേണ്ടി നീരുറവ തുറന്നു തന്ന്, ഹല്ലേലൂയ, ഹല്ലേലൂയ, നീ ആരാണെന്ന് വെളിപ്പെടുത്തുവാൻ എന്റെ ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. അതിന്റെ കണ്ണുനീരിനെ കണ്ട്, സ്തോത്രം, നിന്റെ വേദനയെ കണ്ട്, കർത്താവിന്റെ ദാസി വിശ്വസിച്ചോളം, നിങ്ങളുടെ, സ്തോത്രം, നിങ്ങൾക്ക് വേണ്ടി പുതിയൊരു വഴി പരിശുദ്ധാത്മാവ് തുറക്കാൻ പോകുക. സ്വന്തമായതിലേക്ക് നിങ്ങൾ പ്രവേശിക്കാൻ പോവാണെന്ന് പരിശുദ്ധാത്മാവ് ആലോചന അറിയിക്കുന്നു. എനിക്ക് വ്യക്തിപരമായി അറിയത്തില്ല, എന്നാലും ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ പറയുന്നു, സ്തോത്രം, സ്വന്തമായതിലേക്ക്, റീവാന ശന്തര വൈഡനാഥന ഘടകരധന അന്തരാധന ഘടക, സ്വന്തം
ശ്രേഷ്ഠമായതിലേക്ക് നിങ്ങൾ പ്രവേശിക്കാൻ പോകുക. അതെ, ഓഹരി കിട്ടേണ്ടിടത്തൊന്നും കിട്ടുവാൻ സാധ്യതയില്ലാത്തടത്തുനിന്നും ദൈവത്തിന്റെ പറയും ഒരു സാധ്യതയില്ലാത്തടത്ത് വേരുറപ്പിക്കുവാൻ, Praise the Lord. ഉറപ്പിക്കുവാൻ എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഈ രാത്രികാലം വിശ്വസിച്ചോണം, അവൻ അത് ചെയ്യുക തന്നെ ചെയ്യും. എത്ര പേർക്ക് സന്തോഷമുണ്ട്? നിങ്ങളുടെ കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. ഈ മീറ്റിംഗ് സ്തോത്രം ഞാനും സ്തോത്രം അനി ബേബി പാസ്റ്ററും മാത്രം നടത്തുന്ന മീറ്റിംഗ് അല്ല. സ്തോത്രം എനിക്കറിയാം. ഹല്ലേലൂയ, കൂടെ ഇരുന്ന് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ഇതിനകത്തുണ്ട്. അവർക്ക് വേണ്ടിയുള്ള ദൈവിക പദ്ധതികളാണ് ഇവിടെ ഹല്ലേലൂയ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ രാത്രികാലം വിശ്വസിക്കണമേ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി തരുവാൻ എന്റെ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, നിങ്ങൾ ഇവിടെ കാലുകൊത്തരുത്. ഹല്ലേലൂയ, ഞങ്ങളെ ഞങ്ങളുടെ പിഞ്ചു വൈദങ്ങളെയും സ്തോത്രം ഹല്ലേലൂയ തട്ടിക്കളയുമെന്ന് വെല്ലുവിളിച്ചെടുത്ത് ഉറപ്പോടെ ദൈവം ഞങ്ങളെ നിർത്തിയെങ്കിൽ, അതെ, പച്ച മലയാളത്തിൽ അങ്ങനെ തന്നെ പറഞ്ഞു, നിങ്ങൾ ഇവിടെ കടന്നു വരും, നിങ്ങളെ കടന്ന നിങ്ങളും നിങ്ങളുടെ പിഞ്ചു വൈദങ്ങളെയും ഹല്ലേലൂയ ലോകത്തോട് വിട പറയേണ്ടി വരുമെന്ന് പറഞ്ഞെടുത്ത് ദൈവം ഞങ്ങളെ ഉറപ്പിച്ചെങ്കിൽ, ഹല്ലേലൂയ ദൈവത്തിന്റെ ദൗത്യവുമായി ദൈവം ഞങ്ങളെ നിർത്തിയെങ്കിൽ, ായി എന്നെ കേൾക്കുന്ന ദൈവജനത്തോടായി വിളിച്ചു പറയാം, സ്തോത്രം, നാം ജീവിക്കുന്ന നോർത്ത് ഇന്ത്യയിലല്ല, കേരളത്തില്. എന്നാൽ ദൈവത്തിന്റെ ആത്മ വിളിച്ചു പറയുന്നത് ഇങ്ങനെയാ, സ്തോത്രം, തല പോയാലും വേണ്ടില്ല ദൈവവചനം ഹല്ലേലൂയ ലോകമെമ്പാടും അറിയിക്കണമെന്ന്, സ്തോത്രം ഹല്ലേലൂയ ഒരു വാറ്റത്വം നമ്മുടെ തലമേൽ കിടക്കുന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ ഒരു വാക്യം ഞാൻ പറയട്ടെ, സ്തോത്രം ഹല്ലേലൂയ ഫെലിസ്ത്യ ദേശത്ത് ദൈവത്തിന്റെ പെട്ടകം വന്നു. ഹല്ലേലൂയ, ആ പെട്ടകത്തെ മടക്കി അയക്കുന്നത് എങ്ങനെയാ? സ്തോത്രം, കറവിയുള്ള 2 പശുക്കൾ, സ്തോത്രം, അതിന് കുഞ്ഞുങ്ങൾ ഉണ്ടായിരിക്കാം. ഇന്ന് രാത്രികാലം ചിലരുടെ മേൽ നിയോഗം കത്താൻ പോകുക. എനിക്കറിയത്തില്ല, കേറിയവരുടെ മേൽ ദൈവത്തിന്റെ നിയോഗം കത്താൻ പോകുക. വചനം കേൾക്കാനല്ല നിങ്ങളെ വിളിച്ചത്, സ്തോത്രം, ദൈവത്തിന് വേണ്ടി എന്തൊക്കെയോ ചെയ്യാൻ വേണ്ടിയാ. ഹല്ലേലൂയ, വിശ്വസിക്കണമേ, കറവയുള്ള 2 പശുക്കൾ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എന്നാൽ പെട്ടകം എന്ന നിയോഗം തന്നെ, സ്തോത്രം ഹല്ലേലൂയ, ഈ പശുക്കളുടെ മേൽ വന്നപ്പോൾ, സ്തോത്രം ഹല്ലേലൂയ, നടക്കേണ്ടുന്ന വഴി അവൻ നടന്നു തുടങ്ങി. ഈ രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവജനമേ, നിയോഗം വന്നപ്പോൾ നീ നടക്കേണ്ടുന്ന വഴി പെട്ടകം നിനക്ക് കാണിച്ചു തരാൻ പോവുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം, നീ സഞ്ചരിക്കേണ്ടുന്ന പാത പെട്ടകം നിനക്ക് കാണിച്ചു തരാൻ പോകുക. നിനക്കറിയാമോ, ഇസ്രായേൽ എന്ന് പറയുന്ന ദൈവത്തിന്റെ യെബൂസ്യ മേഖലകളിനകത്തേക്ക് പെട്ടകം എത്തിയപ്പോൾ ഈ പെട്ടകം ചുമന്നു വന്ന 2 പശുക്കളെ ഹോവയായ ദൈവത്തിന് യാഗം കഴിച്ചു കളഞ്ഞു. ഹല്ലേലൂയ, നിയോഗവും വചനവും ഞങ്ങളുടെ മേൽ ശിരസാ വഹിച്ചുകൊണ്ട്, ഹല്ലേലൂയ, ദൈവം ഞങ്ങളെ അയക്കുന്ന പട്ടണത്തിലേക്ക്, ദൈവം ഞങ്ങളെ അയക്കുന്ന സാഹചര്യത്തിലേക്ക് ഞങ്ങൾ കടന്നു ചെല്ലുന്നെങ്കിൽ, ഞങ്ങൾക്ക് വേണ്ടി കാര്യവിചാരം നടത്തുവാൻ ഞങ്ങളുടെ ദൈവം സർവശക്തനാ. ഈ രാത്രികാലം വിശ്വസിച്ചോണം, ഹല്ലേലൂയ, ദൈവം അനുഭവിക്കാതെ, ഹല്ലേലൂയ, നിന്നെ തല്ലുവാൻ വരുന്നവന്റെ കൈത്തണ്ടയ്ക്ക് ബലം കൊടുക്കത്തില്ലെന്ന്. ഹല്ലേലൂയ, സ്തോത്രം, ദൈവത്തിന്റെ ആത്മാവ് ആലോചന വിളിച്ചു പറയുമ്പോൾ ഭയപ്പെട്ട് പിന്മാറരുത്. സ്തോത്രം ഹല്ലേലൂയ, ഏറ്റെടുത്ത നിയോഗമായി മുന്നോട്ട് പോയിക്കോണം. അവൻ എത്തിക്കേണ്ടടുത്ത് നിന്നെ എത്തിക്കുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഈ പട്ടണത്തിൽ കാലുകുത്തരുതെന്ന് ഞങ്ങളെ നോക്കി വെല്ലുവിളിച്ചു. സ്തോത്രം ഹല്ലേലൂയ, ഞങ്ങൾ സഞ്ചരിക്കുന്ന വാഹനത്തിന് വിരോധമായി പല ഒരു പദ്ധതി ഒരുക്കി. എന്നാൽ ദൈവം ഞങ്ങളെ കണ്ണിന്റെ കൃഷ്ണമണി പോലെ കാത്തു. സ്തോത്രം, ഞങ്ങളുടെ മാതാപിതാക്കൾ പലപ്പോഴും പറയും കുഞ്ഞുങ്ങളെ കൊണ്ട് ഇങ്ങനെ യാത്ര ചെയ്യരുത്. എന്നാൽ സ്തോത്രം ഹല്ലേലൂയ, അവിടെ സൂക്ഷിച്ചൊരു ദൈവ സാന്നിധ്യമുണ്ട്. ഹല്ലേലൂയ, കഴിഞ്ഞ ദിവസം ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളുടെ കുഞ്ഞു വളർന്ന ഒരു അഭിഷേകത്തിനാകുമ്പോൾ അവന് ഈ യാത്രയെല്ലാം സാക്ഷ്യമായിട്ട് പറയും. ഹല്ലേലൂയ, വിശ്വസിക്കണം ദൈവമക്കളെ, നിങ്ങളെ ഏൽപ്പിച്ച പട്ടണത്തിനകത്ത്, നിങ്ങളെ ഏൽപ്പിച്ച ഭവനത്തിനകത്ത് ഭയന്ന് പിന്മാറി ജീവിക്കുവാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. മുന്നോട്ട് വെച്ച കാലം മുന്നോട്ട് തന്നെ, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാനാണെങ്കിലും മരിക്കാനാണെങ്കിലും, കർത്താവേ ഹല്ലേലൂയ, പൗലോസ് പറയുന്നത് പോലെ, എനിക്ക് ജീവിക്കുന്നത് ഹല്ലേലൂയ സ്തോത്രം ക്രിസ്തുവിൽ ജീവിക്കുന്നത് സ്തോത്രം ജീവിക്കുന്നത് നല്ലതാണ്, മരിക്കുന്നത് അതിലും ഏറെ നല്ലതാണ്. വിശ്വസിക്കണം, കർത്താവ് നമുക്ക് വേണ്ടിയുള്ള ചില പദ്ധതികളെ ഒരുക്കി തരാൻ പോകുക. ഇന്ന് രാത്രികാലം പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ ചില കുടുംബത്തിനകത്തൊന്ന് ചില ആക്സിഡന്റ് സ്പിരിറ്റിനെ പരിശുദ്ധാത്മാവ് നീക്കം ചെയ്യാൻ പോകുക. നിന്റെ വാഹനത്തെ ലക്ഷ്യം വെച്ച് കടന്നു വരുന്ന, നിന്റെ തലമുറയുടെ വാഹനത്തെ ലക്ഷ്യം വെച്ച് കടന്നു വരുന്ന ഹല്ലേലൂയ ചില ആക്സിഡന്റിന്റെ മേഖലകൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങളുടെ സ്തോത്രം വാഹനം വിട്ട് വഴിമാറട്ടെ. ഈ രാത്രികാലം വിശ്വസിച്ചോണം, ദൈവം ഹല്ലേലൂയ നിന്റെ കാലിന് സ്തോത്രം, നിന്റെ കാലടികൾ വീഴാതെ വണ്ണം, അതിനെ തളർത്താതെ വണ്ണം ദൈവം സൂക്ഷിക്കും. ഈ രാത്രികാലം വിശ്വസിക്കണം, മരണത്തിന്റെ താഴ്വരയിലാണേലും ദാവീദ് പറഞ്ഞതുപോലെ വിശ്വസിച്ചോണം, അവിടെയും ഞാൻ സ്വൈര്യമായിട്ടിരിക്കും. എന്താ നീ എന്നെ വഴി നടത്തുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്,
ഹല്ലേലൂയ. സ്തോത്രം. പഴയ നിയമത്തിന്റെ ശുശ്രൂഷ ഒരു മുൾപടർപ്പിനകത്ത് ഇറങ്ങി നിയോഗം വെളിപ്പെടുത്തി കൊടുത്തെങ്കിൽ സ്തോത്രം, മുൾപടർപ്പിനെ കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്: ദൈവം ശപിച്ച ഭൂമിയിൽ ഉണ്ടായി വന്നതാണ് മുള്ളും പറക്കാരെയും. സ്തോത്രം. ഹല്ലേലൂയ. മുള്ളെന്ന് കേൾക്കുന്നത് ശാപത്തിന്റെ പ്രതീകമായി മാറ്റി നിർത്തിയെങ്കിൽ ഒരു കാലഘട്ടം കഴിയുമ്പോൾ ദൈവം ഇറങ്ങി വന്ന ആ മുള്ളിനകത്ത വിശ്വസിച്ചോണം, നീ എന്ന് നിന്റെ പേരെന്നും കേൾക്കുമ്പോൾ, സ്തോത്ര ശുശ്രൂഷയുടെ പുതിയ തലത്തിൽ നിന്ന് നിന്നെ മാറ്റി നിർത്തുമ്പോൾ ദൈവത്തിന്റെ ആത്മ വിളിച്ചു പറയുന്നു, പഴയ നിയമത്തിന്റെ ശുശ്രൂഷ വെളിപ്പെടുന്നത് ഹല്ലേലൂയ മുൾപടർപ്പ് നിന്റെ മേലാത്ത ഹല്ലേലൂയ നിന്റെ സ്തോത്രം, നിന്റെ ഹല്ലേലൂയ സ്തോത്രം, നീ എന്ന് പറയുന്ന വ്യക്തികൾക്ക് ഒരു ശുശ്രൂഷയുടെ പുതിയ വഴിത്തിരിവെന്ന ദൈവത്തിന്റെ ആത്മ ഓപ്പൺ ആക്കാൻ പോകുക. സ്തോത്രം. ഹല്ലേലൂയ. പുതിയ ചില തുടക്കങ്ങൾ. എനിക്കറിയത്തില്ല, ചില ദൈവത്തിന്റെ അഭിഷിക്തന്മാരോടെ പരിശുദ്ധാത്മ വിളിച്ചു പറയാ, പുതിയ ചില തുടക്കങ്ങൾ തന്ന് ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്, പുതിയ ചില തുടക്കങ്ങൾ തന്ന് കർത്താവ് നിങ്ങളെ ആദരിക്കാൻ പോകുക. ഹല്ലേലൂയ സ്തോത്രം. പലരും ഹല്ലേലൂയ പല അഭിപ്രായങ്ങളും പറയും. സ്തോത്രം. ബേബി പാസ്റ്റർ ദൈവത്തിന്റെ ആത്മ വിളിച്ചു പറയുന്നു, ഹല്ലേലൂയ പല അഭിപ്രായങ്ങൾ കടന്നു വരാം. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. പക്ഷെ കർത്താവിന്റെ ആത്മാവ് ഇങ്ങനെ തന്നെ പറയുന്നു, ധൈര്യത്തോടെ മുന്നോട്ട് പോയിക്കോണം. സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. പുതിയൊരു ശുശ്രൂഷയുടെ ലെവലിലേക്ക് പരിശുദ്ധാത്മാവ് ഷിഫ്റ്റ് ചെയ്യുന്ന ദിവസങ്ങളാണ് മുന്നിലുള്ളത്. ഹല്ലേലൂയ സ്തോത്രം. പുതിയൊരു ശുശ്രൂഷയുടെ ലെവലിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ വർദ്ധിപ്പിക്കുന്ന ഒരു സ്തോത്രം മേഖലകളാണ് മുന്നിലുള്ളതെന്ന് ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു. പുതിയ ചില തുടക്കങ്ങൾ പലർക്കും പല മേഖലകളുടെ അകത്ത് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടായിരിക്കുമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ പറയുന്നു, കർത്താവിന്റെ ദാസനെ ഹല്ലേലൂയ പുതിയ ചില ശുശ്രൂഷകൾ നിങ്ങളുടെ കരങ്ങളിൽ ചെന്ന് ദൈവം എത്തിക്കേണ്ടുന്ന ചില പാതകളും വഴികളും മുന്നിൽ കാണിക്കാൻ പോവുക. അത് ദൈവത്തിന്റെ ദാസനെ നിങ്ങളായിരിക്കുന്ന കൂടാരത്തിൽ നിന്ന് ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു, കുറ്റിയെ പറിച്ച് മറ്റൊരു സ്ഥലത്തിലേക്ക്, അതേ ദൈവത്തിന്റെ ആത്മാവ് സ്വന്തമായതിലേക്ക് എത്തിക്കുന്ന ചില മേഖലകൾ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ മുന്നിലുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ആലോചന അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ചില ദർശനങ്ങളുണ്ട്. ഹല്ലേലൂയ പെൻഡിങ് ആയിട്ട് കിടക്കുന്ന ചില വിഷനുകളുണ്ട്. ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചോണം. 2025 ഹല്ലേലൂയ നമുക്ക് എന്നും വന്നു പോയി നിൽക്കുന്ന ഒരു വർഷം പോലെ മാറരുത്. മിനിസ്ട്രിക്ക് ആദായപ്പെടുന്ന ഒരു കൂട്ടം അതിനകത്തുനിന്ന് എഴുന്നേൽക്കുന്ന വർഷമായി മാറണമെന്നും ദൈവത്തിന്റെ ആത്മാവ് ആലോചന അറിയിക്കുന്നു. വിശ്വസിക്കണം. ചില ഒരു ആട്ടിൻ കൂട്ടത്തെ കരത്തിൽ തരാൻ പോകുക ദിവസങ്ങളിൽ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ചില വ്യക്തികളുമായിട്ട് കണക്ഷൻ തരാൻ പോകുക. സ്തോത്രം. അവരെ ദൈവവചനത്തിന് വേണ്ടി കർത്താവിന്റെ മേഖലകൾക്ക് വേണ്ടി ഒരുക്കിയെടുക്കുവാൻ കർത്താവിന്റെ ദാസനെ ദൈവത്തിന്റെ ആത്മാവ് ഉപയോഗിക്കുമെന്നും പരിശുദ്ധാത്മാവ് ആലോചന അറിയിക്കുന്നു. ഹല്ലേലൂയ. സന്തോഷത്തോടെ കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഹല്ലേലൂയ പറയാമോ? ഈ രാത്രികാലം നിങ്ങൾ വിശ്വസിക്കുക, ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. എനിക്കറിയത്തില്ല, ഈ രാത്രികാലം ഞാൻ അനുഭവിക്കുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. വളരെ ശാരീരികമായ ക്ഷീണത്തിൽ കഴിഞ്ഞ ഒരാഴ്ചക്കാലം ഞങ്ങൾ കുടുംബമായി മുന്നോട്ട് പോയി. സ്തോത്രം. ഉപവാസം തുടങ്ങുമ്പോൾ ഹല്ലേലൂയ പ്രതിസന്ധികളും പ്രശ്നങ്ങളും കടന്നു വന്നു. എന്നാൽ വിശ്വാസത്തോടെ പറയാം, ഹല്ലേലൂയ ഇതുവരെ ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളെ നിർത്തിയെങ്കിൽ ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. സ്തോത്രം. ഇതുവരെ ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളോട് പറഞ്ഞ ഓരോ വാക്തത്വത്തിലേക്ക് ഞങ്ങൾ കാലെടുത്ത് കുത്തുന്ന വർഷമാക്കി ദൈവത്തിന്റെ ആത്മാവ് മാറ്റും. ജോയ്സ് ആന്റി ഹല്ലേലൂയ വിശ്വസിച്ചോണം. സ്തോത്രം ഇരുത്തുവാൻ അവൻ പദ്ധതി ഒരുക്കിയെങ്കിൽ കർത്താവ് നിങ്ങളെ എഴുന്നേൽപ്പിക്കും. അതെ ദൈവത്തിന്റെ ആത്മാവ് അങ്ങനെ തന്നെ പറയുന്നു, അല്പകാലത്തേക്ക് അവനെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് സദാകാലത്തേക്ക് നിങ്ങൾക്ക് തരാനാണെന്ന് ദൈവത്തിന്റെ ആത്മാവ് ആലോചന അറിയിക്കുന്നു. എനിക്കറിയത്തില്ല, ഞാൻ ഇങ്ങോട്ട് കടന്നു വന്നപ്പോ ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചൊരു വചനമാ. സ്വതം അല്പകാലത്തേക്ക് എന്തൊക്കെയോ ഒന്ന് നഷ്ടപ്പെട്ടു, എന്നാൽ സദാകാലത്തേക്ക് നിങ്ങൾക്ക് ഹല്ലേലൂയ ദൈവം അതിനെ മടക്കി തരുന്നെന്ന് പരിശുദ്ധാത്മാവ് ആലോചന അറിയിക്കുന്നു. വിശ്വസിച്ചോണം. ഹല്ലേലൂയ നഷ്ടത്തിന്റെ കണക്ക് ആന്റി ഭയപ്പെടണ്ട, ഭാരപ്പെടണ്ട. എന്നാൽ സദാകാലത്തേക്ക് എന്തൊക്കെയോ ഒരു ഗിഫ്റ്റ് പോലെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കരങ്ങളിൽ നൽകി തരാൻ പോവാണെന്ന് ദൈവത്തിന്റെ ആത്മാവ് ആലോചന അറിയിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഒരു ശുശ്രൂഷ അവിടെ ആരംഭിക്കുകയാണ്. ശ്രദ്ധിച്ചോളെ, നിയോഗം കിട്ടിയ മോശ പ്രാരംഭത്തിൽ കടന്നു വന്നത് രാജകൊട്ടാരത്തിലേക്കാ. സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. നിയോഗം കിട്ടിയ വ്യക്തി ഹല്ലേലൂയ സ്തോത്രം വാഴ്ത്തത്തം കേട്ടവൻ കടന്നു വന്നത് രാജകീയ സ്തോത്രം കൂടാരത്തിനകത്തേക്ക് ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു. ഹല്ലേലൂയ. 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 നിങ്ങളുടെ സ്തോത്രം, നിങ്ങൾക്ക് ഇത്രയേ സമയമുള്ളൂ. നിങ്ങൾ ഇവിടെ സ്തോത്രം നിന്ന സ്തോത്രം ഇത്രയേ സമയം കാണത്തുള്ളൂ എന്ന് പറഞ്ഞ് നിങ്ങളെ സ്തോത്രം ബ്ലോക്ക് ആക്കി വെക്കുന്ന ചില മേഖലകൾ വിശ്വസിച്ചോണം. ഹല്ലേലൂയ നിങ്ങളെ സമയത്തെ ദൈവത്തിന്റെ ആത്മാവ് മുന്നോട്ട് നീക്കാൻ പോകുക. വിശ്വസിക്കണം. നിങ്ങളുടെ സമയം തീർന്നു പോകത്തില്ല കേട്ടോ. ചിലരുടെ സമയം തീർന്നു പോകുമെന്ന് സ്തോത്രം ഭാരപ്പെട്ടിരിക്കുന്ന ചില കുടുംബത്തെ നോക്കി പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, നിങ്ങളുടെ സമയത്തെ ദൈവം അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പോകുക. സ്തോത്രം. ഹല്ലേലൂയ. അതിന് ദൈവം സീല് വെക്കാൻ പോകുക. ഈ രാത്രികാലം വിശ്വസിച്ചോണം, ചില സമയത്തിനകത്ത് ദൈവം സീല് വെക്കാൻ പോകുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
Praise the Lord. Hallelujah. സീല് വെക്കാൻ പോവുകയാണെന്ന്. റീബാനക ശന്തര. അതിനെ മാറ്റുവാൻ ഉലകത്തിലെ ഒരു നേതാക്കന്മാർക്കും പറ്റത്തില്ല. അതിനെ മാറ്റുവാൻ ഉലകത്തിലെ ഒരു ശക്തികൾക്കും പറ്റത്തില്ല. കാരണം സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി വരാൻ പോവുക. സ്വർഗത്തിലെ ദൈവം നിന്റെ സമയത്തിന് മേൽ അധികാരം നടത്തി തരാൻ പോവുകയാണെന്ന് ദൈവത്തിന്റെ ആലോചന അറിയിക്കുന്നു. ഈ രാത്രികാലം മരുഭൂമി സമമാകുന്ന അവസ്ഥകൾ ദൈവത്തിന്റെ പർവ്വതമാകുന്ന ഹോരേബിലേക്ക് നിന്നെ നയിക്കും. ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബിൽ നീ മലയിറങ്ങുമ്പോൾ വിശ്വസിച്ചോണം. ഹല്ലേലൂയ. നിന്റെ എൻട്രി പിന്നെയും അടിമ മുഖത്തിലേക്കല്ല, ഇത്രോവിന്റെ കൂടാരത്തിലേക്കല്ല. സ്തോത്രം. നീ മുഖം കാണിക്കേണ്ടടുത്ത് മുഖം കാണിക്കുക. ദൈവം നിന്നെ ഡയറക്റ്റ് അനോയിന്റ്മെന്റ് തന്ന് മുന്നോട്ട് നടത്താൻ പോവാണെന്ന് പരിശുദ്ധാത്മാവ് ആലോചന അറിയിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. വിശ്വസിക്കാമോ? പ്രൈസ് ദി ലോർഡ്. അനു ജോസ് ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്ന കർത്താവിന്റെ ദാസനെ, ഹല്ലേലൂയ, ഒരു മടക്കം. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. പഴയതിലോട്ട് ഒരു മടക്കം സ്തോത്രം ദൈവം തരത്തില്ല. ഓ റീഖാനക ശന്തര വൈഡതനാഥന ഘടകരതന റീബല വൈഡതനാഥനക ശന്തരതന ഘടകരതന. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് അങ്ങനെ തന്നെ പറയുന്നു. ഹല്ലേലൂയ. സ്തോത്രം. മറ്റൊരു തലത്തിലേക്ക് ഊടാരാധനക ശന്തര വൈഡതനാഥന ഘടകരതന. ഹല്ലേലൂയ. നിങ്ങൾ ആഗ്രഹിക്കാത്ത നിലവാരത്തിലേക്ക് സ്തോത്രം. ഹല്ലേലൂയ. എത്തിച്ചേരുവാൻ മനസ്സിൽ വെമ്പൽ കൊള്ളുന്ന ഒരു സ്വപ്ന ഹല്ലേലൂയ സ്തോത്രം മേഖലയിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ കൊണ്ട് എത്തിക്കുമെന്ന് ദൈവത്തിന്റെ ആലോചന അറിയിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ചിലത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പോവുകയാണെന്നും സ്തോത്രം. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. കരം പിടിച്ച് നടത്തുന്ന ഒരു ദൈവസാന്നിധ്യം നിങ്ങളുടെ മധ്യം ഉണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് ആലോചന അറിയിക്കുന്നത്. മോശ പോയതുപോലെ, മോശ എത്തിപ്പെട്ടതുപോലെ സ്തോത്രം നടന്നു വന്ന പാതകൾ, നടന്നു വന്ന വഴികൾ സ്തോത്രം. ഹല്ലേലൂയ. വേദന ജനിപ്പിക്കുന്നതായിരിക്കാം, കഷ്ടത ജനിപ്പിക്കുന്നതായിരിക്കാം. അതെ, ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ തന്നെ പറയുന്നു. കഷ്ടത ജനിപ്പിക്കുന്ന ദേശത്തും ഹല്ലേലൂയ വേദന ഉളവാക്കുന്ന ദേശത്തും പൊന്നിനെയും ഗുൽഗുലും ഗോമേതും ഉൽപ്പാദിപ്പിക്കുവാൻ എന്റെ ദൈവത്തിന്റെ കര ശക്തമാ. ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചോണം. നിന്റെ കണ്ണുനീരിന് ഹല്ലേലൂയ വേദന, അതെ, ഒരു വചനം പറയട്ടെ. ഹല്ലേലൂയ. അവൻ എന്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു. കർത്താവിന്റെ ദാസനെ, ചില വിലാപങ്ങൾ നൃത്തമായി തീരാൻ പോവുകയാ. ഹല്ലേലൂയ. നിന്റെ കണ്ണുനീരിനെ മാറ്റി നിന്നെ സന്തോഷം ഉടിപ്പിക്കുന്ന ചില മേഖലകൾ നിന്റെ മധ്യത്തിലുണ്ട്. ഹല്ലേലൂയ. ദൈവത്തോട് ചോദിച്ചു, ഞാൻ ഈ വഴി പോകണമോ? അത് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ചില വഴികൾ, ചില വാതിലുകൾ നിന്റെ മുമ്പിൽ തുറന്നു തരാൻ പോവുക. വിശ്വസിച്ചോണം. സ്തോത്രം. എങ്ങനെ പോകുമെന്നറിയത്തില്ല, എന്നാൽ കർത്താവിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു, ഹല്ലേലൂയ, നീ പോകേണ്ടുന്നത് പോലെ നിന്നെ എത്തിക്കേണ്ടുന്നിടത്ത് എത്തിക്കുവാൻ അവൻ നിനക്ക് പിറകിൽ നിന്ന് ദൈവശബ്ദമായി വെളിപ്പെട്ട് വരും. Praise the Lord. Hallelujah. Hallelujah. സ്തോത്രം. ഹല്ലേലൂയ. സന്തോഷത്തോടെ ഒന്ന് കർത്താവിന് ഹല്ലേലൂയ പറഞ്ഞ് ഈ രാത്രികാലം വിശ്വസിച്ചോണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മളെ വേദനിപ്പിക്കുന്ന, നമ്മളെ ഞെരുക്കുന്ന ഓരോ അവസ്ഥകൾ കണ്ട് സ്തോത്രം. ഹല്ലേലൂയ. ഭയപ്പെടുവാനല്ല, ഭീതിപ്പെടുവാനല്ല. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെയാ പറയുന്നത്. ഹല്ലേലൂയ. നമ്മളെ ഞെരുക്കുന്നിടത്തോളം നാം ഒരു വിശാലതയിലേക്ക് നടന്നുകൊണ്ടിരിക്കുക. സ്തോത്രം. മോശ ഡയറക്റ്റ് രാജകൊട്ടാരത്തിൽ കടന്നു വന്ന് ഇപ്രകാരം പറഞ്ഞു, എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടേക്കണം. സ്തോത്രം. ശ്രദ്ധിച്ചേ. അപ്പോൾ ഫറവോൻ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, യഹോവയായ ദൈവം ആരാണ്? ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, അങ്ങനെയുള്ള ചില ചോദ്യങ്ങൾ പരിശുദ്ധാത്മ വെളിപ്പെടുത്തി കൊടുക്കാൻ പോവുക. യഹോവ ആരാണെന്ന്, നിന്റെ ദൈവത്തിന് എന്താ പ്രത്യേകത? സ്തോത്രം. എന്തിനാ നീ ആരാധിക്കുന്നത്? എന്തിനാ പ്രാർത്ഥിക്കുന്നത്? ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു, അവൻ ആരാണെന്ന് വെളിപ്പെടുത്തി കൊടുക്കാൻ പോവുക. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ വെച്ച് സ്തോത്രം. ഹല്ലേലൂയ. അത്ഭുതങ്ങളെയാലും വിവിധ വീര്യപ്രവർത്തികളാലും ഇസ്രായേൽ ജനത്തെ കൊണ്ടുവന്ന് മരുഭൂമിക്കകത്ത് നിർത്തി. ഹല്ലേലൂയ. ഒരു 40 ദിനക്കാലം മോശ ദൈവത്തിന്റെ പർവ്വതമാകുന്ന സിയോനിലേക്ക് കയറി ചെന്നു. പ്രൈസ് ദി ലോർഡ്. അവിടെ വെച്ച് ദൈവം കൽപ്പന കൊടുത്തു മടങ്ങി വന്നപ്പോൾ ജനം ദുർനടപ്പായി. ഹല്ലേലൂയ. അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ നടന്നെങ്കിൽ ആ സമയത്ത് ദൈവത്തിന്റെ സ്തോത്രം, ദൈവ സാന്നിധ്യം, ഹല്ലേലൂയ, ദൈവസ്ഥാനത്ത് നിന്ന് ഇറങ്ങി വന്ന മോശ ഹല്ലേലൂയ തന്റെ കയ്യിലുണ്ടായിരുന്ന കൽപ്പനകൾ എറിഞ്ഞുടയ്ക്കുവാനിടയായി തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. ലേവ്യർ ഇറങ്ങി വന്ന ശുശ്രൂഷ അങ്ങ് നടത്തി. യഹോവയുടെ പക്ഷത്തുള്ളവൻ മാറി നിൽക്കട്ടെന്ന് പറഞ്ഞപ്പോൾ ലേവ്യർ ഒരു കൂട്ടം മാറി നിന്നു. ഹല്ലേലൂയ. സഹോദരങ്ങളെ നോക്കാതെ, മക്കളെ നോക്കാതെ ഹല്ലേലൂയ അവനവന്റെ വാൾ ഊരി വെട്ടുവാൻ പറഞ്ഞു. സഹോദരങ്ങളെ കൊന്നുകളഞ്ഞു. ഹല്ലേലൂയ. അതുകൊണ്ടാ പറയുന്നത്, അക്ഷരത്തിന്റെ ശുശ്രൂഷ കൊല്ലുന്ന ശുശ്രൂഷയാണ്. ഹല്ലേലൂയ. ഇവിടെ വചനം ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. ആ ശുശ്രൂഷ വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ വീണ്ടും മോശ 40 ദിനക്കാലം ദൈവസന്നിധാനത്തിൽ കടന്നുപോയി. അവിടുന്ന് തനിക്ക് കൊടുത്ത ദൈവകൽപ്പനകൾ താൻ തന്നെ എഴുതി ഇറങ്ങി വരുന്ന സമയത്ത് ഹല്ലേലൂയ അപ്പോസ്തലനാകുന്ന പൗലോസ് എബ്രായ ലേഖനം അവസാന അധ്യായങ്ങളിൽ കാണുന്ന ഇപ്രകാരമാണ്, സ്ഥൂലമായതും തീ കത്തുന്നതും ഹല്ലേലൂയ അന്ധകാരം, കൂരിരുട്ട്, സ്തോത്രം, അന്ധതമസ്, മേഘതമസ്, കൂരിരുട്ട്, കാഹളനാദം എന്നിവയുടെ ശബ്ദത്തിന്റെ അടുക്കലേക്കല്ലല്ലോ നിങ്ങൾ വന്നത്. ഹല്ലേലൂയ. ഒരു സ്തോത്രം, ആരെങ്കിലും പർവ്വതം തൊട്ടാൽ മൃഗമാണെങ്കിലും കല്ലെറിഞ്ഞു കൊല്ലണമെന്നുള്ള കൽപ്പന അവർക്ക് സഹിക്കാമായിരുന്നില്ല. പ്രൈസ് ദി ലോർഡ്.
ആ ഇറങ്ങി വന്ന മോശയുടെ മുഖ തേജസ് നിമിത്തം അവർ ഭയപ്പെട്ടു. ശ്രദ്ധിക്കണം ദൈവമക്കളെ, മോശ ഇറങ്ങി വന്ന സമയത്ത് മോശയുടെ മുഖം തേജസ്സിക്കുന്നത് മോശയ്ക്ക് അറിയത്തില്ല. എന്നാൽ കണ്ടു നിൽക്കുന്ന ജനത്തിനറിയാം മോശയുടെ മുഖം തേജസ് കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. സ്തോത്രം. ആ ഒരു ഹല്ലേലൂയ സ്തോത്രം. അത്ര വിശുദ്ധിയിൽ ഭയങ്കരനാകുന്ന ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ നടുവിൽ മോശ നിന്നുകൊണ്ട് ദൈവത്തിന്റെ അരുളപ്പാടുകളെ പ്രാപിക്കുന്ന സമയം ജനം ഭയപ്പെട്ടു പോയി. ഈ രാത്രികാലം വിശ്വസിച്ചോണം, നിന്നെ പരിഹസിച്ചവർ, നിന്നെ വേദനപ്പെടുത്തിയവർ, നിന്നെ കുറ്റപ്പെടുത്തിയവർ, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെയാ കാണിക്കുന്നത്. നിന്നെ വേദനപ്പെടുത്തിയവർ, നിന്നെ കുറ്റപ്പെടുത്തിയവർ, ഹല്ലേലൂയ, നിന്നെ പരിഹസിച്ചവർ, നിന്റെ മുഖ തേജസ് നിമിത്തം, ഹല്ലേലൂയ, നിന്റെ മുഖ തേജസ് നിമിത്തം ദൈവം ചിലതിനെ വെളിപ്പെടുത്തി കൊടുക്കാൻ പോവാ. വിശ്വസിച്ചോണം, നിന്റെ മുഖ തേജസ് നിമിത്തം ഭയപ്പെടുന്ന ചില നിമിഷങ്ങൾ നിന്റെ മുന്നിലുണ്ട്. ദൈവം നിന്നെ ഭയപ്പെടാൻ സ്തോത്രം, നിന്നെ ആരാക്കി വെച്ചെന്ന് വെളിപ്പെടുത്തി കൊടുക്കുന്ന മണ്ഡലങ്ങൾ നിന്റെ മുന്നിലുണ്ട്. സ്തോത്രം. നിയോഗത്തിനൊത്ത് ചലിച്ചോണം, നിയോഗത്തിനനുസരിച്ച് മുന്നോട്ട് പൊക്കോണം. ഈ രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവജനമേ, വിശ്വാസത്തോടെ പറ, അക്ഷരത്തിന്റെ ശുശ്രൂഷ അവിടെ കൊല്ലുമ്പോൾ സ്തോത്രം ഒരു പുതിയ ശുശ്രൂഷ വെളിപ്പെടുക. ആ പുതിയ ശുശ്രൂഷ ഇപ്രകാരമാണ്: പുതുനിയമത്തിന്റെ ശുശ്രൂഷകരാകുവാൻ അവൻ ഞങ്ങളെ പ്രാപ്തരാക്കി. വിശ്വസിക്കണം. എന്നെ കേൾക്കുന്ന ദൈവജനത്തോടെ ആത്മാവ് ഞാൻ ദൂത വിളിച്ചു പറയാം, ഇവിടെ ഇരിക്കുന്നവർ വെറുതെ ഇരിക്കുന്നവരല്ല. അല്ലെങ്കിൽ വി ആർ ദ മിനിസ്റ്റേഴ്സ് അല്ലെങ്കിൽ ന്യൂ ടെസ്റ്റ്മെന്റ്. അതായത് നാം പുതുനിയമത്തിന്റെ ശുശ്രൂഷക്കാരാണ്, നാം പുതുനിയമത്തിന്റെ ശുശ്രൂഷക്കാരാണ്. സ്തോത്രം. നാം സഞ്ചരിക്കുമ്പോൾ ദൈവ സാന്നിധ്യം നമ്മോട് കൂടെ സഞ്ചരിക്കും. നാം ഹല്ലേലൂയ സ്തോത്രം നടക്കുമ്പോൾ ദൈവ സാന്നിധ്യം നമ്മോട് കൂടെ നടക്കും. ഹല്ലേലൂയ നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവ സാന്നിധ്യം നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്ത് ഇറങ്ങി വരും. വിശ്വസിക്കണം. ഹല്ലേലൂയ ശോസാമ തോമസ് പരിശുദ്ധാത്മാവ് കർത്താവിന്റെ ദാസി ആലോചന വിളിച്ചു പറയുക, സ്തോത്രം, നിങ്ങളൊരു പുതുനിയമത്തിന്റെ ശുശ്രൂഷകയാണ്. ഈ രാത്രികാലം ആ ശുശ്രൂഷയുടെ അനുഭവത്തിൽ നിന്ന്, അധികാരത്തിൽ നിന്നുണ്ട് ചില വെല്ലുവിളികളെ നോക്കി ആത്മാവിൽ കൽപ്പിക്ക്. അവ വഴിമാറി പോകുന്നത് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ കാണിക്കും. Praise the Lord. Praise the Lord. ഹല്ലേലൂയ. എനിക്കറിയത്തില്ല സ്തോത്രം, എന്നെ കേൾക്കുന്ന ചില കുടുംബത്തെ നോക്കി പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, നാം പുതുനിയമത്തിന്റെ ശുശ്രൂഷക്കാരാണ്. ഹല്ലേലൂയ. പുതുനിയമത്തിന്റെ ശുശ്രൂഷക്കാർ നടക്കുമ്പോൾ കർത്താവിനെ വെളിപ്പെടുത്തി നടക്കണം. പുതുനിയമത്തിന്റെ ശുശ്രൂഷക്കാർ നടക്കുമ്പോൾ കർത്താവിനെ വെളിപ്പെടുത്തിക്കൊണ്ട് നടക്കണം. ഹല്ലേലൂയ. എന്റെ യേശു ചലിച്ചതുപോലെ, എന്റെ യേശു നടന്നതുപോലെ, എന്റെ യേശു സംസാരിച്ചതുപോലെ, എന്റെ യേശു ഇടപെട്ടുപോലെ നാം നടക്കുവാനിടയായി തീരണം. ഈ രാത്രികാലം വിശ്വസിക്കുക. എന്നെ നോക്കി, നിങ്ങളെ നോക്കി പരിശുദ്ധാത്മാ ആലോചന വിളിച്ചു പറയുന്നു, മോശയുടെ മുഖ തേജസ് നിമിത്തം, ഹല്ലേലൂയ, അക്ഷരത്തിന്റെ ശുശ്രൂഷകനാകുന്ന മോശയുടെ മുഖ തേജസ് നിമിത്തം അവരെ നോക്കാൻ ഭയപ്പെട്ടെങ്കിൽ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷയുടെ പ്രത്യേകത അത് തേജസ്സേറിയ ശുശ്രൂഷയായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ സ്തോത്രം. എനിക്കറിയത്തില്ല ദൈവമക്കളെ, അന്ത്യകാലമാണ് വെളിപ്പെട്ട് വരുന്നത്. സ്തോത്രം. കാഹളം കേൾക്കേണ്ടുന്ന സമയമാണ് നമുക്ക് മുമ്പിൽ നിൽക്കുന്നത്. ഈ രാത്രികാലം വിശ്വസിച്ചോണം. സ്തോത്രം. നാം പ്രോസ്പെരിറ്റിയുടെ ശുശ്രൂഷകരല്ല. ഹല്ലേലൂയ. നാം മറ്റു പലതിന്റെ ശുശ്രൂഷകരല്ല. നാം പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകരാ. ആ സ്തോത്രം പുതു നിയമത്തിന്റെ ശുശ്രൂഷ വെളിപ്പെടുത്തി പ്രസംഗം തുടർന്ന് യോഹന്നാൻ വിളിച്ചു പറഞ്ഞു, സർപ്പസന്തതികളെ, വരുവാനുള്ള ദൈവത്തിന്റെ കോപത്തിൽ നിന്ന് നിങ്ങൾ എങ്ങനെ തെറ്റിയൊഴിയും? ഈ രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവജനത്തോടെ ആത്മാവ് ഞാൻ വിളിച്ചു പറയാം, അല്ലെങ്കിൽ അപ്രകാരമുള്ള ഒരു അഭിഷേക ശുശ്രൂഷകളുമായി ചിലതിനെ ദൈവത്തിന്റെ ആത്മാവ് എഴുന്നേൽപ്പിക്കാൻ പോകുക. അല്ലയോ നിന്നെ ഒടുക്കാൻ കടന്നു വരുന്നവർ, നിന്നെ മുടിച്ചു കളയാൻ കടന്നു വരുന്നവർ, നിന്നെ ഞെരുക്കാൻ കടന്നു വരുന്നവർ, അവർക്ക് ആർക്കും വിളിച്ചു പറഞ്ഞോണം, തേജസ്സേറിയ ശുശ്രൂഷയുടെ വെളിപ്പാടിന്റെ ചില തലങ്ങൾ നിങ്ങളുടെ സ്തോത്രം ഹൃദയത്തിന്റെ ആഴത്തട്ടിൽ നിന്ന് പുറത്തു വരണം. ഹല്ലേലൂയ. വരുന്നത് എന്തിനാണെന്ന് മനസ്സിലാക്കി ആത്മാവ് സെൻസ് ചെയ്ത് മറുപടി കൊടുത്തു വിടണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആന്റി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ചില കാര്യങ്ങൾ അറിയിച്ചു. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു ആന്റി കുറച്ച് സമയം കഴിഞ്ഞ് വിളിക്കുക. വീണ്ടും അവര് വിളിച്ച സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് കറകറച്ചായിട്ട് ഹല്ലേലൂയ സ്തോത്രം അവരോട് സംസാരിച്ച ശേഷം അവരെന്നോട് പറഞ്ഞു, കർത്താവിന്റെ ദാസി, ഹല്ലേലൂയ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതിനുശേഷം ഞാൻ വിഷയം പറയാം. ഞാൻ പറഞ്ഞു, കർത്താവിന്റെ ദാസി, നിങ്ങൾ എനിക്ക് വിഷയം ഒന്നും പറയണ്ട, ഇതാണ് നിങ്ങളുടെ വിഷയം, ഇന്നിന്ന സ്തോത്രം പ്രകാരം നിങ്ങൾ സ്തോത്രം ഈ കാര്യങ്ങളെ ക്രമീകരിക്കാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ സ്തോത്രം. അവര് പെട്ടെന്ന് ഫോൺ വെച്ചു. സ്തോത്രം. ഒരു ചൊവ്വാഴ്ച പകൽക്കാലം എന്നെ വീണ്ടും ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഹല്ലേലൂയ മുന്നേ അവർ വിളിച്ചിട്ട് പറഞ്ഞു, കർത്താവിനെ നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ ചെയ്തപ്പോൾ സ്തോത്രം 3 വർഷമായിട്ട് അടഞ്ഞു കിടന്ന ചില വിഷയം ദൈവത്തിന്റെ ആത്മാവ് തുറന്നു കൊടുത്തു. ഈ രാത്രികാലം വിവേചിക്കണം കർത്താവിന്റെ മക്കളെ. നമ്മളെ വിളിക്കുന്നവർ ആരാണെന്ന് നാം വിവേചിച്ച് മനസ്സിലാക്കണം. സ്തോത്രം. ഹല്ലേലൂയ. നമ്മളോട്ട് സഹസിക്കുന്നവർ ആരാണെന്ന് നാം വിവേചിച്ച് മനസ്സിലാക്കണം. ഈ രാത്രികാലം അങ്ങനെയുള്ള ഒരു പ്രത്യേക അനോയിന്റ്മെന്റ് ചിലരുടെ മേൽ പകരാൻ പോകുക. എനിക്കറിയത്തില്ല, ഇവിടെ കേൾക്കുന്ന ചില മാതാപിതാക്കളെ പരിശുദ്ധാത്മാവ് ആലോചന അറിയിക്കുന്നു, നിങ്ങൾ പുതു നിയമത്തിന്റെ ശുശ്രൂഷക്കാരാ. അതെ, നിങ്ങളുടെ സ്തോത്രം നിങ്ങളുടെ നാവ് സമർത്ഥകനാകുന്ന ലേഖകനായി സ്തോത്രം എഴുത്തുകോൽ പോലെ മാറാൻ പോകുകയാ. റീവാന ശാന്തര വൈഡതനാഥന ഘടകരഥന സ്തോത്രം. പഴയ നിയമത്തിന്റെ ശുശ്രൂഷ കൊല്ലുന്ന ശുശ്രൂഷയാണെങ്കിൽ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷ ജീവന്റെ ശുശ്രൂഷയായിട്ട് വെളിപ്പെട്ട് വരുന്ന തലം ഈ രാത്രികാലം ഇതിനകത്ത് വെളിപ്പെടട്ടെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ചിലർ കൃപാവരത്തിൽ നിറയാൻ പോകുക. എനിക്കറിയത്തില്ല, നിങ്ങൾ കൃപാവര പ്രാപ്തരായി തീരാൻ പോകുക. ഹല്ലേലൂയ. ദൈവം അങ്ങനെ ചിലരെ അനോയിന്റ്മെന്റ്
ചെയ്യുന്ന ഒരു ഹല്ലേലൂയ കാഴ്ച ദൈവത്തിന്റെ ആത്മാവ് കാണിക്കുന്നു. രാത്രികാലം വാഞ്ചയോടെ പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വാഞ്ചയോടെ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ചില എക്സ്പയറി ഡേറ്റുകളൊക്കെ തിരുത്തി എഴുതാൻ പോവുകയാണെന്ന് അതെ, ചില എക്സ്പയറി ഡേറ്റുകളൊക്കെ തിരുത്തി എഴുതാൻ പോകുകയാണെന്ന് ദൈവത്തിന്റെ ആത്മാവ് ആലോചന അറിയിക്കുന്നത്. രാത്രികാലം വിശ്വസിക്കണമേ, ചില ഡേറ്റുകളൊക്കെ തിരുത്തി എഴുതാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. അല്ല, നീ ഇരിക്കേണ്ടടുത്ത് മറ്റൊരാളെ ഇരുത്തുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഈ വാക്യം നിങ്ങൾ ചിലർ വിശ്വസിക്കണം. നീ ഇരിക്കേണ്ടടുത്ത് മറ്റൊരാൾ ഇരിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. നീ വാഴേണ്ടടുത്ത് മറ്റുള്ള ഒരാൾ വാഴത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. നീ നിൽക്കേണ്ടടുത്ത് മറ്റൊരാൾ നിൽക്കത്തില്ല. സ്തോത്രം. നീ കടന്നു പോകേണ്ടടുത്ത് മറ്റൊരാൾ കടന്നു പോകത്തില്ല. ഇത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്, ദൈവത്തിന്റെ ഉറപ്പാണ്. വിശ്വസിക്കുന്നവർക്ക് അങ്ങനെ തന്നെ സംഭവിക്കും. ഈ രാത്രികാലം വിശ്വസിച്ചോണം, വിശ്വസിക്കുന്നവർക്ക് അങ്ങനെ തന്നെ സംഭവിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസിക്കണം. പുതുനിയമത്തിന്റെ ശുശ്രൂഷകരാകാൻ പ്രാപ്തത. ഹല്ലേലൂയ. അത് പ്രായമല്ല നമുക്ക് പ്രാപ്തിയെന്ന്, അറിവല്ല നമുക്ക് പ്രാപ്തിയെന്ന്, കുലമഹിമയല്ല പ്രാപ്തിയെന്ന്, സ്വർഗത്തിലെ ദൈവം പ്രാപ്തി തരാൻ പോകുക. അത് നക്ഷത്രങ്ങൾക്കും തമ്മിൽ തേജസ് കൊണ്ട് വ്യത്യാസമുണ്ടെങ്കിൽ ദൈവത്തിന്റെ വിളിച്ചു പറയുന്നു, ചിലരെ ജ്യോതിസുകളെ പോലെ പ്രകാശിപ്പിക്കുന്ന ദൈവ സാന്നിധ്യം ചിലരുടെ കുടുംബത്തിനകത്തേക്ക് വെളിപ്പെട്ട് വരാൻ പോകുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സന്തോഷത്തോടെ നിങ്ങളുടെ കരങ്ങളെ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ച് ഈ രാത്രികാലം നിങ്ങൾ ഭയപ്പെടുന്ന, നിങ്ങളെ ഒതുക്കുവാൻ കടന്നു വരുന്ന ചില വിഷയങ്ങളെ മേൽ ഓവർകം ചെയ്ത് നിങ്ങൾ ചാടിക്കളിക്കുവാനുള്ള ഒരു രാജകീയ അഭിഷേകം ചില കുടുംബത്തിനകത്തേക്ക് വെളിപ്പെട്ട് വരട്ടെ. അതെ, ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ അവൻ ഞങ്ങളെ പുതുനിയമത്തിന്റെ ശുശ്രൂഷകരാകാൻ പ്രാപ്തരാക്കിയെങ്കിൽ ഈ പ്രാപ്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല. പൗലോസ് പറയുന്നത് എങ്ങനെയാണ്? ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ഇത് മൺകൂടാരങ്ങളിലാണ് പകർന്നിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. അന്ത്യകാലവും ദൈവമക്കളെ, അവൻ തെറ്റിക്കാൻ കടന്നു വരുന്ന സമയം അതിവിദൂരത്ത. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. വിരുദ്ധ തെറ്റിക്കുവാൻ കടന്നു വരുന്ന സമയം ഹല്ലേലൂയ നമ്മുടെ കൂടെ തന്നെയുണ്ട്. രാത്രികാലം നിങ്ങൾ വിശ്വസിച്ചോണം, വിരുദിനെ വിട്ട് ഓടിപ്പോകരുത്. അതെ, പാട്ടുകാരൻ പറഞ്ഞു, ഈ മണ്ണെ പ്രതി ഞാൻ മാണിക്യം വിടത്തില്ല. പ്രൈസ് ദി ലോർഡ്. ശുശ്രൂഷയുണ്ട്, കൃപാവരങ്ങളുണ്ട്, പക്ഷേ മണ്ണെ പ്രതി മാണിക്യത്തെ വിട്ടുകളയാൻ സ്തോത്രം നാം വിട്ടുകൊടുക്കരുത്. പരിശുദ്ധാത്മാവ് അങ്ങനെ തന്നെ പറയുന്നു. നമ്മുടെ ശുശ്രൂഷയോട് മാറ്റുകൂട്ടിക്കോണം. സ്തോത്രം. പ്രാർത്ഥനയോട് പ്രാർത്ഥന കൂട്ടിക്കോണം, ആരാധനയോട് ആരാധന കൂട്ടിക്കോണം. ഈ രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവജനത്തോടെ വിളിച്ചു പറയാം, നിന്നെ ഇരുത്തുമെന്ന് പറഞ്ഞെടുത്തവൻ നിന്നെ ഇരുത്തുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. സ്തോത്രം. ദാനിയേലിനെ പോലെ, സ്തോത്രം, യോസേഫിനെ പോലെ അന്യ പട്ടണത്തിൽ അന്യ രാജാക്കന്മാരുടെ മുന്നിൽ നിന്നെ ഇരുത്തി മാനിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം വെളിപ്പെടുകയാ. പ്രൈസ് ദി ലോർഡ്. എല്ലാ എക്സ്പയറി ഡേറ്റുകൾ യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ആകട്ടെ. രാത്രികാലം വിശ്വസിക്കണം. ഹല്ലേലൂയ. നിങ്ങൾ കഥ കേൾക്കുന്നവരെ പോലെ ഇരിക്കരുത്. ഓരോ വാക്യവും വിശ്വസിച്ച് നിങ്ങൾ ഏറ്റെടുത്തോണം. എനിക്കറിയത്തില്ല, ദൈവത്തിന്റെ ആത്മാവ് അങ്ങനെ തന്നെ പറയുന്നു. ചില എക്സ്പയറി ഡേറ്റുകളൊക്കെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ക്യാൻസൽ ആകട്ടെ. ഈ രാത്രികാലം ചിലത് പൊട്ടിമാറട്ടെ യേശുവിന്റെ നാമത്തിൽ. നിന്നെ അവിടെ ഇരുത്തത്തില്ല, നിന്നെ അവിടെ ഓടിക്കുമെന്ന് പറഞ്ഞ് നിനക്ക് വിരോധമായി വെളിപ്പെട്ട് നിൽക്കുന്ന ചില വ്യാപാരങ്ങൾ, ഹല്ലേലൂയ, നിനക്ക് വിരോധമായി വെളിപ്പെട്ട് നിൽക്കുന്ന ശക്തികൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചില ഹല്ലേലൂയ സ്തോത്രം പ്രിയപ്പെട്ടവരുടെ ഫ്യൂച്ചർ വിട്ട് വഴിമാറട്ടെ. ഈ രാത്രികാലം വിശ്വസിക്കുന്ന ദൈവമക്കളെ, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവൻ ജീവനുള്ള ദൈവമാ. ഹല്ലേലൂയ. എന്റെ മധ്യസ്ഥൻ ഉയരത്തിലുണ്ട്, എന്റെ ജാമ്യക്കാരൻ എനിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്നവൻ ഉയരത്തിലാ. സ്തോത്രം. ഒരു രാജാവല്ല, ഒരു നേതാവല്ല, ഹല്ലേലൂയ, ഒരു പൊളിറ്റിക്കൽ ലീഡർ അല്ല, സ്തോത്രം, ഒരു സെക്യുലർ ലീഡർ അല്ല. ദൈവത്തിന്റെ ആത്മാ വിളിച്ചു പറയുന്നു, എനിക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്നവൻ, എനിക്ക് വേണ്ടി ജാമ്യം നിൽക്കുന്നവൻ ഉയരത്തിലുണ്ട്. വിശ്വസിക്കാമോ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കാമോ ദൈവമക്കളെ? ഈ രാത്രികാലം ചിലരുടെ രേഖകളെ ദൈവത്തിന്റെ ആത്മാവ് തിരുത്തി കുറിക്കാൻ പോവുക. എനിക്കറിയത്തില്ല. സ്തോത്രം. വചനത്തിൽ നിൽപ്പാൻ ദൈവം അനുവദിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. വചനത്തിൽ നിൽക്കുവാൻ ദൈവം അനുവദിക്കുന്നില്ല. ഹല്ലേലൂയ. ഇറാഖിലെ ഒരു പ്രസിദ്ധനാകുന്ന, സ്തോത്രം, നിങ്ങൾക്കറിയാം, ആദ്യത്തെ ഒരു മിഷണറിയാണ് അജാൽ പീറ്റർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന്റെ ഫാദർ ഞങ്ങളെ ഒരു ദിവസം അദ്ദേഹത്തിന്റെ ഭവനത്തിൽ പ്രാർത്ഥിക്കാൻ വിളിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. വളരെ സ്തോത്ര ശക്തമായ ആലോചനകൾ അറിയിച്ച ശേഷം, സ്തോത്ര പ്രാർത്ഥനകൾ, ഹല്ലേലൂയ, സമയങ്ങൾ സ്പെൻഡ് ചെയ്തതിനു ശേഷം കർത്താവിന്റെ ദാസനോടായി ചില ആലോചനകൾ അറിയിച്ചു. സ്തോത്രം. അദ്ദേഹം പറഞ്ഞു, ഹല്ലേലൂയ, സ്തോത്രം, നാളിതുവരെ എന്നെ ഇരുത്താതെ എന്നെ ഓടിക്കുന്ന ചില മേഖലകൾ ഇതിനകത്ത് വെളിപ്പെട്ട് നിൽക്കുക. കർത്താവിന്റെ ദാസന് അഭിഷേകത്താന്ന് പറഞ്ഞ പോലെ ഇന്ന് രാത്രികാലം അത് ക്യാൻസൽ ആകട്ടെ. ആ ഒരു അഭിഷേകത്തിന്റെ തലം ഇന്ന് അനുഭവിച്ചുകൊണ്ട് ഈ സൂം പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന ചില വ്യക്തികളോടായി പരിശുദ്ധാത്മാവ് ആലോചന അറിയിക്കുന്നു. ചില എക്സ്പയറി ഡേറ്റുകളൊക്കെ ക്യാൻസൽ ആകട്ടെ. നീ ഇരുത്തുമെന്ന് പറഞ്ഞിട്ട് ദൈവം ഇരുത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്തിക്കുമെന്ന് പറഞ്ഞിട്ട് നിന്നെ ദൈവം എത്തിക്കും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഫാത്തിമ, വിശ്വസിക്കണം കർത്താവിന്റെ ദാസി. ദൈവത്തിന്റെ ആത്മാവ് അത് അങ്ങനെ തന്നെ പറയുന്നു. എത്തിക്കുമെന്ന് പറഞ്ഞെടുത്തവൻ എത്തിക്കും. എന്നാൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ചുറ്റും നിൽക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വെല്ലുവിളികൾ ഉണ്ടാകും. വിശ്വസിച്ചോണം. അവൻ എത്തിക്കുമെന്ന് പറഞ്ഞാൽ എത്തിക്കുക തന്നെ ചെയ്യും.
സ്തോത്രം ഇരുത്തുമെന്ന് പറഞ്ഞാൽ ഇരുത്തും. നിങ്ങൾ ഇവിടുന്ന് പോകുന്നത് പോലെ അവിടെ ഒരു സ്തോത്രം, ഒരു ഹല്ലേലൂയ, ഒരു റൂമിൽ ഒതുങ്ങുവാൻ ദൈവം അനുവദിക്കത്തില്ല. പരിശുദ്ധാത്മ ഈ രാത്രിക്കാലം അങ്ങനെ തന്നെ ആലോചന പറയുന്നു. നിന്റെ ഗമനത്തെയും ആഗമനത്തെയും അവൻ സ്ഥിരമാക്കും. അതേ കർത്താവദാസി, നിന്റെ ഗമനത്തെ അവൻ സ്ഥിരമാക്കും. ഹല്ലേലൂയ, നിന്റെ ആഗമനത്തെ അവൻ സ്ഥിരമാക്കും. വിശ്വസിച്ചോണം. നീ പോകുന്നത് അവൻ സ്ഥിരമാക്കും, നീ വരുന്നത് അവൻ സ്ഥിരമാക്കും. ദൈവം ചില ഹല്ലേലൂയ സ്തോത്രം നീ അനുഭവിച്ച കണ്ണുനീരിനും അനുഭവിച്ച വേദനയ്ക്കും തക്ക അളവ് പടി ഒത്തതുപോലെ ഹല്ലേലൂയ മറുപടി തരുന്ന ഒരു ദൈവമാ. ഹല്ലേലൂയ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന ഒരു ദൈവമാ ഈ രാത്രിക്കാലം നിനക്ക് വേണ്ടി വെളിപ്പെട്ട് വന്നിരിക്കുന്നതെന്ന് പരിശുദ്ധാത്മാവ് ആലോചന അറിയിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില കണ്ണുനീരിന്റെ കാലഘട്ടങ്ങൾ കഴിയാൻ പോകുക. സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെയാ പറയുന്നത്. ഹല്ലേലൂയ, ഇപ്പോൾ ഹല്ലേലൂയ ആകാശത്ത് നോക്കുമ്പോൾ സ്തോത്രം ചന്ദ്രൻ ശോഭിക്കുന്നത് കാണുന്നില്ല. പക്ഷേ ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ കാറ്റ് വന്നതിനെ വെളിവാക്കും. ഹല്ലേലൂയ, കാറ്റ് വന്ന കാർമേഘത്തെ നീക്കിക്കളയും. അതെ, പ്രാർത്ഥിച്ചോണം. നിന്റെ പ്രാർത്ഥന, നിന്റെ ആരാധന ഹല്ലേലൂയ ചില കാർമേഘത്തെ നീക്കിക്കളയും. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ നിന്റെ സൂര്യൻ ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ ഉദയ ശോഭയോടെ ഹല്ലേലൂയ നിന്റെ പ്രാർത്ഥനയ്ക്കുള്ളൊരു മറുപടി പോലെ കടന്നു വരുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ആലോചന അറിയിക്കുന്നു. ഈ രാത്രികാലം അങ്ങനെ എന്നെ കേൾക്കുന്ന ദൈവജനം വിശ്വസിക്കണം. ഹല്ലേലൂയ, എന്റെ രേഖകൾ മാറാൻ പോകുകയാ. അതെ, എനിക്ക് സ്തോത്രം, എനിക്ക് വിരോധമായി നിന്നുള്ള ചില കൈയെഴുത്തുകൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നീങ്ങാൻ പോകുകയാ. ഈ രാത്രികാലം അങ്ങനെയുള്ള ചില അനോയിൻമെന്റ് ചില കുടുംബത്തിനകത്തേക്ക് വെളിപ്പെടുത്തി എന്റെ ദൈവം ജീവിക്കുന്ന ദൈവമാണെന്ന് വെളിപ്പെടുത്തി കൊടുക്കുന്ന സ്തോത്രം. ഹല്ലേലൂയ, ചില മേഖലകളുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ആലോചന അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ സ്തോത്രം. അജിത് കുമാർ സ്തോത്രം. കർത്താവിന്റെ ദാസന് ദൈവത്തിന്റെ ആത്മാ പറയുക. ഹല്ലേലൂയ, കറ്റകൾ 12 ഒരുപോലെ വീണ് കിടന്നെടുത്ത് യോസഫിന്റെ കറ്റ ഭംഗിയായി എഴുന്നേറ്റ് നിന്നു. സ്തോത്രം. വേറെ ആരുടെയും കറ്റ എഴുന്നേറ്റ് നിന്നില്ല. കാണുന്ന ദർശനം എങ്ങനെയാ? യോസഫിന്റെ കറ്റയെ നമസ്കരിക്കുക. ഈ രാത്രികാലം വിശ്വസിക്കണേ കർത്താവിന്റെ ദാസനെ. ദൈവത്തിന്റെ ആത്മാ വിളിച്ചു പറയുന്നു. പൊട്ടക്കിണർ കണ്ടു. സ്തോത്രം. പൊത്തിഫറിന്റെ സ്തോത്രം ഭവനം കണ്ടു. ഹല്ലേലൂയ, മിഥ്യാന്യരുടെ കച്ചവടക്കാരുടെ കൈവേലകൾ കണ്ടു. ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നത് ഇങ്ങനെയാ: നീ കാണാത്തൊരു സിംഹാസനം നിനക്ക് വേണ്ടി ഒരുക്കി ഒരുക്കുക. സ്തോത്രം. നീ അറിയാത്തൊരു സ്തോത്രം പദവി നിനക്ക് വേണ്ടി ഒരുക്കാൻ പോകുന്ന ദൈവ സാന്നിധ്യം ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചോണം. അറിയാത്തതും കാണാത്തതുമായി എന്തൊക്കെയോ ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി തരുന്നെന്ന് പരിശുദ്ധാത്മാവ് ആലോചന അറിയിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. അതെ, ദൈവത്തിന്റെ ആത്മാവ് അത് അങ്ങനെ തന്നെ പറയുന്നു. അറിയാത്ത ചില മേഖലകൾ നിങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ആകാൻ പോകുക. കാണാത്ത ചില വഴികൾ നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിന്റെ ആത്മാവ് ഓപ്പൺ ആക്കി തരാൻ പോകുക. നിങ്ങൾ അനുഭവിച്ച പൊട്ടക്കിണറിന്റെ അവസ്ഥ, നിങ്ങൾ അനുഭവിച്ച സ്തോത്രം ഹല്ലേലൂയ കാരാഗ്രഹത്തിന്റെ അവസ്ഥ, നിങ്ങൾ അനുഭവിച്ച കച്ചവടക്കാർ, ദൈവത്തിന്റെ ആത്മാവ് അങ്ങനെ തന്നെ പറയുന്നു. ചില കച്ചവട മേഖലകളുമായിട്ടുള്ള ബന്ധത്തിൽ കടന്നു വന്ന ചില മേഖലകൾ ദൈവത്തിന്റെ ദാസന് നിങ്ങൾക്ക് വിരോധമായി പദ്ധതി ഒരുക്കിയപ്പോൾ ഹല്ലേലൂയ കർത്താവിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു, നിങ്ങൾ കണ്ടതെല്ലാം ഒരു സ്വപ്നം പോലെ നിങ്ങൾ മറന്നു പോകും. എന്നാൽ സ്തോത്രം ഹല്ലേലൂയ നിങ്ങളെ ഒന്ന് സ്ഥിരപ്പെടുത്തുന്ന ദൈവ സാന്നിധ്യം കുടുംബത്തിനകത്തേക്ക് വെളിപ്പെടാൻ പോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ, കണ്ടതെല്ലാം ഒരു സ്വപ്നം പോലെ നിങ്ങൾ മറന്നു പോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഓർത്തെടുക്കുവാൻ ഇഷ്ടമില്ലാത്ത ചില സാഹചര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടായിട്ടുണ്ട്. നിങ്ങളത് മറന്നു പോകും. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു, ദൈവമേ എനിക്ക് നഷ്ടപ്പെട്ടു പോയ ആ സമയം ഒന്ന് തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ ദൈവത്തോട് നിലവിളിച്ച ചില ചോദ്യങ്ങൾ. അതിനകത്ത് ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ തന്നെ ആലോചന പറയുന്നു. നിങ്ങൾ കാണാത്തൊരു സിംഹാസനം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെടുന്നുണ്ട്. നിങ്ങൾ അറിയാത്തൊരു പദവി നിങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെടുന്നുണ്ട്. വിശ്വസിക്കണം. ഈ ദിവസങ്ങൾ അതിലേക്കുള്ള യാത്ര അതിവിദൂരത്തല്ല. അതെ, ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു. ഹല്ലേലൂയ. അതിലേക്കുള്ള ചില മേഖലകൾ കർത്താവിന്റെ ആത്മാവ് സൈൻ ചെയ്ത് നിങ്ങളെ കൊണ്ടുപോകുന്നത് പോലെ ഹല്ലേലൂയ ചില രാജകീയ പാതകൾ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെടുന്ന പരിശുദ്ധാത്മാവ് കാണിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ, വളരെ ആത്മാർത്ഥതയോടെ ദൈവസന്നിധാനത്തിൽ മുട്ടുമടക്കിക്കോ. ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. രാത്രികാലം വിശ്വസിക്കണമേ. അത്ഭുതങ്ങളെ പ്രതീക്ഷിക്കുന്നവർ ഹല്ലേലൂയ പറയണം. നാം ജീവിക്കുന്ന ദൈവത്തിന്റെ മക്കളാണ്. സ്തോത്രം. പുതിയ നിയമത്തിന്റെ ശുശ്രൂഷ ഇപ്രകാരമാണ്: അത്ഭുതങ്ങളാൽ, അടയാളങ്ങളാൽ, വീര്യപ്രവർത്തികളാൽ സ്തോത്രം അവൻ സഭയെ ഉറപ്പിച്ച് അവന്റെ വചനത്തെ ഉറപ്പിച്ചെങ്കിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. സ്തോത്രം. ഹല്ലേലൂയ. ഇനി അടുത്തൊരു കാര്യം വളരെ ശ്രദ്ധേയമാണ്. അവൻ നമ്മളെ പുതു നിയമത്തിന്റെ ശുശ്രൂഷകരാകാൻ പ്രാപ്തരാക്കി. ഈ പ്രാപ്തി നമ്മുടെ സ്വന്തമല്ല. ഞാൻ നേരത്തെ പറഞ്ഞു, അവൻ തന്ന പ്രാപ്തിയാ. സ്തോത്രം. പ്രാപ്തിക്കനുസരിച്ച് അവൻ തന്നതിന് സ്വതം പ്രാപ്തിക്കനുസരിച്ച് മറുപടി കൊടുത്തോണം. ഹല്ലേലൂയ. എഡ്യൂക്കേഷൻ അനുസരിച്ച് ജോലി കിട്ടുന്നത് പോലെ ദൈവത്തിന്റെ നാമം വിളിച്ചു നിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പോലും നോക്കാതെ ലൂഡാമ റീഗാന ശംതര വൈഡതനാഥന ഘടകരതന ദൈവം ചില മേഖല ഘടകത്തേക്ക് ഇരുത്താൻ പോവുകയാണെന്ന് പരിശുദ്ധാത്മാവ് ആലോചന അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. വെറുക്കപ്പെട്ട ചില മണ്ഡലങ്ങളകത്ത് നിങ്ങളുടെ എഡ്യൂക്കേഷനുമായിട്ട് യാതൊരു വിധത്തിലും ബന്ധമില്ലാത്ത ചില മേഖലകൾക്കകത്തേക്ക് നിങ്ങളെ ദൈവത്തിന്റെ ആത്മാവ് പ്രൊമോട്ട് ചെയ്യാൻ പോകണമെന്ന് പരിശുദ്ധാത്മാവ് ആലോചന അറിയിക്കുന്നു. വിശ്വസിക്കാമോ? വിശ്വസിക്കാമോ? ഹല്ലേലൂയ. ഒരു റെഡ് ലൈനൊക്കെ ദൈവത്തിന്റെ നാമം തിരുത്തി കുറിക്കാൻ പോകും. എനിക്കറിയത്തില്ല ദൈവമക്കൾ, നിങ്ങൾ സാക്ഷ്യം പറയും. ഞാൻ വിശ്വസിക്കുന്നു, നിങ്ങൾ സാക്ഷ്യം പറയും.
ഹല്ലേലൂയ. ഞങ്ങൾ അത്ഭുതത്തിൽ വിശ്വസിക്കുന്നവർ. എന്താണെന്നറിയാമോ? ഞങ്ങളോട് മനുഷ്യ സൃഷ്ടിയും ലോകരും എല്ലാം ഒരുമിച്ച് നോ പറഞ്ഞെടുത്ത ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ നേടിയെടുത്തതാ ഇന്നും ഞങ്ങളുടെ മുന്നിലുള്ളത്. ഞങ്ങൾ അങ്ങനെ ആ വിശ്വാസം നിങ്ങളിൽ പകർന്നുകൊണ്ട് ആത്മാർത്ഥമായി പറയുന്നു, ദൈവം ചിലരുടെ ലൈഫിനെ ദൈവത്തിന്റെ ആത്മാവ് ചേഞ്ച് ആക്കാൻ പോവുക. ഈ രാത്രികാലം വിശ്വസിച്ചോണം. ജനുവരി മാസം മുതൽ നിങ്ങൾ പോലും അറിയാത്തൊരു മറ്റൊരു തലം നിങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ആക്കുന്ന ദൈവസാന്നിധ്യം വെളിപ്പെടാൻ പോവുക. ചില എക്സ്പയർ ഡേറ്റുകളൊക്കെ ആ വാക്ക് വീണ്ടും വീണ്ടും ദൈവത്തിന്റെ ആത്മാവ് ഉറപ്പിക്കുന്നു. അത് നിങ്ങളുടെ ലൈഫിൽ നിന്ന് റിമൂവ് ചെയ്യാൻ പോവാണെന്ന്. വിശ്വസിക്കാമോ? ചിലർക്ക് വേണ്ടി ദൈവത്തിന്റെ സാന്നിധ്യം ചലിച്ചു തുടങ്ങട്ടെ. അല്ലെങ്കിൽ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷയുടെ വ്യാപ്തി വെളിപ്പെട്ട് വരട്ടെ. മനുഷ്യനോട് കൂടെ നടന്ന ദൈവം, ആദാമിനോട് കൂടെ നടന്ന ദൈവം, ഹല്ലേലൂയ സ്തോത്രം, തന്റെ ജനത്തോട് കൂടെ നടക്കുവാൻ ആഗ്രഹം പ്രകടിപ്പിച്ച ദൈവം, ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളോട് കൂടെ ഇറങ്ങി വരുന്നെങ്കിൽ ഈ രാത്രികാലം വിശ്വസിച്ചോണം, അവൻ എന്നോടും നിന്നോടും കൂടെ ജീവിക്കുവാൻ നടക്കുവാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. ഞങ്ങൾക്ക് ഈ രാത്രി തന്നെ സ്തോത്രം, ഹല്ലേലൂയ, ഇവിടുന്ന് മൂവ് ആകണം കൊല്ലത്തോട്ട്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഞങ്ങൾ വിശ്വസിക്കുന്നു. പ്രൈസ് ലോർഡ്. വിശ്രമിക്കാനുള്ള സമയം പോലും ഒരു വർഷം പലപ്പോഴും ഞങ്ങളുടെ മുന്നിൽ കിട്ടത്തില്ല. ഹല്ലേലൂയ സ്തോത്രം. ഉറക്കത്തിൽ കിടക്കുന്ന കുഞ്ഞുങ്ങളെ കാലിട്ടോണ്ട് ഞങ്ങൾ ഹല്ലേലൂയ ഹല്ലേലൂയ പാട്ടൊക്കെ പാടി സ്തോത്രം അങ്ങോട്ട് ആരാധനയ്ക്ക് വേണ്ടി കടന്നു പോകുമ്പോൾ സ്തോത്രം, ഞങ്ങൾ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. അബ്രഹാം ദൂരദേശത്ത് നിന്ന് അധികാലത്ത് എഴുന്നേറ്റ് നടന്ന് ദൂരദേശത്തു നിന്ന് മോറിയാമല കണ്ടിട്ട് മോറിയാമല കയറി ഇറങ്ങുന്നത് വെറും ഒരു അനുഗ്രഹം പ്രാപിച്ചവനായിട്ടല്ല, മറിച്ച് എക്സ്ട്രാ ഓർഡിനറി അനുഗ്രഹം പ്രാപിച്ചവനായിട്ട്. രാത്രികാലം വിശ്വസിച്ചോണം, അവൻ അതിമഹത്തായ പ്രതിഫലമാണ്. സ്തോത്രം. അവൻ നമ്മുടെ ദൈവമാണ്, നമ്മളെ സൂക്ഷിക്കുന്ന ദൈവമാണ്, നമ്മളെ പരിപാലിക്കുന്ന ദൈവമാണ്, നമ്മളെ ആശീർവദിക്കുന്ന ദൈവമാണ്. ഈ രാത്രികാലം വിശ്വസിക്കണം, അവൻ നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. അവൻ നമ്മളെ മാനിക്കുന്ന ദൈവമാ. ഈ രാത്രികാലം വിശ്വസിച്ചോണം. കൂടെ 2 കുഞ്ഞുങ്ങളെ ദൈവം ഞങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നു. സ്തോത്രം. അവരുടെ വളർച്ച കണ്ട് നമുക്ക് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. നേരത്തെ പറഞ്ഞതുപോലെ നിയോഗം പേറിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ചില കുടുംബത്തെ നോക്കി ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു, നിന്റെ കുഞ്ഞുങ്ങളുടെ ഭാവി സുരക്ഷിതമാ. സ്തോത്രം. ആ ഗ്യാരണ്ടി സ്വർഗത്തില. വിശ്വസിക്കാമോ? അല്ലെങ്കിൽ സ്തോത്രം ഹല്ലേലൂയ, ചില കുടുംബത്തെ നോക്കി കുഞ്ഞുങ്ങളെ നോക്കി ദൈവത്തിന്റെ ആത്മാവ് അങ്ങനെ തന്നെ ആലോചന പറഞ്ഞു, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവി സുരക്ഷമാണ് ദൈവമക്കളെ. അവരെ ഓർത്ത് ഭയപ്പെടേണ്ട, ഭാരപ്പെടേണ്ട. നിനക്ക് വേണ്ടിയുള്ള കരുതൽ ദൈവം വെളിപ്പെടുത്തിക്കൊള്ളും. യഹോവ ഈരെ. സ്തോത്രം. നമ്മൾ വെറുതെ പറയും, പക്ഷെ ഒന്ന് അർത്ഥം മനസ്സിലാക്കി, യഹോവ കരുതിക്കൊള്ളും. ഒന്ന് ഓർത്തു നോക്കി, അന്ന് അവിടെ ഒരു ആട്ടിൻകുട്ടി കരുതിയില്ലായിരുന്നെങ്കിൽ പ്രൈസ് ലോർഡ് ഇസ്ഹാക്ക് യാഗമാക്കിപ്പെട്ടേനെ. പക്ഷേ ഹല്ലേലൂയ, ഒരു സ്തോത്രം സെക്കൻഡുകൾക്ക് വ്യത്യാസത്തിനുള്ളിൽ അബ്രഹാം എന്നൊരു വിളി കേട്ടപ്പോൾ ഒരു ആട്ടിൻകുട്ടിയെ ദൈവം അവിടെ കരുതിയെങ്കിൽ നമ്മൾ പോലും അറിയാതെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ആട്ടിൻകൂട്ടങ്ങൾ സ്തോത്രം നമ്മുടെ സഞ്ചാര പാതയുടെ പിറകിലുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ആലോചന അറിയിക്കുന്നു. ഇപ്പൊ നിങ്ങൾ നോക്കുമ്പോ കാണത്തില്ലായിരിക്കാം, പക്ഷെ വിശ്വാസത്തോടെ പറഞ്ഞോ, യഹോവ ഈരെ. യഹോവ കരുതിക്കൊള്ളും. പ്രൈസ് ലോർഡ്. യഹോവ കരുതിക്കൊള്ളും. വിശ്വസിക്കാമോ? ഹല്ലേലൂയ. ദൈവമക്കളെ, നിങ്ങൾ വിശ്വസിക്കുക, യഹോവ കരുതിക്കൊള്ളും, യഹോവ ഈരെ. എനിക്കറിയത്തില്ല, ഈ പവർഫുൾ വേർഡ് ഞാൻ ചില കുടുംബത്തിലേക്ക് റിലീസ് ചെയ്യുക. നിങ്ങൾ ഈ രാത്രികാലം ഈ സ്തോത്രം ഈ വാക്യത്തെ നിങ്ങൾ പിടിച്ചോണം. ഞാൻ ചില കുടുംബത്തെ നോക്കി ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു, യഹോവ ഈരെ. സ്തോത്രം. ഞങ്ങളുടെ 2ാമത്തെ കുഞ്ഞിന്റെ പേര് നിസി, യഹോവ നിസി. ഞങ്ങൾ പരാജയപ്പെട്ടു 1 വർഷം കഴിഞ്ഞപ്പോൾ ദൈവം ഞങ്ങൾക്ക് ജയക്കൊടിയായിട്ട് തന്നതാണ്. നിങ്ങൾക്കറിയാമോ, 1 വർഷം ഏത് മണ്ഡലത്തിൽ ഞങ്ങൾ പരാജയപ്പെട്ടോ 6 മാസം ഞങ്ങൾ ദൈവസന്നിധിയിൽ കരഞ്ഞു. 6ാം മാസമായപ്പോ ദൈവം ഞങ്ങളോട് ഇടപെട്ടു. സ്തോത്രം. യഹോവ നിസി ആയിരിക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ. ഞങ്ങൾക്ക് കുഞ്ഞ് ജനിച്ചപ്പോ പെൺകുഞ്ഞ് ഒട്ടുമാതി ചില പേരിട്ട് യഹോവ നിസി. സ്തോത്രം. പരാജയപ്പെടുവാൻ ദൈവം അനുവദിക്കത്തില്ല. അനുജോജുവാസ ദൈവത്തിന്റെ ആലോചന അറിയിക്കുന്ന യഹോവ ഈരെ. വിശ്വസിക്കണം. എല്ലാ സാഹചര്യത്തിനും എല്ലാ വിഷയങ്ങൾക്കും ഹല്ലേലൂയ മുന്നോട്ടുള്ള എല്ലാ പാതകളിലും ആ വാക്യം വിശ്വസിക്കുക, യഹോവ ഈരെ. യഹോവ കരുതിക്കൊള്ളും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതെ, കരുതുന്ന ദൈവത്തെ എത്ര പേർക്ക് വേണം? നിങ്ങളെ സൂക്ഷിക്കുന്ന ദൈവത്തെ എത്ര പേർക്ക് വേണം? ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. അതെ, ദൈവത്തിന്റെ നാമം അങ്ങനെ തന്നെ ചില കുടുംബങ്ങളെ നോക്കി പറയുന്നു, ABP ചെറിയ ദൈവത്തിന്റെ നാമം പറയുന്നു, കർത്താദാസനെ യഹോവ ഈരെ ആ കുടുംബത്തിലേക്ക് വാക്ക് ചെല്ലട്ടെ. അതെ, ഹല്ലേലൂയ സ്തോത്രം. ദൈവികമാകുന്ന ഒരു പവർഫുൾ ഹല്ലേലൂയ വേർഡായിട്ട് ചില കുടുംബത്തിനകത്തേക്ക് അത് വെളിപ്പെടട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. ചില കുടുംബത്തെ ബേഥേൽ എന്നൊരു പദം ദൈവത്തിന്റെ ആത്മാവ് എന്നെ കാണിക്കുന്നു. ദൈവത്തിന്റെ ഭവനം പോലെ ബേഥേലാക്കപ്പെട്ട ചില കുടുംബങ്ങളെ ദൈവത്തിന്റെ ആത്മാവ് വേർതിരിക്കാൻ പോകുക. സ്തോത്രം സ്തോത്രം സ്തോത്രം. നിങ്ങൾ വിശ്വസിക്കണമേ, ബേഥേലാകുവാൻ. സ്തോത്രം. ലൂസായിരുന്നു, ഉപയോഗശൂന്യമായിരുന്നു, എന്നാൽ അടുത്ത വഴി അവിടെ എഴുതും, അത് ബേഥേല. സ്തോത്രം. അങ്ങനെ ചില മേഖല ദൈവത്തിന്റെ നാമം കാണിക്കുന്നു. ചില കുടുംബത്തിനകത്തേക്ക് അത് വെളിപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ. സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഐശ്വര്യമായി നമ്മളെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. നാം സാധാരണക്കാരല്ല,
സ്തോത്രം. അവൻ നമ്മളെ പുതുനിയമത്തിന്റെ ശുശ്രൂഷകരാകുവാൻ പ്രാപ്തരാക്കി. ഈ പ്രാപ്തി ഇന്ന് രാത്രികാലം നിങ്ങൾ പ്രാർത്ഥിച്ചോണം. നിങ്ങൾ ഇന്ന് രാത്രികാലം പ്രാപിച്ചോണം. അത് പ്രാപിച്ചേ നിങ്ങൾ ഇവിടുന്ന് എഴുന്നേക്കാവുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. 7 ദിനക്കാലം നിങ്ങൾ ഇവിടുന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ ഒന്നും കിട്ടിയെന്ന് പറഞ്ഞു, ഒന്നും കിട്ടിയില്ലെന്നല്ല പറയുന്നത്. സ്തോത്രം. ഞാൻ വിശ്വാസത്തോടെ നിങ്ങളോട് പറയുന്നു, അവൻ ചില പ്രാപ്തി തരാൻ പോകുക. ഹല്ലേലൂയ. സ്തോത്രം. ചില വിഷയങ്ങളെ നേരിടുവാനുള്ള പ്രാപ്തി തരാം. ശോശാമ തോമസ് വീണ്ടും ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു, അത് ചില പ്രാപ്തി ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾക്ക് തരാൻ പോകുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. ചില പ്രാപ്തി ആ കുടുംബത്തിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് തരാൻ പോകുക. വിഷയങ്ങളെ കൈകാര്യം ചെയ്യേണ്ട വിധത്തിൽ, സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. കടന്നു വരുന്ന ചില പ്രതികൂലങ്ങളെ കൈകാര്യം ചെയ്യേണ്ടുന്ന വിധത്തിൽ, ഹല്ലേലൂയ, സ്തോത്രം, അതിനെ ചെയ്തെടുക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് ആലോചന അറിയിക്കുന്നു. ചില പ്രാപ്തി തന്നെ. അതെ, പ്രാപ്തി ഇല്ലാതിരിക്കുക. ദൈവത്തിന്റെ ആത്മാവ് വീണ്ടും വീണ്ടും ആലോചന അറിയിക്കുന്നു. ചില പ്രാപ്തികൾ പരിശുദ്ധാത്മാവ് തരാൻ പോകുക. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. വിക്കനായ മോശയോട് പറഞ്ഞു, എനിക്ക് പ്രാപ്തിയില്ല. എന്നാൽ പല സ്തോത്രം, ദൈവം പറഞ്ഞു, ഞാൻ നിന്നോട് കൂടി ഇരിക്കും. സ്തോത്രം. അതെ, ഞാൻ നിന്നോട് കൂടി ഇരിക്കും. ചില വിഷയങ്ങൾക്കകത്ത് ഞാൻ നിന്നോട് കൂടി ഇരിക്കും. നിനക്ക് ചില പ്രാപ്തി തന്ന് ദൈവം നിന്നെ മാനിക്കാൻ പോവുകയാണെന്ന്. കർത്താവ് ദാസി, സ്തോത്രം. കർത്താവ് ഇങ്ങനെ കാണിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. എവിടെയൊക്കെയോ കാര്യമായിക്കൊണ്ടിരിക്കുക. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നഷ്ടം വന്നുകൊണ്ടിരിക്കുക. വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടുന്ന ചില നിമിഷങ്ങൾ മുന്നിലുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ആലോചന അറിയിക്കുന്നു. സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവ് വീണ്ടും അതിനെ ഫില്ല് ചെയ്യുവാൻ എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഒരു റിക്കവർ ചെയ്യുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. പ്രാർത്ഥിച്ചോണം. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് പറഞ്ഞു, ഒരു സെൽഫായിട്ട്, സ്തോത്രം, ഒരു സ്തോത്രം, ഒരു മേഖല നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവ് കാണിക്കുന്നു. സ്തോത്രം. അങ്ങനെ തന്നെ ആ മേഖലകൾക്കകത്ത് നിങ്ങൾ വേരൂന്നിക്കോ. ദൈവം നിങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കണം. സൂസൻ ഐസക്, ദൈവത്തിന്റെ ദാസി, ദൈവത്തിന്റെ ആത്മാവ് ആലോചന അറിയിക്കുന്നു. നാളെ ഇതുവരെ കരഞ്ഞ ചില പ്രാർത്ഥനാ വിഷയങ്ങളുടെ അകത്ത് ഒരു പ്രാപ്തി പരിശുദ്ധാത്മാവ് തരാൻ പോകുക. സ്തോത്രം. ഹല്ലേലൂയ. അനുസരിക്കത്തില്ലെന്ന് പറഞ്ഞെടുത്ത് അനുസരണം പരിശുദ്ധാത്മാവ് തരാൻ പോകുക. വിശ്വസിക്കാമോ? ഹല്ലേലൂയ. ചില വേദനയുടെ മറുപടികൾ പരിശുദ്ധാത്മാവ്. അതെ, ചില വ്യസനപുത്രന്മാര് ഭവനത്തിലുണ്ട്, ചില വ്യസനപുത്രിമാര് ഭവനത്തിലുണ്ട്. വിശ്വസിച്ചോണം. ആ വേദന ദൈവത്തിന്റെ ആത്മാവ് എടുത്ത് നീക്കാൻ പോകുക. നിങ്ങൾ അനുഭവിച്ച വ്യസനത്തിനും നിങ്ങൾ അനുഭവിച്ച കണ്ണുനീരിനും തക്ക ഒരു മറുപടി തന്ന് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ മുഖത്തെ ആദരിക്കുമെന്ന് പരിശുദ്ധാത്മാവ് ആലോചന അറിയിക്കുന്നു. ഹല്ലേലൂയ. 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 വളരെ ശക്തമായി ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥിച്ചോണം. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. സഹോദരനോട് അനുബന്ധിച്ച് ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ ആലോചന അറിയിക്കുന്നു. സ്തോത്രം. ഇപ്പോൾ താൻ ആയിരിക്കുന്ന ആ പട്ടണത്തിനകത്തുനിന്ന് ദൈവത്തിന്റെ ആത്മാവ് മറ്റൊരു രാജ്യത്തിലേക്ക് ആ കർത്താവിന്റെ ദാസനെ കൊണ്ടെത്തിക്കും. സ്തോത്രം. അദ്ദേഹത്തിന്റെ ലൈഫ് അതോടെ ചേഞ്ച് ആകുമെന്ന് മാത്രമല്ല, സുവിശേഷത്തിന് വേണ്ടി ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവം കൊടുത്തിരിക്കുന്ന സ്തോത്രം മേഖലകളുടെ അകത്ത് നിന്ന് സുവിശേഷത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി തന്റെ ദാസനും ഹല്ലേലൂയ ഒരു കൈത്താങ്ങൽ കൊടുക്കുന്ന ഒരു മേഖല ദൈവത്തിന്റെ ആത്മാവ് കാണിക്കുന്നു. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചോണം. ഇപ്പോഴുള്ള ചില അവസ്ഥകൾക്ക് ദൈവത്തിന്റെ ആത്മാവ് മാറ്റം തരാൻ പോവുകയാണ്. ഹല്ലേലൂയ. അവിടുന്ന് ദൈവത്തിന്റെ ആത്മാവ് അദ്ദേഹത്തെ ഷിഫ്റ്റ് ചെയ്യാൻ പോകണമെന്ന് ഈ രാത്രികാലം വിശ്വസിക്കുക. ആ കുടുംബത്തിൽ അത് അങ്ങനെ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ. ജെസ്സി മാത്യു, ദൈവത്തിന്റെ ആത്മാവ് ആലോചന അറിയിക്കുന്നു. സ്തോത്രം. ഓ ജീസസ്, ആമേൻ. ഹല്ലേലൂയ. മുൾപ്പടർപ്പായിരുന്നതിനെ, ശാപമായിരുന്നതിനെ ഹല്ലേലൂയ ദൈവത്തിന്റെ തേജസ് ഉള്ളതാക്കി മാറ്റിയെങ്കിൽ, സ്തോത്രം, കർത്താവിന്റെ ദാസി വേദനപ്പെട്ട് നിന്ന് കുത്തി നോവിപ്പിച്ചെടുത്തതെന്ന്, അതെ, ദൈവത്തിന്റെ ആത്മാവ് അങ്ങനെ തന്നെ പറയുന്നു. ഒരു ദൈവ സാന്നിധ്യം ഇറങ്ങി വരാൻ പോകുക. ഈ രാത്രികാലം വിശ്വസിച്ചോണം. കർത്താവിന്റെ ദാസി നഷ്ടപ്പെട്ടു പോയെന്ന് പറഞ്ഞത് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾക്ക് മടക്കി തരാൻ പോകുക. സംഭവിച്ചത് ഹല്ലേലൂയ, നഷ്ടം മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു, ദൈവം നിങ്ങൾക്ക് ചിലതിനെ മടക്കി തരാൻ പോകുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. ചിലതൊക്കെ മടങ്ങി വീട്ടിലോട്ട് വരാൻ പോവുക. അതെ, കർത്താവിന്റെ ദാസി, ഹല്ലേലൂയ, സ്തോത്രം, വിലാപമായിട്ട് ഇറങ്ങിപ്പോയത് ആനന്ദ ഘോഷമായിട്ട് മടങ്ങി വരാൻ പോകണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ആലോചന അറിയിക്കുന്നു. ആ കുടുംബത്തെ നോക്കി, ആ കർത്താവിന്റെ ദാസി നോക്കി പരിശുദ്ധാത്മാവ് ഇങ്ങനെ വളരെ ഷാർപ്പോടെ പറയുന്നു. സ്തോത്രം. ന്യൂ ഇയറിനകത്ത്, അതെ, ആ ന്യൂ ഇയറിനകത്ത്, സ്തോത്രം, ഹല്ലേലൂയ, ആ ഡേറ്റ് സിസ്റ്ററെ നിങ്ങൾ സ്തോത്രം ദൈവസന്നിധാനത്തിൽ നിങ്ങൾ ഹല്ലേലൂയ കുറിച്ചിട്ടോണം. അതിനകത്ത് ചിലത് മടങ്ങി വരാൻ പോവാണെന്ന് എനിക്ക് ഈ ഒരു ഒറ്റ വാക്യമേ നിങ്ങളോട് പറയാനുള്ളൂ. സ്തോത്രം. ഇത് ഡിസംബർ വൈൻഡപ്പ് ചെയ്യുന്നതിന് ഇപ്പറേ എന്തോന്നും നിങ്ങളുടെ കുടുംബത്തിനകത്തേക്ക് മടങ്ങി വരാൻ പോകുകയാ. അതെ, സ്തോത്രം, മണവാളൻ മണവാട്ടിയിൽ സന്തോഷിക്കുന്നത് പോലെ കർത്താവിന്റെ വേദനപ്പെട്ടിറങ്ങിപ്പോയത് ആനന്ദത്തോടെ, എനിക്കറിയത്തില്ല, ഒരു ഫെസ്റ്റിവൽ പോലെ, ഒരു ഉത്സവം പോലെ ആ കുടുംബത്തിനകത്തേക്ക് മടങ്ങി വരാൻ പോവാണെന്ന് പരിശുദ്ധാത്മാവ് ആലോചന. അങ്ങനെ അത് സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ. യഹോവ കരുതിക്കൊള്ളും. ആമേൻ. ഇതുവരെ നിങ്ങൾ ഐശ്വര്യമായി അനുഗ്രഹിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഈ രാത്രികാലം വിശ്വസിച്ചോ, യഹോവ എന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കാൻ പോവാ. ഈ മല ഞാൻ കയറിയത് വേദനയോടെയാ, പക്ഷെ
പക്ഷെ ഇറങ്ങി വരുന്ന അതിസന്തോഷത്തോടെയാ. കർത്താവിന്റെ ദാസി, ഒരു മല നിങ്ങൾ കയറിയത് വേദനയോടെയാ, എന്നാൽ നിങ്ങൾ ഇറങ്ങി വരുന്നത് അതിസന്തോഷത്തോടെ ആയിരിക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ആലോചന അറിയിക്കുന്നു. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചോ, ദൈവം ചില അത്ഭുതങ്ങളെ നിങ്ങളുടെ ഇടയിൽ ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട് ഈ രാത്രികാലം? പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് വേറിട്ട തലങ്ങളിൽ ഉപയോഗിക്കുവാൻ വേറിട്ട ചില വ്യക്തികളെ ആവശ്യമുണ്ട്. ഈ രാത്രികാലം വിശ്വസിക്കണം, വേറിട്ട തലങ്ങളിൽ അല്ലെങ്കിൽ ഉപയോഗിക്കുവാൻ വേറിട്ട ചില വ്യക്തികളെ ദൈവത്തിന് ആവശ്യമുണ്ട്. ഈ രാത്രികാലം നിങ്ങൾ വേറിട്ട ഒരു വ്യക്തിയാണോ? സ്തോത്രം. നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകം വേറിട്ടൊരു തലത്തിലാണോ? അവൻ നിങ്ങളെ ഉപയോഗിച്ചു തുടങ്ങും. സ്തോത്രം. പ്രൈസ് ലോർഡ്. നീ ഏത് കാരാഗ്രഹത്തിന്റെ അകത്താണേലും അവൻ നിന്നെ ഉപയോഗിച്ചു തുടങ്ങും. ഏത് കാട്ടിന്റെ അകത്താണേലും അവൻ നിന്നെ ഉപയോഗിച്ചു തുടങ്ങും. ഹല്ലേലൂയ, സ്തോത്രം. ഈ രാത്രികാലം വിശ്വസിച്ചോണമേ. ഹല്ലേലൂയ. നാം ഉപയോഗിക്കപ്പെടേണ്ട സമയം അതിവിദൂരത്തല്ല, നാം ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കേണ്ട സമയം അതിവിദൂരത്തല്ല. ഈ രാത്രികാലം എന്നെ കേൾക്കുന്ന ചില ദൈവജനത്തോടെ പരിശുദ്ധാത്മാവ് ആഴമേറിയ നിലവാരത്തിൽ ആലോചന അറിയിക്കുന്നു. അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നതാകിയാൽ, അതെ, നിന്റെ സകല ചിന്താകുലവും അവന്റെ മേലിട്ടോ. ലിറ്റ്സിസാം, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവിന്റെ ദാസി, അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതും. നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേലിട്ടുകൊള്ളണം. ഹല്ലേലൂയ. ചില കരുതലുകൾ വെളിപ്പെടാൻ പോവുക കർത്താവിന്റെ ദാസി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. റിജോ തോമസ് ആ കുടുംബത്തെ നോക്കി പരിശുദ്ധാത്മാവ് വിളിച്ചു പറഞ്ഞു, ചില എക്സ്പയറി ഡേറ്റുകളൊക്കെ ക്യാൻസൽ ആകാൻ പോവുക. അതെ, ചില ഡേറ്റുകളൊക്കെ ക്യാൻസൽ ആകാൻ പോവുക. ഒരു വിശാലമാകുന്ന സ്ഥലത്തേക്ക് നിങ്ങളെ എത്തിക്കുന്ന സ്തോത്രം. അതെ, ദൈവത്തിനാമം ഇങ്ങനെ തന്നെ പറയുന്നു. സ്തോത്രം. നീ അറിയാത്തൊരു സ്തോത്രം ഒരു മേഖല നിങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെടുന്നു. മാത്രമല്ല, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, നിന്നെ ഇരുത്തുമെന്ന് പറഞ്ഞെടുത്ത് നിന്നെ ഇരുത്തും. പ്രൈസ് ദി ലോർഡ്. നിന്നെ എത്തിക്കുമെന്ന് പറഞ്ഞെടുത്ത് നിന്നെ എത്തിക്കും. അങ്ങനെ ഒരു ദൈവ സാന്നിധ്യം ആ കുടുംബത്തിനകത്തേക്ക് വെളിപ്പെട്ടെ. നിങ്ങൾ നിരാശരായി സ്തോത്രം മടങ്ങത്തില്ല. ദൈവത്തിനാമം അങ്ങനെ തന്നെ പറയുന്നു, നിങ്ങൾ ഈ മല കയറിയത് വ്യസനത്തോടെയാ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഈ മല കയറിയത് വ്യസനത്തോടെയാ. നിങ്ങൾ ഇറങ്ങി വരുന്നത് ഹല്ലേലൂയ, സ്തോത്രം, സന്തോഷത്തോടെ ആയിരിക്കും. സ്തോത്രം. നിങ്ങൾക്കുള്ള ഒരു സ്തോത്രം നഷ്ടപ്പെടുമോ എന്ന് ഭയപ്പെട്ട് നിങ്ങൾ മല കയറിയെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് ആലോചന അറിയിക്കുന്നു, നഷ്ടമല്ല ജീവിതത്തിനകത്തേക്ക് കടന്നു വരാൻ പോകുന്നത്. ഹല്ലേലൂയ. ഒരു സ്തോത്രം എക്സ്ട്രാ ഓർഡിനറി ബ്ലെസ്സിങ്ങുമായിട്ട് മടങ്ങി വരുമെന്ന് പരിശുദ്ധാത്മാവ് ആലോചന അറിയിക്കുന്നു. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. നിങ്ങൾ മറുപടി പറയേണ്ടി വരത്തില്ല. ചില വിഷയങ്ങളുടെ അകത്ത് നിങ്ങളുടെ തല കുനിയുവാൻ ദൈവം അനുവദിക്കത്തില്ല. സ്തോത്രം. അവിടെ നിങ്ങൾക്ക് ഒരു സ്ഥാനം ഒരുക്കി. അതെ, ദൈവത്തിന്റെ ഒരു വചനം പറയുന്നു, ആ വചനത്തെ നിങ്ങൾ വിശ്വസിച്ചോണം. ഒരു രഹബത്ത് ആ കുടുംബത്തെ സ്തോത്രം അതിനകത്ത് വെളിപ്പെടുന്നു. അവൻ എനിക്ക് അവിടെ ഇടം നൽകി, എന്നെ അവൻ അവിടെ വർദ്ധിപ്പിച്ചെന്ന് പറയുന്ന ശണ്ടയിടുന്ന ചില ഫെലിസ്ത്യ പ്രമുഖന്മാരുടെ മധ്യേ ഇടം നൽകി നിന്നെ വർദ്ധിപ്പിക്കുമെന്ന് പരിശുദ്ധാത്മാവ് ആലോചന അറിയിക്കുന്നു. ആ കുടുംബത്തെ യേശുവിന്റെ നാമത്തെ ബ്ലസ് ചെയ്യുന്നു. ദൈവം ആ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. ഈ രാത്രികാലം എന്നെ കേട്ട് ദൈവജനത്തിന് ദൈവനാമത്തെ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഹല്ലേലൂയ. ദൈവം നമ്മളെ ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുമല്ലോ. ഹല്ലേലൂയ. ഞങ്ങൾക്ക് സ്തോത്രം അധികം താമസിക്കാതെ ഹല്ലേലൂയ ഇവിടുന്ന് മൂവ് ആകണം. വളരെ ശ്രദ്ധയോടെ ചില വിഷയങ്ങളെ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ വീണ്ടും തുടർമാനമായി ദൈവസന്നിധാനത്തെങ്കിൽ 21 ദിനക്കാലം ഹല്ലേലൂയ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ മിനിസ്ട്രി ഓർത്ത് പ്രാർത്ഥിക്കുക, ശുശ്രൂഷ ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവം നമ്മളെല്ലാവരും ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. ഞാൻ പറഞ്ഞതുപോലെ ചിലരുടെ ലൈഫ് ഇവിടെ ചേഞ്ച് ആകാൻ പോവുക. സ്തോത്രം. ഹല്ലേലൂയ. ഈ വർഷത്തിൽ ഈ സമയം വരെ നിങ്ങൾ അറിയാത്ത സ്തോത്രം, ഹല്ലേലൂയ, ഈ വർഷം ഈ സമയം വരെ നിങ്ങളെ ആരും അറിഞ്ഞിട്ടില്ലെങ്കിൽ ഇന്ന് മുതൽ നിങ്ങളെ ചിലർ അറിയാൻ പോവുക. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഇതുവരെ നിങ്ങൾ ആരാണെന്ന് അറിയത്തില്ലാത്തടത്ത് ചിലരെ ചരിത്രമാക്കി മാറ്റുവാൻ എന്റെ ദൈവത്തിന് കഴിയും. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ പുതു നിയമത്തിന്റെ ശുശ്രൂഷകരാ. കർത്താവിന്റെ ദാസി സാറാമ ഡേവിഡ് ദൈവത്തിന്റെ ആത്മാവ് വീണ്ടും അറിയിക്കുന്നു. ഹല്ലേലൂയ. ഇതുവരെ നിന്ന ഒരു മിനിസ്ട്രിയുടെ ലെവലിലേക്കല്ല മാറുന്നത്. പരിശുദ്ധാത്മ പറയുന്നു, മറ്റൊരു മിനിസ്ട്രിയുടെ ലെവലിലേക്ക് കർത്താവിന്റെ ദാസി പ്രിയ മാതാവിനെ ദൈവത്തിന്റെ ആത്മാവ് എടുത്ത് ഉപയോഗിക്കാൻ പോവാണെന്ന് പരിശുദ്ധാത്മാവ് ആലോചന അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാര്യവിചാരകത്തിൽ അല്ലെങ്കിൽ കാര്യപരിപാടിയിൽ പോലും ഇല്ലാത്ത ചില മേഖലകൾ ദൈവത്തിന്റെ ആത്മാവ് പ്രിയദാസിയിലൂടെ ചെയ്തെടുക്കുന്ന ദിനരാത്രങ്ങൾ മുന്നിലുണ്ട്. അതേ, പുതു നിയമത്തിന്റെ ശുശ്രൂഷരാകാൻ ദൈവത്തിന്റെ ആത്മാവ് പ്രാപ്തി തരികയാണ്. ഹല്ലേലൂയ. പുതു നിയമത്തിന്റെ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ജീവൻ കൊടുക്കുന്ന ശുശ്രൂഷ, അനേകർക്ക് ജീവൻ കൊടുക്കുന്ന ഒരു ശുശ്രൂഷയുടെ തലത്തിലേക്ക് ആ മാതാവിനെ ദൈവത്തിന്റെ ആത്മാവ് എടുത്ത് ഉയർത്താൻ പോകുക. ദൈവത്തിന്റെ ആത്മാവ് ശാരീരികമായി വളരെ ക്ലേശം അനുഭവിക്കുന്ന സമയത്തും ഹല്ലേലൂയ സൗഖ്യത്തിന്റെ ചില ശുശ്രൂഷകൾ റിലീസ് ചെയ്യുന്നത് പോലെ ദൈവത്തിന്റെ ആത്മാവ് കാണിക്കുന്നു. പ്രിയ മാതാവ് പ്രാർത്ഥിക്കുമ്പോൾ ചില രോഗികൾ സൗഖ്യമാകുന്നു. പ്രിയ മാതാവ് പ്രാർത്ഥിക്കുമ്പോൾ ചില മേഖലകടകത്ത് വലിയ അഴിവ് സംഭവിക്കുന്ന പോലെ ദൈവത്തിന്റെ ആത്മാവ് കാണിക്കുന്നു. അപ്പോൾ തന്നെ തന്റെ ശരീരത്തിൽ വെളിപ്പെട്ട് നിൽക്കുന്ന ചില മേഖലകടകത്ത് ദൈവത്തിന്റെ ആത്മാവ് കൽപ്പിക്കുമ്പോൾ തന്നെ വിട്ടുമാറുന്ന ചില അവസ്ഥകൾ വെളിപ്പെട്ട് വരും. ശക്തിയോടെ പ്രാർത്ഥിച്ചോണം. യഹോവ ഈരെ, യഹോവ നിങ്ങൾക്ക് വേണ്ടി കരുതും. ദൈവം നമ്മളെ ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങളെ മാനിക്കട്ടെ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. വീണ്ടും സന്തോഷത്തോടെ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. സ്തോത്രം. കണ്ണുകളെ ദൈവസല്ലടച്ചാട്ടെ. ചില മിനിറ്റുകൾ നിങ്ങൾ കേൾക്കപ്പെട്ട ദൈവവചനത്തിന് മുമ്പാകെ ഒരു നിമിഷവും കൂടി ഏൽപ്പിച്ചു കൊടുത്തു. സർവശക്തനാകുന്ന ദൈവത്തിന്റെ സന്നിധാനത്തിൽ കഴിച്ച പ്രാർത്ഥനയ്ക്കുള്ള മറുപടികൾ
നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി ഒരു അസാധാരണമാകുന്ന ദൈവമഹത്വം ഇന്ന് രാത്രി നമുക്ക് വേണ്ടി വെളിപ്പെടുവാൻ, ഇന്ന് രാത്രികാലം നിങ്ങൾ ഏതെല്ലാം വിഷയങ്ങൾക്ക് നടുവിൽ ഉപവസിച്ചോ പ്രാർത്ഥിച്ചോ, അതിന്റെ അകത്തെല്ലാം ഒരു ദൈവീയമാകുന്ന മഹത്വത്തെ ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് ചെയ്തെടുക്കുവാൻ എല്ലാ പ്രിയപ്പെട്ടവർ ചില മിനിറ്റുകൾ അതരങ്ങളെ തുറന്ന് ദൈവസനയിൽ പ്രാർത്ഥിച്ച്, ഏഴുതനക്കാലം നാം ഇരുന്നു എന്നുള്ളതല്ല, മറിച്ച് നാം ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്ന സമയങ്ങളായി മാറട്ടെ. ആമേൻ. ഇന്ന് രാത്രി യാക്കോബ് പറഞ്ഞതുപോലെ നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കണം കർത്താവെ. അടുത്തൊരു ആത്മമണ്ഡലത്തിലേക്ക് അങ്ങയുടെ രാജ്യത്തിന് വേണ്ടി പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകരാകുവാൻ, പഴയ നിയമ ശുശ്രൂഷകൾ അക്ഷരങ്ങൾ കൊല്ലുമ്പോൾ ആത്മാവ് ജീവിപ്പിക്കുന്ന, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ജീവനില്ലാത്തത് ജീവിക്കുന്ന അനുഭവതലത്തിലേക്ക്, മരിച്ചതിനെ എഴുന്നേൽപ്പിക്കുന്ന അനുഭവതലത്തിലേക്ക്, ജീവന്റെ ശക്തി നിങ്ങളുടെ അതരത്തിന്റെ അകത്തോടെ വെളിപ്പെടുന്ന അനുഭവതലങ്ങളിലേക്ക് നിങ്ങൾ ചില ഭവനങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, നാളുകളായി മരിച്ച ചില അനുഭവതലത്തിന്മേൽ ഇരിക്കുന്ന ചില ഭവനത്തിലേക്ക് നിങ്ങളുടെ ആദരത്തിൽ കൂടി പുറപ്പെടുന്ന ദൈവശബ്ദം വെളിപ്പെടുമ്പോൾ അവിടെ ചില ജീവൻ വെളിപ്പെടും. ചലനമറ്റ് കിടക്കുന്ന ചില വിഷയങ്ങൾ ചലിക്കപ്പെടും. രോഗങ്ങളുടെ അനുഭവതലങ്ങൾക്കകത്തളത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതകരമാകുന്ന ചില ദൈവ പ്രവർത്തികളും മഹത്വങ്ങളും വെളിപ്പെടും. ഇന്ന് രാത്രികാലം വിശ്വസിച്ചോ, അവൻ നിന്നെ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകരാക്കുവാൻ പ്രാപ്തരാക്കി. നമ്മുടെ യാതൊരു വിധമാകുന്ന പ്രാപ്തിയല്ല, മറിച്ച് ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പ്രാപ്തി നിന്റെ മേൽ ഇറങ്ങി വരുന്ന രാത്രിയാണ്. പ്രേസി ദൈവദാസി പരിശുദ്ധാത്മാവ് അങ്ങനെ ഒരു ആലോചന കൈമാറുന്നു. ഇന്നലകളിൽ കരഞ്ഞതിനും പ്രാർത്ഥിച്ചതിനൊക്കെയുമായ ഒരു മറുപടി, നിന്റെ ആദരത്തിന്റെ അകത്തോടെ ചലിച്ചു കിടക്കുന്ന ദൈവത്തിന്റെ അസാധാരണമാകുന്ന അഭിഷേകത്തിന്റെ ശക്തി, ദൈവത്തിന്റെ ആത്മാവ് അങ്ങനെ ദൂത് കൈമാറുന്നു. ആമേൻ, ആമേൻ. ഈ ദിവസങ്ങൾ ചലനമറ്റ് കിടക്കുന്ന ചിലതിനെ നോക്കി നീ ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ, ചിലത് ചലിക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ദൂത് കൈമാറുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി എല്ലാ കണ്ണുകളും ദൈവത്തിൽ അടച്ചാട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർ ഇന്ന് രാത്രികാലം പ്രാർത്ഥിച്ചാട്ടെ. ഏഴാമത്തെ രാത്രി ഭയങ്കരമാകുന്ന ഒരു ദൈവമഹത്വം നമുക്ക് വേണ്ടി ചലിക്കട്ടെ. ഭയങ്കരമാകുന്ന ഒരു ദൈവശക്തി ചലിക്കട്ടെ. ഒരിക്കലും ഒരു സൂം പ്ലാറ്റ്ഫോം തുടങ്ങണമെന്ന് ആഗ്രഹിച്ച വ്യക്തിയല്ല ഞാൻ. ആമേൻ. ദൈവദാസന്മാരിൽ കൂടി പറയപ്പെട്ട ദൈവത്തിന്റെ ആലോചനകളും ഏഴുതനക്കാല ഉപവാസ പ്രാർത്ഥന അതിൻ്റെ അകത്ത് ക്രമീകരിക്കണമെന്ന് പറഞ്ഞ് ആമേൻ ക്രമീകരിച്ചു. ഇതിന്റെ പിന്നിൽ ആമേൻ സ്വതന്ത്രം ദിവസങ്ങളിലുള്ള പ്രാർത്ഥനകളുണ്ട്. ഒരു ആത്മീയ ആമേൻ ആമേൻ കൂട്ടായ്മകൾ അതിനെ ലീഡർഷിപ്പ് ചെയ്യുമ്പോൾ ഒത്തിരി ഇതിനു വേണ്ടി പ്രാർത്ഥിച്ച് അഭിഷക്തന്മാരെ ക്ഷണിച്ചു. സ്തോത്രം. തക്ക സമയത്ത് ദൈവദാസന്മാർ ജോയിൻ ചെയ്തു. തക്ക സമയത്ത് ദൈവദാസിമാർ നമ്മുടെ നടുവിൽ ജോയിൻ ചെയ്തു. അവർ ഒരുമിച്ച് വിവിധമാകുന്ന പട്ടണങ്ങൾക്കകത്ത്, ദേശങ്ങൾക്കകത്ത്, രാജ്യങ്ങൾക്കകത്ത് നമുക്ക് വേണ്ടി ശുശ്രൂഷിച്ചു. അതാർക്ക് വേണ്ടിയാ? അനിപ്പാസുക്കും കുടുംബത്തിനും വേണ്ടി മാത്രമല്ല. 21 ദിനക്കാലം ഞങ്ങൾ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ദൈവസനയിലായിരിക്കുമ്പോൾ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണം. നിങ്ങളുടെ വിഷയങ്ങൾക്ക് ആമേൻ മാറ്റങ്ങളെ വെളിപ്പെടണം. ദൈവം നിങ്ങളെ അതിശക്തമായി ഉപയോഗിക്കണം. ഇന്ന് രാത്രികാലം ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച് വൈൻഡപ്പ് ചെയ്യുന്നതിന്റെ ഒരു വലിയൊരു ദൈവത്തിന്റെ മഹത്വം നമ്മുടെ മേൽ വെളിപ്പെട്ട് വരുവാൻ ഇന്ന് രാത്രി എല്ലാവരും പ്രാർത്ഥിച്ച് നമുക്ക് ഒരുമിച്ച് ഇന്ന് രാത്രികാലം പ്രാർത്ഥിക്കാം. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം വെളിപ്പെടട്ടെ. പരിശുദ്ധാത്മാവിന്റെ വലിയ ശക്തി നമ്മുടെ മേൽ ഇറങ്ങി വരട്ടെ. നമ്മുടെ കുടുംബത്തിന്മേൽ, തലമുറകൾക്ക് മേൽ, നമ്മളായിരിക്കുന്ന വിഷയങ്ങൾക്ക് നടുവിൽ, ഈ ദിവസങ്ങൾ ഉപവസിക്കുന്ന പ്രാർത്ഥിക്കുന്ന സകല വിഷയങ്ങൾക്ക് നടുവിൽ ഒരു ദൈവത്തിന്റെ കരുതൽ ഇന്ന് രാത്രികാലം വെളിപ്പെടട്ടെ. തലമുറയെക്കുറിച്ച് ഭാരത്തോടുകൂടി ആയിരിക്കുന്ന ചില മാതാപിതാക്കളെ നോക്കി ആത്മാവ് ഇന്ന് രാത്രികാലം ദൂത് കൈമാറുന്നു. ധൈര്യമായിരിക്കുക. 2024 തന്നെ ചില ദൈവ പ്രവർത്തികൾ തലമുറയുമായിട്ടുള്ള ബന്ധത്തിൽ ആമേൻ വെളിപ്പെടുത്തി സ്വർഗത്തിലെ ദൈവം മാനിക്കുമെന്ന് ആത്മാവ് ഇന്ന് രാത്രികാലം ശക്തമായി ഇടപെടട്ടെ. അടയപ്പെട്ട സകല വഴികളും വാതിലുകളും ദൈവത്താൽ തുറന്നു വരട്ടെ. നമുക്ക് ഒരുമിച്ച് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പരിശുദ്ധനാകുന്ന നല്ല ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായി സ്തോത്രം. അങ്ങയുടെ വലിയ സാന്നിധ്യത്തെ ഇന്ന് രാത്രിക്കാലം ഞങ്ങൾ തിരിച്ചറിയുന്നു. ഏഴാമത്തെ രാത്രി ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളോട് സംസാരിച്ചുവല്ലോ. ഞങ്ങളെ ചിലത് ഏൽപ്പിച്ചു, ഞങ്ങളെ ചില ശുശ്രൂഷകൾക്കായി ദൈവം ആക്കി വെച്ചു. ആമേൻ. ഞങ്ങളെ ചില ഉത്തരവാദിത്തങ്ങൾ ദൈവാത്മാവ് കൈമാറ്റം ചെയ്തു. അതൊന്നും കർത്താവെ ആമേൻ സ്വരം വൃഥാവാക്കാതെ അത് ധൈര്യത്തോടെ ഉത്സാഹത്തോടെ ചെയ്ത് അങ്ങയുടെ നാമത്തിന്റെ മഹത്വത്തിനും അങ്ങയുടെ രാജ്യത്തിന്റെ വിസ്തൃതികൾക്കും വേണ്ടി പ്രയോജനമില്ലാത്ത ദാസന്മാരെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ കൊച്ചു ജീവിതത്തിന്റെ അകത്ത് അങ്ങയുടെ നാമം
നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ഓടുവാനുള്ള ദൈവശക്തി ഞങ്ങളുടെ മേൽ ഇന്ന് രാത്രികാലം പകർന്നാട്ടെ. ആഹാബിന്റെ രഥത്തിന് മുമ്പാകെ ഓടുവാൻ ഏലിയാവിന്റെ മേൽ പകർന്ന ഒരു അഭിഷേകത്തിന്റെ ശക്തി ഇന്ന് രാത്രികാലം ഇതിന്റെ അകത്ത് വെളിപ്പെടട്ടെ. ഇന്നലകളിൽ നീ ആഹാബിന്റെ രഥത്തിന് പുറകെ ഓടിയ വ്യക്തിയാണെങ്കിൽ 7 കുതിരകൾ ശക്തിയോടെ വലിച്ചോടുന്ന ആഹാബിന്റെ രഥത്തിന് മുൻപാകെ ഓടുവാൻ ഒരു അഭിഷേകത്തിന്റെ ശക്തി ഇന്ന് രാത്രികാലം നിങ്ങളുടെ മേൽ പകരുന്നു. യെസ്, പവർ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ദൈവാത്മാവ് ചിലതിനെ തോടുന്നു. ഇന്ന് രാത്രികാലം ഒരു അഭിഷേകത്തിന്റെ കൈമാറ്റം ഇതിന്റെ അകത്ത് നടക്കുകയാകട്ടോ. ഒരു അഭിഷേകത്തിന്റെ കൈമാറ്റം നിന്റെ മേൽ ഇറങ്ങി വരികയാ. പരിശുദ്ധാത്മാവ് ഡയറക്റ്റായി നീ ആയിരിക്കുന്ന റൂമിന്റെ അകത്ത് ദൈവാത്മാവ് നിന്നെ തോടുന്ന രാത്രിയാ. യെസ്, അടയപ്പെട്ടതിനെ വെട്ടിത്തുറക്കുന്ന അഭിഷേകത്തിന്റെ ശക്തി ഇന്ന് രാത്രികാലം നിന്റെ മേൽ വ്യാപരിക്കുന്നു. പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകൾക്കായി അവൻ നിന്നെ വിളിക്കുക മാത്രമല്ല, ഇന്ന് രാത്രികാലം നിന്നെ അഭിഷേകം ചെയ്യുന്ന രാത്രിയാണ്. ആമേൻ. ഇന്ന് രാത്രികാലം ചിലതിനെ പ്രവാചകന്മാരെയും അപ്പോസ്തലന്മാരെയും സുവിശേഷകന്മാരായും ഇടയന്മാരൊക്കെയും അഭിഷേകം ചെയ്യുന്നത് പോലെ ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ ശക്തി നിങ്ങളുടെ കുടുംബത്തിന്റെ അകത്ത് ഇന്ന് രാത്രികാലം അത് തിരിച്ചറിയുന്നെങ്കിൽ നിങ്ങൾ മൗനമായിരിക്കരുത്. ഇന്ന് രാത്രി നിങ്ങളുടെ രാത്രിയാണ്. ദൈവാത്മാവ് നിങ്ങളെ ആമേൻ തുടരുന്ന രാത്രിയാണ്. ചില കെട്ടുകളെ കർത്താവ് പൊട്ടിച്ചെറിയുന്ന രാത്രിയാണ്. ആമേൻ. ആത്മനിയോഗത്തോടെ ദൈവാത്മാവ് നിന്നെ ആമേൻ മുന്നോട്ട് നയിക്കുന്ന രാത്രിയാണ്. ഒരു ഗിദേക്കലിനെ പോലെ ഏതെങ്കിലും ഒഴുകിയ ഒരു നദിയെ ഗിദേക്കൽ, അതിന് പ്രതിസന്ധിയുണ്ട്. പക്ഷേ ആ പ്രതിസന്ധികളെ ഓവർകം ചെയ്തൊഴുകി ആമേൻ. ഇന്ന് രാത്രി റിജോ തോമസ് ആ ഫാമിലിയെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം തൊടുന്നു. ചിലതിനെ നിങ്ങൾ ഓവർകം ചെയ്ത് കൊടുക്കാൻ പോകുക. ആമേൻ. മനസ്സിന്റെ അകത്ത് കയറി വന്ന നിരാശകൾ ഈ 2 ദിവസങ്ങൾക്കകത്ത് നിങ്ങളെ വല്ലാതെ സ്ട്രഗിൾ ചെയ്ത ചില വിഷയങ്ങളുണ്ട്. മാനസിക മണ്ഡലത്തിൽ, ശാരീരിക മണ്ഡലത്തിൽ വല്ലാതെ നിരാശപ്പെടുത്തി ഇപ്പോൾ അതിനെ പൊട്ടിച്ചു കളയുന്ന ഒരു അഭിഷേകം, ചില പാരമ്പര്യ വൈരികളെ ഉടച്ചു കളയുന്ന ഒരു അഭിഷേകം. ഈ 2 ദിവസങ്ങളായി നിങ്ങളെ വല്ലാതെ സ്ട്രഗിൾ ചെയ്ത ചില വിഷയങ്ങൾ പരിശുദ്ധാത്മാവ് പറയുന്നു അതിനെ പൊട്ടിച്ചു കളയുകയാണ്. ദൈവാത്മാവ് പറയുന്നു ഇനി ആമേൻ ചിലതിനെ ആതിര് വരാതെ വണ്ണം ദൈവം അതിനെ ആതിര് കൽപ്പിക്കുന്ന രാത്രി എന്ന ആത്മാവ് തൂതുകൈ മാറുന്നു. ദൈവാത്മാവ് പറയുന്നു ഈ സങ്കടദേശത്ത് ഈ ദിവസങ്ങളിൽ ആമേൻ ചില മണിക്കൂറുകളായി നിങ്ങൾ പറഞ്ഞ ചില വിഷയങ്ങൾക്ക് നടുവിൽ സങ്കടദേശത്തിന്റെ അകത്ത് തന്നെ ദൈവാത്മാവ് നിങ്ങളെ വാർദ്ധിപ്പിച്ച് 2025 പ്രവേശിക്കുന്നത് ചില വാഗ്ദത്തങ്ങളെ കണ്ടുകൊണ്ടായിരിക്കുമെന്ന് ആത്മാവ് ദൂത് കൈമാറുന്നു. യേശുവിന്റെ നാമത്തിൽ ഡോളി ആമേൻ തമ്പി ആ മാതാവിന്മേൽ സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ, ഹീലിംഗ് ഉണ്ടാകട്ടെ. താങ്ക് യു ജീസസ്. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് രാത്രികാലം പ്രാർത്ഥിക്കുന്നു. ഈ കൂട്ടത്തിന്റെ നടുവിൽ അങ്ങ് അയക്കപ്പെടുന്ന എല്ലാ നല്ല വിടുതലിനായ സ്തോത്രം, എല്ലാ നല്ല മാറ്റത്തിനായ സ്തോത്രം. തലയ്ക്കകത്ത് കയറി വരുന്ന ചില വേദനകൾ, ഭാരങ്ങൾ, കണ്ണിന്റെ അകത്ത് ഇരുട്ട് കയറി വരുന്ന പോലുള്ള ചില അനുഭവ തലങ്ങൾ ഇന്ന് രാത്രികാലം മാറട്ടെ. നടുവ് സംബന്ധമായ ചില സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ. ഉദരത്തിന്റെ അകത്ത് ഭയങ്കരമാകുന്ന ഡെലിവറൻസ് ഉണ്ടാകട്ടെ. ഇന്ന് രാത്രികാലം കർത്താവേ ഈ ജനത്തെ വല്ലാതെ വലയ്ക്കുന്ന ഉപവാസ പ്രാർത്ഥന ഞങ്ങൾ ഈ സൂമിൽ തുടങ്ങിയപ്പോൾ അന്ന് തൊട്ട് ജാതീയമാകുന്ന പോരുകൾ ഇതിനെതിരെ കടന്നു വന്നു. ആത്മാവിൽ ഞങ്ങൾ അതിനെ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. തന്റെ ജനത്തെ വല്ലാതെ വലയ്ക്കുന്ന ചില വിഷയങ്ങളെ ഇന്ന് രാത്രികാലം യേശുവിന്റെ ആത്മാവ് സ്വസ്ഥമാക്കുന്ന രാത്രിയാണ്. അനു ജോസ് എന്ന ഡിവൈസിലായിരിക്കുന്ന ആ ദൈവദാസനെ നോക്കി പറയുന്നു വല്ലാതെ വലയ്ക്കുന്ന ചില വിഷയങ്ങൾ അതിനെ ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് ബ്രേക്ക് ചെയ്യാണ്. ലിൻസിസാം ഇന്ന് രാത്രികാലം വിശ്വസിച്ചോ വല്ലാതെ വലയ്ക്കുന്ന ചില വിഷയങ്ങൾ അതിനെ ദൈവാത്മാവ് ക്യാൻസൽ ചെയ്യുന്നു. പ്രാർത്ഥിച്ച് ഈ കൂട്ടത്തെ അനുഗ്രഹിക്കുന്നു യേശുവിൻ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. പിതാവാകുന്ന ദൈവത്തിന്റെ സ്നേഹം, പുത്രനാകുന്ന യേശു കർത്താവിന്റെ കൃപ ആശ്വസിപ്പിക്കുകയും വഴി നടത്തുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും കാവലും പരിപാലനം നാം എല്ലാവരോടും പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും സകല വിശുദ്ധന്മാരോടും യേശു ക്രിസ്തുവിന്റെ മേഘ പ്രത്യക്ഷത വരെ കൃപയും സാന്നിധ്യവും സമാധാനം നാം എല്ലാവരോടും കൂടി നിന്നുമാറാകട്ടെ. ആമേൻ. ക്രിസ്തുയേശുവിൽ നമുക്ക് ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവർക്കും